ചെയ്യുന്നത്. അതിന് 145 അവർ 2025 PSC നടത്തിയ 8/11/2025 പരീക്ഷയാണ്. പ്രിലിംസായിട്ട് നടത്തി. ഇതിനകത്തുണ്ടായിരുന്ന പോസ്റ്റ് ഏതൊക്കെയാണ്? ഇതിനകത്തുണ്ടായിരുന്ന പോസ്റ്റ് അറ്റൻഡർ ഗ്രേഡ് 2, സെയിൽസ്മാൻ ഗ്രേഡ് 2, സെയിൽസ്മാൻ ഗ്രേഡ് 2. നമുക്കെന്താ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാൻ പോവാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? കേരളത്തിലെ ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി ആരാണ് ചോദിച്ചിരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ഡോക്ടർ എ ജയതിലകാണ്. 2025 ഏപ്രിലാണ് ഇദ്ദേഹം ചാർജ് എടുത്തത്. ഇയാളുടെ 50ാമത്തെ ചീഫ് സെക്രട്ടറി ആയിരുന്നു. 50th ചീഫ് സെക്രട്ടറി ആയിരുന്നു ജയതിലക്. 2026 വരെ ഇയാൾ തന്നെയാണ് ഈ പൊസിഷനിൽ ഉണ്ടാവുക. ഇതിന് മുമ്പുണ്ടായിരുന്ന ആളുടെ പേരെന്താ? അയാളുടെ പേര് ശാരദ മുരളീധരൻ എന്നായിരുന്നു. അവരിൽ നിന്നാണ് ജയതിലക് ചാർജ് ഏറ്റെടുത്തത്. അപ്പോൾ ഇത് 2025 കറണ്ട് അഫയേഴ്സിൻ്റെ ഭാഗമാണ് ഈ സംഭവം. നമുക്ക് അടുത്ത ക്വസ്റ്റിന് പോകാം. ISROയുടെ പുതിയ ചെയർമാൻ ആരാന്നാണ് ചോദിച്ചിരിക്കുന്നത്? അപ്പോൾ ISROയുടെ പുതിയ ചെയർമാൻ ആരാന്നാണ് ചോദിച്ചിരിക്കുന്നത്? അപ്പം ഡോക്ടർ സോമനാഥ് ഇവിടെ ഓപ്ഷനിൽ കിടപ്പുണ്ട്. പക്ഷേ സോമനാഥ് മാറിയായിരുന്നു. ഡോക്ടർ വി നാരായണനാണ് സോമനാഥിൽ നിന്നും ചുമതലയേറ്റത്. ഇത് 2025 ജനുവരി നടന്ന സംഭവമാണ്. അപ്പോൾ ജനുവരി കറണ്ട് അഫയേഴ്സിൻ്റെ ഭാഗമാണ്. അപ്പം ഇയാൾ 9ാമത്തെ ചെയർമാനാണ്. അപ്പോൾ സോമനാഥ് 8ാമത്തെ ചെയർമാൻ. ദേശീയ കായിക ദിനമായി ആഘോഷിക്കുന്നതെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും അറിയാവുന്ന ഉത്തരമാണ്. എന്താ? ഓഗസ്റ്റ് 29. ഈ ദിവസത്തിന് എന്താ പ്രത്യേകത? ഇതെന്ന് പറയുന്നത് ധ്യാൻ ചന്ദിൻ്റെ പിറന്നാളാണ്. ആരാ ധ്യാൻ ചന്ദ്? ഇന്ത്യയുടെ ഹോക്കി മാന്ത്രികൻ എന്നൊക്കെ അറിയപ്പെടുന്ന ആരാ? ധ്യാൻ ചന്ദാണ്. ധ്യാൻചന്ദ്, മേജർ ധ്യാൻചന്ദ് 3 ഒളിമ്പിക്സിൽ പങ്കെടുത്തിട്ടുണ്ട്. ഒന്ന് 28 ഒളിമ്പിക്സ്, അത് ആംസ്റ്റർഡാം ഒളിമ്പിക്സ്, 32 ഒളിമ്പിക്സ്, ലോസ് ആഞ്ചലസ് ഒളിമ്പിക്സ്, 36 ഒളിമ്പിക്സ്, ബെർലിൻ ഒളിമ്പിക്സ്. 3 ഒളിമ്പിക്സിലും ഇന്ത്യയെ പ്രതിനിധീകരിച്ച് മത്സരിച്ചിട്ടുണ്ട്. 3നും സ്വർണം കിട്ടിയിട്ടുണ്ട് ഹോക്കിയിൽ. ഇദ്ദേഹത്തുള്ള ബഹുമതി കൊണ്ട് 2021 തൊട്ട് ഖേൽരത്ന പുരസ്കാരത്തിൻ്റെ പേരങ്ങ് മാറ്റിയിട്ടുണ്ട്. എന്താണ്? മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന എന്നാക്കിയിട്ടുണ്ട്. അതും ഓർത്തിരിക്കുക. 4ാമത്തെ ചോദ്യം, സിനിമയായ ആദ്യ മലയാള നോവൽ ഏതാണെന്ന് ചോദിച്ചാൽ മാർത്താണ്ഡവർമ്മയാണ് കറക്റ്റ് ആൻസർ. അപ്പോൾ CV രാമൻപിള്ള എഴുതിയ മാർത്താണ്ഡവർമ്മ എന്ന് പറഞ്ഞ നോവലാണ് ആദ്യമായിട്ട് സിനിമയായ മലയാള നോവൽ. ഇനി CV രാമൻപിള്ളയ്ക്ക് എന്താണ് ഒരു വിളിപ്പേരുണ്ട്? എന്താണ്? കേരള സ്കൗട്ട് എന്നാണ് പുള്ളി അറിയപ്പെടുന്നത്. CV രാമൻപിള്ള ഈ നോവൽ രചിച്ച വർഷം 1891. മലയാളി മെമ്മോറിയൽ നടന്ന വർഷം. നോവലിനൊരു പ്രത്യേകതയുണ്ട്. ഇത് കേരളത്തിലെ ആദ്യത്തെ ചരിത്ര നോവലിനും മാർത്താണ്ഡവർമ്മ അറിയപ്പെടുന്നത്. ഇനി ഇതേ പേരിൽ തന്നെയാണ് സിനിമ ഇറങ്ങിയത്. 1933 സിനിമ ഇറങ്ങിയത്. ഇവിടെ കൺഫ്യൂഷൻ അടിപ്പിക്കാൻ പാകത്തിന് ഒരു ഓപ്ഷനാണ് ചെമ്മീൻ. ചെമ്മീൻ എന്ന് പറയുന്ന നോവലുണ്ട്, സിനിമയുണ്ട്. അപ്പോൾ ചെമ്മീൻ എന്ന് പറഞ്ഞ നോവൽ എഴുതി തകഴി ശിവശങ്കരപ്പിള്ളയാണ്. എന്നാൽ ഈ ചെമ്മീൻ എന്ന് പറഞ്ഞ സിനിമ ഡയറക്റ്റ് ചെയ്തവരാണ് രാമു കാര്യാട്ട് എന്ന് പറഞ്ഞ മനുഷ്യനാണ്. ഈ തകഴി എഴുതിയ സെയിം കഥയിൽ നിന്നും എടുത്ത കഥ തന്നെയാണ് സിനിമയായിട്ട് വന്നത്. വിഗതകുമാരൻ അറിയാലോ, ഈ കേരളത്തിലിറങ്ങിയ ആദ്യത്തെ സിനിമയാണ് വിഗതകുമാരൻ. വിഗതകുമാരൻ ഇറങ്ങിയ വർഷം 1928 വിഗതകുമാരൻ ഇറങ്ങിയത്. JC ഡാനിയലാണ് സംവിധാനം ചെയ്തത്. അതുപോലെ മലയാള സിനിമയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാ? JC ഡാനിയൽ തന്നെയാണ് മലയാള സിനിമയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്. അതുപോലെ JC ഡാനിയൽ അവാർഡ് എന്ന് പറഞ്ഞൊരു അവാർഡ് കേരള സംസ്ഥാന സർക്കാർ കൊടുക്കുന്നുണ്ട്. അതെന്താണ്? മലയാള സിനിമയിൽ പരമോന്നത ബഹുമതിയായി കാണുന്ന ഒരു അവാർഡ് എന്നാണ്. JC ഡാനിയൽ അവാർഡാണ്. അതുപോലെ ഈ അവാർഡ് എന്തിനാണ് കൊടുക്കുന്നത്? ആയുഷ്കാല സംഭാവനകൾക്ക് വേണ്ടിയാണ്, ലൈഫ് ടൈം അച്ചീവ്മെൻറ്റിന് വേണ്ടിയാണ്. അത് ഡയറക്ടർമാർക്കോ അങ്ങനെയല്ല കൊടുക്കുന്നത്. അഭിനയിക്കുന്നവർക്കും അതുപോലെ തിരക്കഥാകൃത്തിനും അതുപോലെ ഡയറക്ടേഴ്സിനും എല്ലാവർക്കും ഈ അവാർഡ് കൊടുക്കും. ഇനി അവകാശികൾ എന്ന് പറഞ്ഞ നോവൽ എഴുത്തുകാരാ. ഇത് വിലാസിനി എന്ന് പറഞ്ഞ തുല്യ നാമത്തിൽ അറിയപ്പെടുന്ന MK മേനോനാണ്. കുട്ടിക്കൃഷ്ണ മേനോനാണ് ഇത് എഴുതിയത്. ഈ നോവലിനൊരു പ്രത്യേകതയുണ്ട്. എന്താണ്? ഇത് മലയാളത്തിലെ ഏറ്റവും നീളം കൂടിയ നോവലാണ്. ഏറ്റവും നീളം കൂടിയെന്ന് പറയുന്നത് എന്താണ്? 4000 പേജസ് വരും. ഇതിന് മുമ്പത്തെ ഒരു ക്വസ്റ്റ്യൻ, ഈ സെപ്റ്റംബർ 16 എന്താണ്? സെപ്റ്റംബർ 16 പ്രത്യേകതയുണ്ട്. ഇത് ഓസോൺ ഡേ ആണ്. സെപ്റ്റംബർ 16. അതുപോലെ
സെപ്റ്റംബർ 15 ഒരു പ്രത്യേകത ഉണ്ട്. സെപ്റ്റംബർ 15 പ്രത്യേകത എന്താ? അത് എൻജിനീയേഴ്സ് ഡേ ആണ്. എന്തുകൊണ്ടാണ് എൻജിനീയേഴ്സ് ഡേ എന്നറിയപ്പെടുന്നത്? എം വിശ്വേശ്വരയ്യയുടെ ജന്മദിനമായുണ്ട്. ഓക്കെ, 5ാമത്തെ ക്വസ്റ്റ്യൻ പോകാം. ചേരുംപടി ചേർക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കഥകളി ഏതാ? കഥകളി കൊട്ടാരക്കര തമ്പുരാൻ, അതുപോലെ ഓട്ടംതുള്ളൽ കുഞ്ചൻ നമ്പ്യാർ, അതുപോലെ ചെണ്ടാലപക്ഷി എന്ന് പറഞ്ഞ കവിത എഴുതിയ കുമാരനാശൻ, കൃഷ്ണഗാഥ എഴുതി ചെറുശ്ശേരി. ഓപ്ഷൻ എ ആണ് കറക്റ്റായിട്ട് വരുന്നത്. ഇവിടെ കഥകളി ഓട്ടംതുള്ളലും എന്താണ്? കലാരൂപങ്ങളാണ്. ചെണ്ടാലപക്ഷി എന്താണ്? കവിതാ സമാഹാരമാണ്. അത് കുമാരനാശൻ എഴുതിയത്. കൃഷ്ണഗാഥ എന്താണ്? ഒരു കവിത പോലത്തെ സംഭവം തന്നെയാണ്. അത് ചെറുശ്ശേരി എഴുതിയാണ്. കൃഷ്ണൻ്റെ ജീവിതകഥ കവിത പോലെ എഴുതി വെച്ചേക്കുന്നതാണ് കൃഷ്ണഗാഥ. ഇനി കേരളത്തിലെ ഇപ്പോഴത്തെ സാംസ്കാരിക വകുപ്പ് മന്ത്രിയല്ല, സജി ചെറിയാനാണ്. ഇയാൾക്ക് ഫിഷറീസും യുവജനക്ഷേമവും 2 വകുപ്പുകളുടെ പോർട്ട്ഫോളിയോയിലുണ്ട്. കേരളയുടെ കാര്യം നോക്കുകയാണെങ്കിൽ വി ശിവൻകുട്ടി എന്നാണ് വിദ്യാഭ്യാസ മന്ത്രിയാണ്. റോഷി അഗസ്റ്റിൻ വാട്ടർ അതോറിറ്റി അല്ലെങ്കിൽ ജലവിഭവ വകുപ്പ് മന്ത്രിയാണ്. റോഷി അഗസ്റ്റിൻ. ഇനി ഒരാളും കൂടെ ഉള്ളൂ, ജെ ചിഞ്ചുറാണിയും എന്ത് പോർട്ട്ഫോളിയോ കൈകാര്യം ചെയ്യുന്നത്? ഒന്ന് മൃഗസംരക്ഷണ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ജെ ചിഞ്ചുറാണിയാണ്. അതുപോലെ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണിയാണ്. ഇനി 7ാമത്തെ ചോദ്യം. ഇന്ത്യയിലെ അഗ്നിഹോത്രി എന്നറിയപ്പെടുന്ന ടെസ്സി തോമസിൻ്റെ ജന്മസ്ഥലം എവിടെയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ടെസ്സി തോമസ് എന്നാണ് ആലപ്പുഴക്കാരിയാണ്. അപ്പോൾ ടെസ്സി തോമസ് എന്ത് മേഖലയിലാണ് ശ്രദ്ധ കളിച്ചിരിക്കുന്നത്? DRDOയിൽ ഒരു ഉദ്യോഗസ്ഥയായിരുന്നു ടെസ്സി തോമസ്. ഇവരുടെ പ്രധാനപ്പെട്ട നേട്ടം എന്താ? ഇവരുടെ പ്രധാനപ്പെട്ട നേട്ടം അഗ്നി മിസൈൽസ്. അഗ്നി എന്താണ്? ICBM ആണ്. ICBM സ്റ്റാൻഡ് ഫോർ ഇൻ്റർ കോണ്ടിനെൻ്റൽ ബാലിസ്റ്റിക് മിസൈൽ. അഗ്നി മിസൈൽസിൻ്റെ ഡെവലപ്മെൻറ്റിൽ പ്രധാന പങ്ക് വഹിച്ച ഒരു വനിതയാണ് ടെസ്സി തോമസ്. അതുപോലെ തന്നെ ഇവർ തന്നെയാണ് അഗ്നി 5 സീരീസ്, അതായത് നമ്മൾ വികസിപ്പിച്ചെടുത്ത സ്കെയിൽ അനുസരിച്ചാണ്. നമ്മൾ അഗ്നി 1 തുടങ്ങി 2, 3, 4. ഇപ്പം നമ്മുടെ കയ്യിലുള്ള ഏറ്റവും മികച്ച ICBM അഗ്നി 5 ആണ്. അഗ്നി 5ൻ്റെ പ്രോജക്റ്റ് ഡയറക്ടറാണ് ആയിരുന്നു ടെസ്സി തോമസ്. അതുപോലെ ഇവർ തന്നെയാണ് മിസൈൽ വുമൺ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത്. ഇതുകൂടാതെ എന്താണ്? ഒരു മിസൈൽ പ്രൊജക്റ്റ് നേതൃത്വം വഹിച്ച ഇന്ത്യയിലെ ആദ്യത്തെ വനിത എന്ന നേട്ടവും ടെസ്സി തോമസിൻ്റെ കീഴിൽ തന്നെയാണ്. ഈ മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ആളാണ് APJ ആണ്. APJ അബ്ദുൽ കലാമാണ്. അപ്പോൾ APJ അബ്ദുൽ കലാം ആദ്യം എവിടെയാണ്? ആദ്യം ISROയിൽ ആയിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അതിനുശേഷം അദ്ദേഹം 1982 DRDOയിലേക്ക് മാറിയതിൻ്റെ മെയിൻ ലക്ഷ്യം എന്താണ്? ഇന്ത്യയിൽ ഒരു മിസൈൽ സിസ്റ്റം ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അപ്പം ഇദ്ദേഹം DRDOയിൽ ജോയിൻ ചെയ്തതിൽ പിന്നെയാണ് പല നമ്മളിപ്പോൾ കാണുന്ന മിസൈലുകൾ, അതായത് സർഫസ് ടു സർഫസ്, അതായത് ഒരു സർഫസിൽ നിന്നിട്ട് അടുത്ത സർഫസിൽ പോകുന്ന മിസൈലുകൾ, അതുപോലെ സർഫസ് ടു എയർ മിസൈലുകൾ. ഇപ്പോൾ ഒരു വിമാനം ഉണ്ടെങ്കിൽ അതിനെ അടിച്ചിടാൻ സർഫസ് ടു എയർ മിസൈലാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ ഒരു വിമാനത്തിൽ നിന്ന് വേറെ വിമാനത്തിലേക്ക് ലോഞ്ച് ചെയ്യുന്നതെന്ന് പറയുന്നത് എയർ ടു എയർ മിസൈൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ 3 സീരീസും ഡെവലപ്പ് ചെയ്തെടുക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച ആളാണ് APJ അബ്ദുൽ കലാം. ഇത് ഉപയോഗിക്കുന്ന സർഫസ് ടു സർഫസ് മിസൈൽ എന്നാണ്, പൃഥ്വി എന്നാണ് പേര്. രണ്ടും സർഫസ് ആണല്ലോ. ഭൂമിക്ക് എന്താണ് സംസ്കൃതത്തിൽ പറയുന്നത്? പൃഥ്വി എന്നാണ് പറയുന്നത്. അപ്പോൾ അത് ഓർത്തിരുന്നാൽ മതി. ഈ മിസൈൽ സീരീസിൽ ഇന്ത്യ തദ്ദേശമായി വികസിപ്പിച്ച ആദ്യത്തെ മിസൈലും എന്താണ്? പൃഥ്വിയാണ്. അതൊരു PYQ ആണ്. ഇതിനു മുമ്പ് ചോദിച്ചിട്ടുണ്ട്. അത് ഏത് പരീക്ഷയ്ക്കാണെന്ന് ഞാൻ ഓർക്കുന്നില്ല, ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ സർഫസ് ടു എയർ മിസൈലിന് പറയുന്നത് എന്താ? ആകാശ് എന്നാണ്. എയർ ടു എയർ മിസൈൽ, അതായത് വിമാനത്തിൽ നിന്ന് വേറെ വിമാനത്തിലേക്ക് ലോഞ്ച് ചെയ്യുന്ന, വേറെ വിമാനത്തിനെ നശിപ്പിക്കാൻ ഒരു വിമാനത്തിൽ നിന്ന് ലോഞ്ച് ചെയ്യുന്നതിന് പറയുന്ന പേര് അസ്ത്ര എന്നാണ്. മിസൈലുകളൊക്കെ ഡെവലപ്പ് ചെയ്തെടുക്കുന്നതിൽ APJ അബ്ദുൽ കലാമിൻ്റെ പങ്ക് വളരെ വലുതായിരുന്നു. നമ്മൾ ഈ സീരീസിൽ പറയുന്ന സാധനം തന്നെയാണ് അഗ്നി എന്ന് പറഞ്ഞാൽ ICBM ആണ്, ഇൻ്റർ കോണ്ടിനെൻ്റൽ ബാലിസ്റ്റിക് മിസൈൽ. ഒരു ഭൂഖണ്ഡത്തിൽ നിന്നും അടുത്ത ഭൂഖണ്ഡത്തിൽ പോയി വീഴുന്ന സർഫസ് ടു സർഫസ് മിസൈൽ തന്നെയാണ് അഗ്നി 5. പക്ഷേ റേഞ്ച് ഭയങ്കര കൂടുതലായിരിക്കുന്നുള്ളൂ. കൂടാതെ അത് സ്പേസിൽ ചെന്ന് കഴിഞ്ഞാൽ അത് എവിടെ വീഴുമെന്ന് തീരുമാനിക്കുകയുള്ളൂ. അതൊരു ആയുധം ഘടിപ്പിച്ച റോക്കറ്റ് തന്നെയാണ്. അതായത് സാറ്റലൈറ്റിന് പകരം ആയുധം ഘടിപ്പിച്ച് വിടുന്ന റോക്കറ്റ് തന്നെയാണ് ICBM എന്ന് പറയുന്നത്. നേരെ സ്പേസിൽ ചെല്ലും. സ്പേസിൽ ചെന്ന് കഴിഞ്ഞ്
അത് വീഴേണ്ട സ്ഥലം തീരുമാനിച്ച് അവിടെ പോയി വീഴും. മീൻസ് വീഴേണ്ട സ്ഥലം നേരത്തെ പ്രീ പ്രോഗ്രാം ചെയ്ത് വെച്ചിട്ടുണ്ടാവും, എന്നാലും സ്പേസിൽ ചെന്ന് കഴിഞ്ഞ് അത് ടാർഗറ്റ് ചെയ്യുന്ന സ്ഥലത്തേക്ക് പോവുള്ളൂ. റേഞ്ച് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര വലുതാണ്. 6000 കിലോമീറ്റർ, 8000 കിലോമീറ്റർ, അങ്ങനെ 1000 കിലോമീറ്ററിൻ്റെ കണക്കിലാണ് ICBMൻ്റെ റേഞ്ച് വരുന്നത്. അപ്പം ഇനി 8ാമത്തെ ക്വസ്റ്റിലേക്ക് ആവും. ഇന്ത്യൻ കായിക രംഗത്ത് പരമോന്നത പുരസ്കാരം ഏതെന്ന് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ഡി ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡാണ് ആൻസർ വരുന്നത്. നമ്മളിത് പേര് മാറ്റിയ കാര്യം പറഞ്ഞായിരുന്നു. 2021 പേര് മാറ്റിയത്. വെറും ഖേൽരത്ന എന്ന് പറഞ്ഞ അവാർഡായിരുന്നു, അത് പേര് മാറ്റി ധ്യാൻചന്ദിൻ്റെ പേരിലോട്ടാക്കിയായിരുന്നു. ഈ അവാർഡ് കൊടുത്തു തുടങ്ങിയ വർഷമാണ് 1991 കൊടുത്തു തുടങ്ങിയത്. 91 പ്രഖ്യാപിച്ചപ്പം ആർക്കത് കിട്ടിയത്? അത് വിശ്വനാഥൻ ആനന്ദ്, ചെസ് ഇതിഹാസം വിശ്വനാഥനാണ് കിട്ടിയത്. ഇനി ഈ ഖേൽരത്ന അവാർഡും ഈ അർജുന അവാർഡും നമ്മുടെ വ്യത്യാസം എന്താ? ഖേൽരത്ന അവാർഡ് എന്ന് പറയുന്നത് കായിക രംഗത്തെ സമഗ്ര സംഭാവനകൾക്ക് കൊടുക്കുന്ന അവാർഡാണ് എന്ത്? ഖേൽരത്ന അവാർഡ്. ഇനി അർജുന അവാർഡ് എന്ന് പറയുന്നത് ചിലപ്പം ഒരു ബെസ്റ്റ് പെർഫോമൻസിന് കൊടുക്കുന്നതായിരിക്കും. ഒളിമ്പിക്സിൽ സ്വർണം നേടി, അങ്ങനെയാണെങ്കിൽ എന്താണ് അവരുടെ ഒരു കരിയർ ബെസ്റ്റ് പെർഫോമൻസ് എന്നുള്ള രീതിയിൽ അർജുന അവാർഡ് കൊടുക്കും. ഇനി ദ്രോണാചാര്യ ട്രോഫി എന്താണ്? ദ്രോണാചാര്യ ട്രോഫി എന്ന് പറയുന്നത് ബെസ്റ്റ് കോച്ചസിന് കൊടുക്കുന്ന അവാർഡാണ് ദ്രോണാചാര്യ ട്രോഫി. ഒരു വർഷം തന്നെ ഈ അർജുന അവാർഡിലെ ദ്രോണാചാര്യ അവാർഡ് കുറേ പേർക്ക് തന്നെ കൊടുക്കും. അത് പല വിഭാഗങ്ങളിലാണ്. ഇപ്പോൾ റെഗുലർ വിഭാഗം അങ്ങനെയാണ്, ലൈഫ് ടൈം വിഭാഗം, അങ്ങനെ പല രീതിയിൽ ദ്രോണാചാര്യ അവാർഡ് തിരിച്ചിട്ടുണ്ട്. ഈ ദ്രോണാചാര്യ അവാർഡ് 1985 മുതൽ കൊടുക്കാൻ തുടങ്ങിയ സംഭവമാണ്. ഇനി ഓപ്ഷൻ സി എന്താ? മൗലാന അബ്ദുൽ കലാം ആസാദ് ട്രോഫി എന്ന് പറയുന്നത് മികച്ച യൂണിവേഴ്സിറ്റികൾക്ക് കൊടുക്കുന്ന, കായിക രംഗത്ത് നല്ല പ്രകടനം കാഴ്ചവെക്കുന്ന മികച്ച യൂണിവേഴ്സിറ്റികൾക്ക് കൊടുക്കുന്ന ഒരു ട്രോഫിയാണ് മൗലാന അബ്ദുൽ കലാം ആസാദ് ട്രോഫി. നിബന്ധന എന്താണെന്ന് വെച്ചാൽ കായിക രംഗത്ത് നാഷണൽ ലെവലിൽ മത്സരിക്കുന്ന യൂണിവേഴ്സിറ്റികളിൽ ഏറ്റവും കൂടുതൽ പോയിൻ്റ് ലഭിക്കുന്ന യൂണിവേഴ്സിറ്റികൾക്ക് കൊടുക്കുന്ന അവാർഡാണ് ഈ അവാർഡ്. ഓർത്തിരിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ ധ്യാൻചന്ദ്, അതായത് ഖേൽരത്ന ആദ്യമായിട്ട് ലഭിച്ച മലയാളിയാണ്. അത് KM ബീനാമോളാണ്. KM ബീനാമോളാണ്. ഇവരുടെ ഈവൻ്റ് എന്ന് പറയുന്നത് അത്ലറ്റിക്സ് ആണ്. 4x400 റിലേ ഒക്കെയാണ്. 4x400 റിലേ, അതുപോലെ 400 മീറ്ററിലൊക്കെയാണ് ഇവർ സ്പ്രിൻ്റാണ് മത്സരിച്ചുകൊണ്ടിരുന്നത്. രണ്ടാമത് കിട്ടിയത് അഞ്ജു ബോബി ജോർജിന് കിട്ടിയിട്ടുണ്ട്. പിന്നെ അവസാനമായിട്ട് 2021 PR ശ്രീജേഷിനും കിട്ടിയിട്ടുണ്ട്. ശ്രീജേഷ് ഇന്ത്യൻ ഹോക്കി ക്യാപ്റ്റനായിരുന്നു. ആദ്യം കിട്ടിയ ആളുടെ പേര് നല്ലോണം ഓർത്ത് വെച്ചു. KM ബീനാമോളാണ് ആദ്യമായിട്ട് ഖേൽരത്ന അവാർഡ് കേരളത്തിൽ നിന്ന് സ്വന്തമാക്കിയത്. ഇനി 9ാമത്തെ ചോദ്യം എന്താ? 2023 ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് നേടിയ മലയാള സിനിമാ നടൻ ആരാണെന്ന് ചോദിച്ചത്. അത് മോഹൻലാലാണ്. ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് ലഭിക്കുന്ന 54ാമത്തെ മനുഷ്യനാണ് ആര്? മോഹൻലാൽ. കൊടുത്തു തുടങ്ങുന്നതെന്ന് വെച്ചാൽ 1969 തൊട്ടാണ് ഇത് കൊടുത്തു തുടങ്ങുന്നത്. 2023 പ്രഖ്യാപിച്ച ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് ഇപ്പോഴാണ് കൊടുത്തു തുടങ്ങുന്നത്. ഇത് 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളോടൊപ്പമാണ് ഈ സാധനം കൊടുത്തത്. അതിൻ്റെ സ്റ്റാറ്റസും സ്റ്റോറിയൊക്കെയാണ് നമ്മൾ ഈയിടെയായിട്ട് കണ്ടുകൊണ്ടിരുന്നത്. സ്റ്റേജ് 1 ചോദിച്ചത് എന്താ? സ്റ്റേജ് 1 ചോദിച്ചത് 70ാമത്തെ ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളോടുകൂടി ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് കിട്ടിയ 53ാമത്തെ വ്യക്തി ആരാന്നാണ് ചോദിച്ചത്. അതെന്തായിരുന്നു? അത് മിഥുൻ ചക്രവർത്തിയായിരുന്നു. തൊട്ട അടുത്ത ആളുടെ കാര്യം ചോദിച്ചത്, മോഹൻലാലിൻ്റെ കാര്യം ചോദിച്ചത് 54ാമത്. ഇനി 69ാമത് നാഷണൽ ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തോടൊപ്പം ആർക്കാണ് കിട്ടിയത്? ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ്. അത് രജനീകാന്തിനാണ് കിട്ടിയത്. ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് എന്തിനാണ് കൊടുക്കുന്നത്? നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ സിനിമയിലെ സമഗ്ര സംഭാവനകൾക്ക് കൊടുക്കുന്ന അവാർഡാണ് എന്ത്? ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ്. എന്നാൽ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. കേരള നവോത്ഥാന രംഗത്ത് ധാരാളം മാറ്റങ്ങൾ വഴിതെളിച്ച അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന പ്രസിദ്ധമായ നാടകം രചിച്ച ആരാണ് ചോദിച്ചിരിക്കുന്നത്? അതാരാ? VT ഭട്ടതിരിപ്പാടാണ് കറക്റ്റ് ആൻസർ. PSC പഠിച്ചു തുടങ്ങുമ്പോൾ തൊട്ട് കേൾക്കുന്ന ഒരു ചോദ്യമാണ് എന്ത്? അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന പ്രസിദ്ധമായ നാടകം എഴുതിയത് ആരാണെന്ന് ചോദിച്ച് നമ്മൾ പഠിക്കുന്നത് എന്താണ്? VT ഭട്ടതിരിപ്പാട്. അത് കണ്ണടച്ച് എഴുതാൻ പറ്റുന്ന ആൻസറുള്ളൂ. ഈ നാടകത്തിൽ എന്താ പറയുന്നത്? 20ാം നൂറ്റാണ്ടിൽ കേരളത്തിലെ ബ്രാഹ്മണ സമൂഹത്തിൽ നിലനിന്നിരുന്ന അനാചാരങ്ങളെയൊക്കെ തുറന്നു കാണിക്കുന്ന
നാടകം ആണ് ഇത് സംഭവം. അടുക്കളയിൽ നരകത്തേക്ക്. CV രാമൻപിള്ളയെക്കുറിച്ച് നേരത്തെ പറഞ്ഞു. എന്താണ് ഇയാൾ കേരള സ്കൗട്ട് എന്നറിയപ്പെടുന്നു. മാർത്താണ്ഡവർമ്മ എന്ന നോവൽ എഴുതിയ കാര്യമൊക്കെ കുറച്ച് മുമ്പ് പറഞ്ഞായിരുന്നു. ഇനി ഓപ്ഷൻ A O ചന്തുമേനോൻ. എന്താണ് O ചന്തുമേനോൻ? നമുക്കറിയാവുന്ന ഇന്ദുലേഖ എന്ന് പറഞ്ഞ കൃതിയുടെ രചയിതാവാണ് O ചന്തുമേനോൻ. ഇന്ദുലേഖ എന്ന് പറഞ്ഞ നോവലിൻ്റെ പ്രത്യേകത എന്താ? ഇത് മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത നോവലായിട്ടാണ് കണക്കാക്കുന്നത്. ലാസ്റ്റ് എന്താ? AR രാജരാജവർമ്മ എന്ന് പറയുന്നത് കേരള പാണിനി എന്നറിയപ്പെടുന്ന ആളാണ് AR രാജരാജവർമ്മ. അങ്ങനെ അറിയാൻ എന്താ ഒരു കാരണം ഓടിക്കാൻ കാരണം ഇദ്ദേഹം എഴുതിയൊരു ബുക്കാണ് കേരള പാണിനീയം എന്ന്. മെയിനായിട്ട് മലയാളത്തിലെ ഗ്രാമറൊക്കെ പറഞ്ഞു പോകുന്നൊരു ഗ്രന്ഥമാണ്. മലയാള ഭാഷാ പഠനത്തിലെ ഒരു ആധികാരിക കൃതിയാണ് കേരള പാണിനീയം. അപ്പം ഗ്രാമറൊക്കെ പഠിക്കുന്നവരെന്താണ് വളരെ ശാസ്ത്രീയമായ ആവശ്യങ്ങൾക്ക്, അതായത് മലയാള ഭാഷാ വ്യാകരണത്തെ ശാസ്ത്രീയമായി പഠിക്കുന്നവർക്ക് വളരെ ഹെൽപ്ഫുള്ളായുള്ള ബുക്കാണ് കേരള പാണിനീയം. ഇത് കൂടാതെ ഇയാളൊരു കവി കൂടിയായിരുന്നു. മലയാളത്തിനും സംസ്കൃതത്തിലൊക്കെ കുറേ കവിത എഴുതിയിട്ടുണ്ട്. ഈ 11ാമത്തെ ചോദ്യം, ഇന്ത്യയുമായി കരാതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളിൽ ഉൾപ്പെടാത്ത രാജ്യമാണ് ഇത് ചെയ്യുന്നത്. എളുപ്പത്തിൽ പറയാൻ പറ്റും. മ്യാൻമറുമായിട്ട് കരാതിർത്തി പങ്കിടുന്നുണ്ട്, ഭൂട്ടാനുമായിട്ട് കരാതിർത്തി പങ്കിടുന്നു, അഫ്ഗാനിസ്ഥാനുമായിട്ട് ഇന്ത്യ ഏറ്റവും കുറവ് കരാതിർത്തി പങ്കിടുന്ന രാജ്യം ഏത്? അഫ്ഗാനിസ്ഥാനാണ്. 16 കിലോമീറ്ററുള്ളൂ. ഇനി തജാക്കിസ്ഥാനുമായിട്ട് പങ്കിടുന്നില്ല. അപ്പം ഓപ്ഷൻ A ആണ് കറക്റ്റ് ആൻസർ. ഇനി 12ാമത്തെ ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ നമ്മളെന്താ സ്റ്റേജ് ഫസ്റ്റിൽ ഇതിൻ്റെ ക്വസ്റ്റ്യനും ആൻസറും പറഞ്ഞു പോയതാണ്. അപ്പോൾ ആൻസർ എന്താ? ഷിക്കിലെയാണ് ആൻസർ. ലിപ് എന്ന് പറയുന്നത് ഉത്തരാഖണ്ഡും ടിബറ്റും കൂടെ കണക്ട് ചെയ്യുന്നത്. നാഥുല പാസ് സിക്കിമിനെ ടിബറ്റിനെയും കണക്ട് ചെയ്യുന്നത്. ഇനി സോജില പാസ് ഇത് ശ്രീനഗർ ടു കാർഗിലാണ് കണക്ട് ചെയ്യുന്ന പാസ്സാണ് സോജില പാസ്. ഇനി 13ാമത്തെ ക്വസ്റ്റ്യൻ കാരക്കോറം പർവ്വത നിരയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പം കാരക്കോറം പർവ്വത നിരയിലാണ് ഗോൾഡൻ ഓസ്റ്റിൻ സ്ഥിതി ചെയ്യുന്നതുള്ള കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. ഈ ഗോൾഡൻ ഓസ്റ്റിൻ്റെ വേറൊരു പേരെന്താണ്? മൗണ്ട് K2 എന്നാണ്. അപ്പോൾ K2വിൻ്റെ ഹൈറ്റ് എത്ര? 8611 മീറ്ററാണ് ഗോൾഡൻ ഓസ്റ്റിൻ്റെ ഹൈറ്റ്. ഇത് എവിടെയാണ്? POKയിലാണ് സ്ഥിതി ചെയ്യുന്നത്, അതായത് തർക്കമേഖലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. പൂർണ്ണമായി ഇന്ത്യ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഹൈറ്റുള്ള പീക്ക് ഏതാണ്? അത് 8586 മീറ്റർ പൊക്കമുള്ള കഞ്ചൻജംഗ കൊടുമുടിയാണ്. സിക്കിമിലാണ് അത് സ്ഥിതി ചെയ്യുന്നത്. ഈ ഹൈറ്റൊക്കെ T/2 ആട്ടോ. അത് ഇതിനു മുമ്പ് ചോദിച്ചിട്ടുള്ള സംഭവമാണ്. ഇനി രണ്ടാമത് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് എന്താ? ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഗോൾഡൻ ഓസ്റ്റിനാണ്. ഇത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. അതായത് K2 അഥവാ ഗോൾഡൻ ഓസ്റ്റിൻ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ കൂട്ടിയിട്ടില്ല. ഈ 3ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് കാരക്കോറം പർവ്വതനിരയുടെ തുടർച്ചയാണ് ടിബറ്റിലെ കൈലാസ പർവ്വതനിരകൾ എന്ന് പറയുന്നത് കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. അപ്പോൾ ഇവിടെ ചോദിച്ചത് ശരിയായ പ്രസ്താവന ഏതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 1 ശരിയാണ്, 3 ശരിയാണ്. ഓപ്ഷൻ C ആണ് കറക്റ്റ് ആൻസർ. ഇനി ഇവിടെ POKയിൽ സ്ഥിതി ചെയ്തിട്ടും എന്തുകൊണ്ടാണ് ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിൽ കൂട്ടാത്തതെന്ന് ചോദിച്ചാൽ കാരണം ഞാനൊരു പടം കാണിച്ചു തരാം. അപ്പം ഇത് കാശ്മീർ ഹിമാലയയുടെ ഒരു മാപ്പാണ് ഇപ്പോൾ ഇവിടെ കാണിച്ചേക്കുന്നത്. അപ്പോൾ ഇവിടെ കാരക്കോറം റേഞ്ച് കാണാം, അതുപോലെ എല്ലെന്ന് എഴുതിയിരിക്കുന്നുണ്ട്, അതാണ് ലഡാക്ക് റേഞ്ച്. ഇസഡ് സസ്കറിന് എഴുതിയിരിക്കുന്നത് കാണാം. ഇവിടെ ഈ ലഡാക്ക് റേഞ്ചിൻ്റെ താഴോട്ട് കാണുന്ന ഭാഗങ്ങൾ മാത്രമേ ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. മുകളിലേക്കുള്ള സ്ഥലങ്ങളെല്ലാം ഭൂമിശാസ്ത്രമായിട്ട് ഒത്തിരി വ്യത്യാസമുള്ള സ്ഥലങ്ങളാണ്. ആ കാരക്കോറം റേഞ്ചിൽ ഉള്ള ഒരു പീക്കാണ് മൗണ്ട് K2. അതാണ് ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിൽ പെടാത്തത്. ഇനി നമുക്ക് 3ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഇല്ലേ, കാരക്കോറം പർവ്വതനിരയുടെ തുടർച്ചയാണ് ടിബറ്റിലെ കൈലാസ പർവ്വതം എന്നുള്ളത്. അത് കറക്റ്റാണ്. ഈ കാരക്കോറം പർവ്വതനിര അത് കഴിഞ്ഞ് ഇങ്ങനെ ടിബറ്റിൻ്റെ ഭാഗത്തേക്ക് പോവുകയാണ്. ഈ കൈലാസ പർവ്വതത്തിൽ നിന്നാണ് ഏതൊക്കെ നദികൾ ഉത്ഭവിക്കുന്നത്? ബ്രഹ്മപുത്ര, സിന്ധു, അതായത് സത്ലജ്, അതുപോലത്തെ നദികളൊക്കെ ഉത്ഭവിക്കുന്നു. അതൊക്കെ അവിടെ നിന്ന് ഉത്ഭവിച്ച്
സിന്ധു എന്താണ്? സിന്ധു കറങ്ങി ഇങ്ങോട്ട് ഒഴുകും. ബ്രഹ്മപുത്ര ഇങ്ങോട്ട് ഒഴുകും. സത്ലജ് ഇന്ത്യയിലേക്ക് കയറിയതിന് ശേഷം പിന്നെ സിന്ധുവിൻ്റെ ഒരു കൈവഴിയല്ല, ഓൾറെഡി ഒരു കൈവഴിയാണ്. ഇന്ത്യയിലേക്ക് കയറിയ ശേഷം അത് സിന്ധുവിൽ ചെന്ന് ജോയിൻ ചെയ്യും. സത്ലജ് ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്ന ഏത് ചുരം വഴിയാണ്? അത് ഷിക്കില ചുരം വഴിയാണ്. അത് ഒരു പി വൈക്ക് ക്വസ്റ്റ്യൻ ആണ്. അപ്പം അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. കളഞ്ഞേക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? അടുത്ത ക്വസ്റ്റ്യൻ താഴെ തന്നിരിക്കുന്ന ഉപദ്വീപിയൻ നദികളിൽ ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. നർമ്മദാ നദി ഉത്ഭവിക്കുന്ന ഛത്തീസ്ഗഡിലെ മെക്കാല മലനിരകളിൽ നിന്നാണെന്ന് കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. ഇനി കൃഷ്ണ നദിയുടെ പോഷക നദികളാണ് ശബരി, ഇന്ദ്രാവതി എന്നുള്ളത് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. ഈ ശബരി, ഇന്ദ്രാവതി ഏത് നദിയുടെ പോഷക നദിയാണ്? അത് ഗോദാവരിയുടെ പോഷക നദിയാണ്. നമ്മളോട് പറഞ്ഞെങ്കിൽ കൃഷ്ണയുടെ എന്നാണ് പറഞ്ഞത്. അത് തെറ്റാണ്. കൃഷ്ണ നദിയുടെ പ്രധാന പോഷക നദികൾ ഏതൊക്കെയാണ്? 1 ഭീമ, 2 എന്താണ് മുസി, 3 എന്താ തുംഗ, തുംഗഭദ്ര. ഇതാണ് പ്രധാനമായിട്ടും കൃഷ്ണ നദികളുടെ 3 പോഷക നദികൾ. ഇനി മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താ? ഉപദ്വീപിയൻ നദികൾക്ക് അപരാധന തീവ്രത താരതമ്യേന കുറവാണെന്നുള്ള പ്രസ്താവന എന്താ? ശരിയായിട്ടുള്ള പ്രസ്താവന. അപ്പം ഇവിടെ ശരിയായിട്ടുള്ള പ്രസ്താവന ഏതാ? 1, 3 സി ആണ് കറക്റ്റ് ആൻസർ. ഇവിടെ കൃഷ്ണ നദി ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ്? കൃഷ്ണ നദി ഉത്ഭവിക്കുന്നത് മഹാരാഷ്ട്രയിലെ മഹാബലേശ്വറിൽ നിന്നാണ്. അത് ഓർത്തിരിക്കാൻ എളുപ്പമുണ്ട്. കൃഷ്ണ എന്നാണ് ബലേശ്വറിനാണ് ഓർത്തിരുന്നാൽ മതി. മഹായിൽ തന്നെ മഹാരാഷ്ട്രയുണ്ട്. അപ്പോൾ സംസ്ഥാനവും കിട്ടി. ഞാൻ ഓർത്തിരിക്കുന്ന രീതി പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. എന്നാലും അത് കണക്ട് ചെയ്തെടുക്കാൻ പറ്റും. എന്നാലും ഇനി മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, ഈ ഉപദ്വീപിയൻ നദികൾക്ക് അപരാധന എന്ന് വെച്ചാൽ എന്താ? അത് പോകുന്ന വഴിയിലുള്ള പാറകളുടെ മണ്ണിനെയൊക്കെ വലിച്ചുകൊണ്ട് പോകുന്ന രീതിയാണ് അപരാധന. അത് താരതമ്യേന കുറവായിരിക്കും. കാരണം എന്താ? ഹിമാലയ നദികളെ പോലെ ശക്തമായിട്ട് ഒഴുക്കോ വലിയ അളവിലുള്ള അലൂവിയൽ ഡെപ്പോസിറ്റ്സോ ഇങ്ങനത്തെ ഈ നദികൾക്കില്ല. ഇതിന് വെള്ളം എന്ന് പറയുന്നത് പൂർണ്ണമായിട്ട് മഴയെ ആശ്രയിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് പോകുന്ന വഴിക്ക് അത് വലിയ കല്ലുകളെയോ അല്ലെങ്കിൽ മണ്ണിൻ്റെ പാടുകളെയൊന്നും ഒഴുക്കിക്കൊണ്ട് പോകുന്നില്ല. അതുപോലെ തന്നെ പെൻസില റിവേഴ്സിന് ഇനി ഓർത്തിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അത് കിഴക്കോട്ട് ഒഴുകുന്നുണ്ട്, പടിഞ്ഞാട്ട് ഒഴുകുന്നുണ്ട്. അപ്പോൾ കിഴക്കോട്ട് ഒഴുകുന്ന 3 ഏതാണ്? 1 കൃഷ്ണ, ഗോദാവരി, മഹാനദി, കാവേരിയാണ്. ഇത്രയാണ് കിഴക്കോട്ട് ഒഴുകുന്ന ടീം. അതേസമയം പടിഞ്ഞാട്ട് ഒഴുകുന്ന ടീം ഏതൊക്കെയാണ്? 1 താപ്തി, മറ്റേത് നർമ്മദയാണ്. താപ്തി ആട്ടോ, താപ്തി. അപ്പം ഇവരുടെ എല്ലാവരും എന്താണ് ഒറിജിനും പഠിക്കണം. അതുപോലെ കൈവഴികൾ, അതായത് ട്രിബ്യൂട്ടറീസിൻ്റെ പേരും കാണാൻ പഠിച്ചു വയ്ക്കണം. എപ്പോഴും ചോദിക്കുന്നതാണ്. കൂടാതെ പിന്നെ എന്താ? നീളോടെ പഠിക്കണം. 15ാമത്തെ ക്വസ്റ്റ്യൻ എന്താ? ഒഡീഷയിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട ഇരുമ്പുരുക്ക് നിർമ്മാണശാല എവിടെയാണ് ചോദിച്ചിരിക്കുന്നത്? ആൻസർ എന്താ? സുന്ദർഗഡാണ്. ഷിമോഗോ സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? കർണാടകയിലാണ്. അതേസമയം സിംഗ്ഭൂം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ജാർഖണ്ഡിലുമാണ് സ്ഥിതി ചെയ്യുന്നത്. ജാർഖണ്ഡിൽ സ്ഥിതി ചെയ്യുന്ന വേറൊരു പ്രസിദ്ധമായ ഇരുമ്പുരുക്ക് നിർമ്മാണശാലയുണ്ട്. അതിൻ്റെ പേരെന്താണ്? അതിൻ്റെ പേര് ബൊക്കാറോ എന്നാണ്. അതിൻ്റെ കൂടെ തന്നെ പറയുന്ന ഒരു ഇരുമ്പുരുക്ക് നിർമ്മാണശാലയാണ് എന്ത്? ഭിലായി. അതെവിടെയാണ്? ഛത്തീസ്ഗഡിലാണ് അത്. അപ്പം ബൊക്കാറോയും ഭിലായും എന്താണ്? സെക്കൻഡ് 5-year പ്ലാനിൽ പണി കഴിപ്പിച്ചതാണ്. എന്നാൽ ഫസ്റ്റ് 5-year പ്ലാനിൽ ഉണ്ടാക്കിയ ഒരു പ്ലാനുണ്ട്. അതിൻ്റെ പേരെന്താണ്? റൂർക്കേല എന്നാണ്. അതെവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? അത് ഈ ഒഡീഷയിൽ തന്നെയാണ് അത് സ്ഥിതി ചെയ്യുന്നത്. ആ കാലത്ത് തന്നെ നിർമ്മിച്ച വേറൊരെണ്ണം കൊണ്ടുണ്ട്, ദുർഗാപൂർ എന്ന് പറയും. അതെവിടെയാണ്? വെസ്റ്റ് ബംഗാളിലാണ്. സെക്കൻഡ് 5-year പ്ലാനിൽ പണി കഴിപ്പിച്ച ബൊക്കാറോ ജാർഖണ്ഡിലെ, ഭിലായ് ഛത്തീസ്ഗഡിലുമുള്ള പ്ലാന്റ് 2 പേരും 2
പ്ലാന്റും ഒരു രാജ്യത്തിൻ്റെ സഹായത്തോടുകൂടി ഉണ്ടാക്കി. അതായത് USSRന്റെ സഹായത്തോടു കൂടിയാണ് ഉണ്ടാക്കിയത്. എന്നാൽ ഇവിടെ റൂർക്കേല ഇത് ജർമ്മനാണ് നമ്മളെ സഹായിച്ചത്, ജർമ്മനിയാണ് സഹായിച്ചത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. ദേശീയ ജലപാത NW3 കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചേക്കുന്നത്. ആൻസർ ഏതാ? കേരളമാണ് ആൻസർ. NW3 എവിടെ തൊട്ട് എവിടെ വരെയാണ്? കൊല്ലം മുതൽ കൊല്ലം ടു കോട്ടപ്പുറമാണ് ആൻസർ. സ്ഥലം എവിടെ മുതൽ എവിടെ വരെയാന്ന് ചോദിച്ചാൽ കൊല്ലം ടു കോട്ടപ്പുറം. നാഷണൽ വാട്ടർവേ 1 എന്താണ്? അത് ഏതൊക്കെ സ്ഥലങ്ങളെയാണ് കണക്ട് ചെയ്യുന്നത്? ഒന്ന് പ്രയാഗ്രാജിൽ നിന്നും ഹാൽഡിയ വരെ അത് കണക്ട് ചെയ്യുന്നത്. 1620 കിലോമീറ്റർ ഉണ്ട് നീളമുണ്ടായിരുന്നു. ഏതൊക്കെ നദികളെ ബന്ധിപ്പിച്ച? മെയിനായിട്ട് ഗംഗയാണ്. ഗംഗ, ഭഗീരഥി, ഹൂഗ്ലി നദികളെ ബന്ധിപ്പിച്ചാണ് എന്ത് നാഷണൽ വാട്ടർവേ 1. ഇനി നാഷണൽ വാട്ടർവേ 2 ഏതാണ്? അത് ആസാമിലെ സാദിയയിൽ നിന്ന് ദുബ്രി വരെയാണ് ഉള്ളത്. ഏത് നദിയിലാണെന്ന് ചോദിച്ചാൽ ബ്രഹ്മപുത്ര നദികൾ. അപ്പോൾ ഇത് രണ്ടും പഠിച്ചു വെച്ചോളൂ. അപ്പോൾ നാഷണൽ വാട്ടർവേ 3 കഴിഞ്ഞാൽ പിന്നെ NW8 ആണ് കേരളത്തിൽ കൂടെ പോകുന്നത്. ഇത് കറക്റ്റായിട്ട് അറിയില്ല. ആലപ്പുഴ ജില്ലയിലെ ഏതൊരു സ്ഥലത്താണ്, അത് അറിയാവുന്ന താഴെ കമൻറ്റ് ചെയ്യുക. ആലപ്പുഴ ജില്ലയിലെ കോട്ടയം ജില്ല എനിക്ക് തോന്നുന്നു ചങ്ങനാശ്ശേരിയായിട്ട് കണക്ട് ചെയ്യുന്ന ആണെന്ന് തോന്നുന്നു നാഷണൽ വാട്ടർവേ. തെറ്റുണ്ടെങ്കിൽ അടിയിൽ കമൻറ്റ് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. അതായത് ഇന്ത്യയിലെ പ്രധാന ആണവോർജ്ജ നിലയമായ റാവത്ത്പട്ട് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചത്. വരുന്ന ഓപ്ഷൻ ഡി രാജസ്ഥാനാണ്. ഇനി ഈ ഗുജറാത്തിലുള്ള എന്താണ്? ഗുജറാത്തിലുള്ള കക്ര പാർക്ക് എന്ന് പറയുന്ന ആണവ നിലയം കക്രപ്പാറ. ഇനി മധ്യപ്രദേശിൽ വർക്കിംഗ് ആയിട്ട് ഒരു ആണവ നിലയമില്ല. മഹാരാഷ്ട്രയിൽ എന്താണ്? താരാപൂറുണ്ട്. മഹാരാഷ്ട്രയിൽ നമ്മൾ നേരത്തെ പറഞ്ഞ താരാപൂർ എന്ന് പറയുന്ന പ്ലാന്റാണ് ഇന്ത്യയിലെ ആദ്യത്തെ ന്യൂക്ലിയർ പവർ പ്ലാന്റ്. അത് 1969 കമ്മീഷൻ ചെയ്തത്. ആരാണ് കമ്മീഷൻ ചെയ്തതെന്ന് ചോദിച്ചാൽ അന്നത്തെ പ്രധാനമന്ത്രിയാണ് ഇന്ദിരാഗാന്ധിയാണ് കമ്മീഷൻ ചെയ്തത്. ഇതിന് പറഞ്ഞത് എന്താ? മഹാരാഷ്ട്രയിലെ മോഹ മുതൽ കർണാടകയിലെ മംഗലാപുരം വരെ സഞ്ചരിക്കുമ്പോൾ കൊങ്കൺ റെയിൽവേ പിന്നിടുന്ന നദികളുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചത്. 146. ഇനി ഇത് കമ്മീഷൻ ചെയ്ത വർഷം 1998 ഇത് കമ്മീഷൻ ചെയ്തത്. ഇതിൻ്റെ പ്രൊജക്റ്റ് ഡയറക്ടർ ആയിരുന്ന ഒരു മലയാളിയായ വ്യക്തിയാണ്. മെട്രോമാൻ എന്നൊക്കെ അറിയപ്പെടുക. താര അത് ഈ ശ്രീധരനാണ്. ഇതിൽ മൊത്തം 1858 പാലങ്ങളുണ്ട്. ഇത് PYQ എന്ന് ചോദിച്ചു കണ്ടില്ല, പക്ഷേ നമ്മുടെ ഫയർ പോലത്തെ ബുക്കുകളിലൊക്കെ ഇത് എഴുതി വെച്ചിട്ടുണ്ട്. പഠിച്ചു വെച്ചാൽ നദികളുടെ എണ്ണം ചോദിക്കാനുള്ള പാലങ്ങളുടെ എണ്ണം ചോദിച്ചാൽ എന്താ കുഴപ്പം? അടുത്ത ചോദ്യം നോക്കാം. ബംഗാളിലെ ആദ്യകാല വർത്തമാന പത്രം ഏതാണെന്ന് ചോദിച്ചത്. PSC കൊടുത്തേക്കുന്ന ആൻസർ എന്ന് പറയുന്നത് സുലഭ് സമാചാരമാണ്. പക്ഷേ ഇതിലൊക്കെ എത്രയും മുമ്പാണ് ബംഗാൾ ഗസറ്റ് എന്ന് പറഞ്ഞ പത്രം വന്നത്. അതിന്ന് 1780 വന്ന. ഇത് ഞാൻ നോക്കിയപ്പോൾ സുലഭ് സമാചാരം 1870 വന്നത്. 100 വർഷത്തിൻ്റെ ഗ്യാപ്പുണ്ട്. ഇങ്ങനെയല്ല ക്വസ്റ്റ്യൻ ഉദ്ദേശിച്ചത്. അതായത് ആദ്യത്തെ ഇന്ത്യയിൽ പ്രസിദ്ധീകരിച്ച ബംഗാളി ന്യൂസ് പേപ്പർ ഏതാണെന്ന് ചോദിച്ചാൽ ഇത് രണ്ടുമല്ല. എന്താണ്? സമാചാർ ദർപ്പണാണ്. ഈ പേര് പിന്നെയും കേട്ടിട്ടുണ്ടാവും, സമാചാർ ദർപ്പൺ. ഈ ക്വസ്റ്റ്യനിൽ എന്തോ ചെറിയൊരു കുഴപ്പമുണ്ട്. മിക്കവാറും ക്യാൻസലായി പോകുമായിരിക്കും. ഇനി രാജ്യസമാചാരം ഉണ്ട്. കേരളത്തിൽ പ്രസിദ്ധീകരിച്ച ആദ്യത്തെ പത്രമാണ്. വർഷം എന്നാ? സ്വാതന്ത്ര്യം കിട്ടുന്നതിന് 100 വർഷം മുമ്പ്, 1847. ഇതിൻ്റെ പത്രാധിപൻ ആരാ? ഇതിൻ്റെ പത്രാധിപര് എന്താണ്? ഹെർമൻ ഗുണ്ടറ്റാണ്. ഇനി സംവാദ് കൗമുദി എന്താണ്? സംവാദ് കൗമുദി പത്രം തന്നെയാണ്. അത് പ്രസിദ്ധീകരിച്ച ആളുടെ പേരിലാണ് ഫേമസ്. എന്താണ്? അത് രാജാറാം മോഹൻ റോയ് പ്രസിദ്ധീകരിച്ച പത്രമാണ്. ഇത് സ്റ്റാർട്ട് ചെയ്ത വർഷം എന്നാ? 1821 സ്റ്റാർട്ട് ചെയ്തതാണ്. ഞാൻ പറഞ്ഞു, സുലഭ് സമാചാരമൊക്കെ വരുന്നതിന് കുറേ കാലം മുമ്പ് തന്നെ പല ന്യൂസ് പേപ്പറും ഉണ്ടായിരുന്നു. സംവാദ് കൗമുദി ഒരു ബംഗാളി ന്യൂസ് പേപ്പറായിരുന്നു. നേരത്തെ പറഞ്ഞു രാജാറാം മോഹൻ റോയ് ആണ് പബ്ലിഷ് ചെയ്തത്. ഒത്തിരി ഇന്ത്യൻ റിനൈസൻസ്, അതായത് ഇന്ത്യൻ നവോത്ഥാനത്തിലൊക്കെ
പങ്കുവഹിച്ചിട്ടുള്ള ന്യൂസ് പേപ്പറാണത്. ഇനി ബോംബെ സമാചാറിൻ്റെ പ്രത്യേകത എന്താ? കണ്ടിന്യൂസ് ആയിട്ട് സർക്കുലേറ്റ് ചെയ്യുന്ന, ഇപ്പോഴും സർക്കുലേറ്റ് ചെയ്യുന്ന ഏറ്റവും പഴക്കമുള്ള പത്രം ഏതാണ്? അത് ബോംബെ സമാചാറാണ്. സ്റ്റാർട്ട് ചെയ്ത ആളുടെ പേരെന്താ? ഫർത്തൂൻജി മസ്ബാൻ എന്നാണ് ആളുടെ പേര്. ഇനി ബംഗാൾ ഗസറ്റ് സ്റ്റാർട്ട് ചെയ്ത ആളുടെ പേരെന്താണ്? അത് ജെയിംസ് ഹിക്കി എന്നാണ്. അത് ഹിക്കീസ് ഗസറ്റ് എന്നാണ് അതിൻ്റെ നിക് നെയിം തന്നെ. അങ്ങനെയാണ് ഹിക്കീസ് ഗസറ്റ്. ജെയിംസ് ഹിക്കിയാണ് ബംഗാൾ ഗസറ്റ് സ്റ്റാർട്ട് ചെയ്തത്. ഇനി 20ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്ന റാബി വിള അല്ലാത്ത ഏതെന്നാണ് ചോദിക്കുന്നത്? പുകയില ഒരു റാബി വിളയാണ്, കടുക് ഒരു റാബി വിളയാണ്, ഗോതമ്പ് എന്താണ്? റാബി വിളയാണ്. തന്നിരിക്കുന്നതിൽ പരുത്തിയാണ് അല്ലാത്തത്. ഇനി റാബി വിള എന്ന് പറഞ്ഞാൽ എന്താണ്? അത് വിൻ്റർ തണുപ്പ് സമയത്ത് കൃഷി ചെയ്യുന്നതാണ്. ഒക്ടോബർ ഡിസംബറിൽ വിതയ്ക്കും, അതുപോലെ മാർച്ച് ഏപ്രിൽ കൊയ്യും. ഇവിടെ കോട്ടൺ എന്ന് പറയുന്നത് എന്താ? കോട്ടൺ പരുത്തി, അത് ഖാരിഫ് വിളയാണ്. ഇത് ഖാരിഫ് ക്രോപ്പാണ്. ഖാരിഫ് ക്രോപ്സ് വിതയ്ക്കുന്ന എപ്പോഴാണ്? അതായത് സോയ് ചെയ്യുന്ന ജൂൺ ജൂലൈ മഴ തുടങ്ങുന്ന സമയത്ത്, മൺസൂൺ മഴ തുടങ്ങുന്ന സമയത്ത് സോയ് ചെയ്യും. ഇനി ഹാർവെസ്റ്റ് ചെയ്യുന്ന സെപ്റ്റംബർ ഒക്ടോബർ സമയത്ത് ഹാർവെസ്റ്റ് ചെയ്യും. അതുപോലെ മൺസൂണെ ആശ്രയിച്ച് കൃഷി ചെയ്യുന്ന ഒരു സംഭവമാണ് ഖാരിഫ്. ഇവിടെയൊക്കെ നോക്കിയാൽ മതി. എന്താണ് അരിയൊക്കെ എന്താ ഖാരിഫിലാണ് പെടുന്നത്. മഴയില്ലാതെ അരി കൃഷി ചെയ്യാൻ പറ്റുമോ? പ്രത്യേകത എന്താ? കേരളത്തിലെ 3 സീസണിലും വേണേൽ അരി കൃഷി ചെയ്യാൻ പറ്റും. നോർത്ത് ഇന്ത്യയിലൊക്കെ എന്താണ് ഖാരിഫ് സമയത്ത്, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു മൺസൂൺ സമയത്ത് മാത്രമേ അരി കൃഷി ചെയ്യാൻ പറ്റുള്ളെങ്കിൽ കേരളത്തിൽ 3 സീസണിലും അരി കൃഷി ചെയ്യാൻ പറ്റും. ആ 3 സീസണിലും അരി കൃഷി ചെയ്യുന്ന ഇതിൻ്റെ പേരെന്താ? ഒന്ന് വിരിപ്പ്, ഓട്ടം സമയത്ത് കൃഷി ചെയ്യുന്നതാണ് വിരിപ്പ്. പിന്നെ മുണ്ടകൻ, അതായത് അവിടുത്തെ റാബി സമയത്ത് നമ്മളിവിടെ അരി കൃഷി ചെയ്യുന്നതിനാണ് മുണ്ടകൻ എന്ന് പറയുന്നത്. പിന്നെ പുഞ്ച എന്ന് പറയുന്നത് സമ്മർ സീസണിൽ അരി കൃഷി ചെയ്യുന്നതിന് പറയുന്നത്. അപ്പോൾ 21ാമത്തെ ക്വസ്റ്റ്യൻ, ബ്രഹ്മസമാജത്തെ പറ്റി ശരിയായിട്ടുള്ള പ്രസ്താവന ഏതെല്ലാമെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ബ്രഹ്മസമാജം ആരാ സ്റ്റാർട്ട് ചെയ്തത്? 1828 ആരാ? രാജാ റാംമോഹൻ റോയിയാണ് ബ്രഹ്മസമാജം സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ രാജാ റാംമോഹൻ റോയിയെ പറ്റി പഠിക്കുമ്പോൾ ബേസിക്കായിട്ട് പഠിക്കുന്നൊരു സംഭവമാണ് എന്ത്? സതി, ശൈശവവിവാഹം എന്നിവ അവസാനിപ്പിക്കാൻ മുൻകൈ എടുത്ത ഒരാളാണ് രാജാ റാംമോഹൻ റോയ്. പുള്ളി അറിയപ്പെടുന്നത് തന്നെ എന്താ? ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നാണ് അറിയപ്പെടുന്നത്. 3 അങ്ങ് വെട്ടിക്കളഞ്ഞില്ല. ഇവിടെ 3 ഇല്ല. 3ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ ഇല്ല. 3ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ ഇല്ല. 3ാമത്തെ സ്റ്റേറ്റ്മെൻറ്റുള്ള ഇവിടെ മാത്രമേ ഉള്ളൂ. അതാണ് കറക്റ്റ് ആൻസർ. ഒരു സംഭവം അറിയത്തില്ലെങ്കിലും ആ 3ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് അറിയാമെങ്കിൽ എന്താണ് ഇതിനകത്ത് സിമ്പിളായിട്ട് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. ഇനി ബ്രഹ്മസമാജം കൊണ്ട് എന്തൊക്കെയാണ് ഉദ്ദേശിച്ചത്? ജാതി വ്യവസ്ഥയെ നിർമ്മാർജ്ജനം ചെയ്യാന്ന് പറഞ്ഞാൽ ശരിയായ പ്രസ്താവന. സ്ത്രീകൾക്ക് എതിരായ വിവേചനം എന്നായിരിക്കും കേട്ടോ അവർ ഉദ്ദേശിച്ചത്. വിവേചനം എന്നായിപ്പോയി. വിവേചനം അവസാനിപ്പിക്കുക, അതും കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. ഇനി സതി നിരോധിക്കാനുള്ള ഉത്തരവ് പുറപ്പെടുവിപ്പിച്ച ഗവർണർ ജനറൽ ആരാ? അത് 1829 ആരാ? വില്യം വെൻഡിക്കാണ് സതി നിരോധിച്ചുകൊണ്ടുള്ള ഉത്തരവ് പുറപ്പെടുവിപ്പിക്കുന്നു. ഇനി സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയുടെ ഭാഗമാകാൻ വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങൾ ഏതെല്ലാമെന്ന് ചെയ്യുന്നത്? ആൻസർ ചെയ്താൽ ഹൈദരാബാദ്, ജുനഗഡ്, കാശ്മീർ. ഇവിടെ ഹൈദരാബാദിൽ എന്താണ് മിലിറ്ററി ഓപ്പറേഷൻ നടത്തുന്നതാണ്. ജുനഗഡ് റഫറണ്ടം ഉപയോഗിച്ചു, അതായത് ഹിതപരിശോധന, ജനങ്ങൾക്കിടയിൽ അഭിപ്രായ സർവേ നടത്തി ജുനഗഡ് ഇന്ത്യയുടെ ഭാഗമായി. കാശ്മീർ എന്താണ്? ഇവിടെ കാശ്മീർ ഇൻസ്ട്രുമെൻ്റ് ഓഫ് സക്സഷൻ എന്ന് പറഞ്ഞ ഒരു എഗ്രിമെൻ്റ് സൈൻ ചെയ്തിട്ടാണ് ഇന്ത്യയുടെ ഭാഗമായത്. ഹൈദരാബാദിൽ നടത്തിയ ഓപ്പറേഷൻ്റെ പേരെന്താണ്? ഓപ്പറേഷൻ പോളോ എന്നാണ് അതിൻ്റെ പേര്. ഇത് നടന്ന വർഷം എന്ന് പറഞ്ഞാൽ 1948 കറക്റ്റ് ആൻസർ. അന്ന് ഹൈദരാബാദ് ഭരിച്ചുകൊണ്ടിരുന്ന ആരാ? അത് നിസാമാണ്. നിസാമാണ് അന്ന് ഹൈദരാബാദ് ഭരിച്ചുകൊണ്ടിരുന്നത്. ഓപ്പറേഷൻ പോളോ നടക്കുന്ന സമയത്തെ ഹോം മിനിസ്റ്റർ, ആഭ്യന്തര വകുപ്പ് മന്ത്രി ആരായിരുന്നു? അത് സർദാർ വല്ലഭായ് പട്ടേലായിരുന്നു. ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നൊക്കെ അറിയപ്പെടുന്ന പുള്ളിയാണ്. ഇനി 23ാമത്തെ ക്വസ്റ്റ്യൻ എന്താ? ഗാന്ധിജിയുടെ ബഹിഷ്കരണ സമര രീതിയിൽ എതിർപ്പുകൊണ്ട് 1923 സ്വരാജ് പാർട്ടിക്ക് രൂപം നൽകിയ നേതാക്കൾ ആരൊക്കെയാണെന്ന് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻ സി 3 CR ദാസും 4 മോത്തിലാൽ നെഹ്റുവാണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ സി 3, 4. നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെച്ച ഗാന്ധിജിയുടെ തീരുമാനത്തിനെ എതിർത്താണ് CR ദാസും മോത്തിലാൽ നെഹ്റുവും പുതിയൊരു പാർട്ടി തുടങ്ങിയത്. പാർട്ടിയുടെ പേര് സ്വരാജ് പാർട്ടി.
ഗാന്ധിജി എന്തിനാണ് നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെച്ചത്? അത് ചൗരി ചൗര ഇൻസിഡൻറ്റ്. ഈ ചൗരി ചൗര ഇൻസിഡൻറ്റ് നടന്ന വർഷം എന്താ? 1922 ചൗരി ചൗര ഇൻസിഡൻറ്റ് നടന്നത്. ഇനി ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ അന്നുണ്ടായിരുന്ന കോൺഗ്രസ് ഇത് നിർത്തിവെക്കാനുള്ള തീരുമാനത്തെ പൂർണ്ണമായി എതിർത്ത ആൾക്കാരാണ് CR ദാസും മോത്തിലാൽ നെഹ്റുവും. ഈ എതിർപ്പ് കൊണ്ടാണ് അവർ പുതിയ പാർട്ടി തുടങ്ങിയത്. പുതിയ പാർട്ടി സ്വരാജ് പാർട്ടിയുടെ മെയിൻ ലക്ഷ്യം എന്തായിരുന്നു? ബ്രിട്ടീഷ് ടെറിട്ടറിയുടെ ഭാഗമായിട്ട് ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ ഭാഗമായിട്ട് നിന്ന് തന്നെ ഭരണപരമായ സ്ഥാനങ്ങൾ സംഘടിപ്പിക്കുക എന്നതാണ് സ്വരാജ് പാർട്ടിയുടെ മെയിൻ ലക്ഷ്യം. ഇനി ഗോപാലകൃഷ്ണ ഗോഖലെ തുടങ്ങിയ സംഘടനയുടെ പേരെന്താണ്? അതാണ് സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി എന്നറിയപ്പെടും. അതിൻ്റെ മെയിൻ ഉദ്ദേശം എന്താ? രാഷ്ട്രീയത്തിൽ നേരിട്ട് ഇൻവോൾവ് ആവുന്നതിന് പകരം എന്താണ് നിസ്വാർത്ഥമായ പ്രവർത്തനങ്ങൾ. ഫോർ എക്സാമ്പിൾ ഇപ്പം എഡ്യൂക്കേഷൻ, പൊതു സേവനം, അതുപോലെ സാമൂഹ്യ സേവനം, അതുപോലെയുള്ള കാര്യങ്ങളിൽ ഇടപെടുക എന്നായിരുന്നു ഗോപാലകൃഷ്ണ ഗോഖലെ ആരംഭിച്ച സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയുടെ മെയിൻ ഉദ്ദേശം. ഇത്തരം സേവനങ്ങളിലൂടെ ആൾക്കാരിലേക്ക് ഇറങ്ങി ചെല്ലുക എന്നായിരുന്നു ഇതിൻ്റെ മെയിൻ ഉദ്ദേശം ഉണ്ടായിരുന്നത്. ഇവിടെ സുഭാഷ് ചന്ദ്രബോസ് തുടങ്ങിയ വേറൊരു പാർട്ടിയുടെ പേരെന്താണ്? അത് ഫോർവേഡ് ബ്ലോക്ക് എന്നാണ്. ഫോർവേഡ് ബ്ലോക്ക് എന്ന് പറയുമ്പോൾ എന്താ? അത് 1939 അത് തുടങ്ങിയത്. 1939 തുടങ്ങിയത്. അതും എന്താണ്? ഈ സ്വരാജ് പാർട്ടി പോലെ തന്നെ കോൺഗ്രസിനകത്തുണ്ടായ ഒരു വടലപ്പിണക്കത്തിൽ നിന്ന് രൂപീകൃതമായ സംഭവമാണ്. കോൺഗ്രസിനകത്തുണ്ടായ ഒരു പ്രശ്നം തന്നെ ഈ ഫോർവേഡ് ബ്ലോക്ക് എന്ന് പറയുന്ന സംഭവം ഒരു ഇടതുപക്ഷ കോൺഗ്രസ് ആയിട്ട് മാറി. രൂപീകരിച്ചത് ആരാ? സുഭാഷ് ചന്ദ്രബോസ് ആയിരുന്നു. അവിടെ നടന്ന കഥ എന്താണെന്ന് വെച്ചാൽ 1938 ഹരിപുര സെഷനിൽ വെച്ചാണ് കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായിട്ട് സുഭാഷ് ചന്ദ്രബോസ് ആദ്യമായിട്ട് ചുമതലയേൽക്കുന്നത്. പിന്നെ അതിനുശേഷം ഒരു വർഷം തികയുന്നതിന് മുമ്പ് പുള്ളിക്ക് രാജിവെക്കേണ്ടി വന്നെന്ന് പറഞ്ഞാൽ ഗാന്ധിജി കോൺഗ്രസുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസത്തിലാണ് രാജിവെക്കേണ്ടി വന്നത്. മെയിനായിട്ട് 2ാം ലോക മഹായുദ്ധത്തിൽ ഇന്ത്യ എടുത്ത സ്റ്റാൻസും അതുപോലെ സുഭാഷ് ചന്ദ്രബോസിൻ്റെ സോഷ്യലിസ്റ്റ് ചിന്താഗതിയിൽ ഒത്തുപോകാനുള്ള കോൺഗ്രസിൻ്റെ പ്രശ്നമായിരുന്നു. രാജിവെച്ചതിന് ശേഷം 1939 തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ഒന്നും കൂടി തിരഞ്ഞെടുക്കപ്പെടുന്നുണ്ട് കോൺഗ്രസ് സെഷനിൽ പ്രസിഡൻ്റായിട്ട്. പക്ഷേ അത് ഗാന്ധിജി അടങ്ങുന്ന കോൺഗ്രസ് ലീഡേഴ്സ് അത് സമ്മതിച്ചു കൊടുക്കുന്നില്ല. അതിനുശേഷം പട്ടാഭി സീതാരാമയ്യാണ് 1939 പ്രസിഡൻ്റ് ആകുന്നത്. ഇവിടെ 24ാമത്തെ ക്വസ്റ്റ്യൻ, സ്ത്രീകളുടെ ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി 1916 മഹാരാഷ്ട്രയിൽ വനിതാ സർവകലാശാല സ്ഥാപിച്ച ആരുടെ നേതൃത്വത്തിലാണെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ സി DK കാർവെയാണ് കറക്റ്റ് ആൻസർ. വനിതകൾക്ക് വേണ്ടി, പെൺകുട്ടികൾക്ക് വേണ്ടി മഹാരാഷ്ട്രയിൽ തന്നെ സ്കൂൾ തുടങ്ങിയ ഒരാളുണ്ട്. സെയിം ഇതുപോലെ തന്നെയാണ്, പക്ഷേ ഈ വർഷം വ്യത്യാസമുണ്ട്. 1848 അത് തുടങ്ങിയത് ആരാ? സാവിത്രി റാവു ഫൂലെ എന്ന് പറഞ്ഞ ഒരു ആളാണ്. ജ്യോതിറാവു ഫൂലെ എന്ന് കേട്ടിട്ടുണ്ടാകും. ജ്യോതിറാവു ഫൂലെ ഒരു റിനൈസൻസ് ലീഡറാണ് ഇന്ത്യയുടെ. അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് സാവിത്രി റാവു ഫൂലെ. ഇപ്പോൾ ജ്യോതിറാവു ഫൂലെ ആരംഭിച്ച വലിയൊരു പ്രസ്ഥാനത്തിൻ്റെ പേരാണ് സത്യശോധക് സമാജ് എന്ന് പറയുന്നത്. ഈ സംഘടന ആരംഭിച്ച വർഷം എന്നാ? 1873 ജ്യോതിറാവു ഫൂലെ ആ സംഘടന ആരംഭിച്ചത്. ഞാൻ മറന്നുപോയി, ഈ 1848 പെൺകുട്ടികൾക്ക് വേണ്ടി സ്കൂൾ തുടങ്ങിയത് എവിടെയാണ്? അത് പൂനെയിലാണ് തുടങ്ങിയത്. ഇതേ പൂനെയിൽ തന്നെയാണ് DK കാർവെ ഈ മഹാരാഷ്ട്രയിലെ വനിതാ സർവകലാശാല സ്ഥാപിച്ചത്. രണ്ടും ഒരു സ്ഥലത്ത് തന്നെ ആണ്. ഞാൻ പറഞ്ഞ ഇവർ തമ്മിൽ മാറിപ്പോരുന്നത്. ഇവർ പ്രവർത്തിച്ച മേഖല ഒരേ സംഭവമാണ്, പ്രവർത്തിച്ച സ്ഥലം ഒന്ന് തന്നെയാണ്, ആൾ മാത്രമേ വ്യത്യാസമുള്ളൂ, വർഷം വ്യത്യാസമുണ്ട്. ഇനി സ്വാതന്ത്ര്യ സമരകാലത്ത് ഇന്ത്യക്കാരിൽ ദേശസ്നേഹം വളർത്താൻ നിർണായക പങ്ക് വഹിച്ച ഭാരതമാത എന്ന ചിത്രം വരച്ച ആരായിരുന്നു ചോദിച്ചാൽ ഓപ്ഷൻ ബി അബീന്ദ്രനാഥ് ടാഗോറാണ്. ഈ അബീന്ദ്രനാഥ് ടാഗോർ എന്ന് പറയുന്ന ആരാ? രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ അനന്തരവനാണ്. എന്നാ വരച്ചത്? ഇനി 1905 വരച്ചത്. ഇത് 1905 നടന്നുകൊണ്ടിരുന്ന ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് ആണ് ഈ പടം ഒന്ന് വരച്ചത്. ഓപ്ഷൻ ഡി കിടക്കുന്ന അമൃത ഷേർഗിൽ എന്താണ്? ഇത് അറിയപ്പെടുന്ന ആധുനിക ഭാരതീയ ചിത്രകലയുടെ മാതാവ് എന്നറിയപ്പെടുന്ന അമൃത ഷേർഗിലാണ്. അമൃത ഷേർഗിലിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഫേമസ് ആയിട്ടുള്ള ചിത്രമാണ് ഗ്രാമീണ ജീവിതം എന്ന് പറഞ്ഞത്. ഓപ്ഷൻ സി കിടക്കുന്ന ഈ നന്ദലാൽ ബോസിന് ഫേമസ് ആയിട്ടൊരു ചിത്രമുണ്ട്. എന്താണ് അത്? ഗ്രാമീണ ചെണ്ടക്കാരനാണ്. അത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയത്. നന്ദലാൽ ബോസ് പിന്നെ ഫേമസ് ആയിട്ടിരിക്കുന്ന വേറൊരു കാര്യത്തിലാണ്. ഭരണഘടനയുടെ കവർ പേജ് ഡിസൈൻ ചെയ്ത കാര്യത്തിലാണ്
നന്ദലാൽ ബോസ് ഫേമസ് ആയത്. അപ്പം അവരുടെ രണ്ടുപേരുടെ മാറിപ്പോകാൻ നല്ല ചാൻസ് ഉണ്ട്. ഒരാളുടെ എന്താണ് ഗ്രാമീണ ചണ്ടക്കാരനാണ്, അത് നന്ദലാൽ ബോസിൻ്റെ ഗ്രാമീണ ചണ്ടക്കാരനാണ്, ഇത് ഗ്രാമീണ ജീവിതമാണ്. ഇനി ഓപ്ഷൻ എ രാജരവിവർമ്മയുടെ ഫേമസ് ആയിട്ടുള്ള ചിത്രങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് ശകുന്തള, അതുപോലെ എന്താണ് ഹംസവും ദമയന്തിയും, അതുപോലെ എന്താ മുല്ലപ്പൂ അണിഞ്ഞ നായർ സ്ത്രീ, ഇതൊക്കെ എന്താണ് രാജരവിവർമ്മയുടെ ചിത്രങ്ങളാണ്, പ്രശസ്തമായ ചിത്രങ്ങളാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയി 26ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന് കരുത്ത് പകർന്ന് പ്രാദേശിക പത്രങ്ങളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന പ്രാദേശിക ഭാഷ പത്ര നിയമം നിലവിൽ വന്ന വർഷം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ വെർണാക്കുലർ പ്രസ് ആക്ട് വന്ന വർഷം എന്നാണ് 1878. അപ്പോൾ വെർണാക്കുലർ പ്രസ് ആക്ട് നിലവിൽ വന്ന ഏത് ഗവർണർ ജനറലിൻ്റെ കാലത്തായിരുന്നു? അത് ലിട്ടൺ പ്രഭുവിൻ്റെ സമയത്തായിരുന്നു. അവിടെ എഴുതി വച്ചേക്കുന്ന പോലെ എന്താണ് പ്രാദേശിക ഭാഷാ പത്രങ്ങളുടെ സ്വാതന്ത്ര്യം പരിമിതപ്പെടുത്തുക എന്ന് തന്നെയാണ് ഉദ്ദേശം. ഇതേ വർഷം 1878 തന്നെയാണ് എന്ത് ഇന്ത്യൻ ആംസ് ആക്ട് നിലവിൽ വന്നത്. എന്തിനാണ് കൊണ്ടുവന്നത്? ഈ നിയമപ്രകാരം പ്രധാനമായി ഇന്ത്യക്കാർക്ക് ആയുധങ്ങൾ കൈവശം വെക്കുന്നതിനുള്ള നിയന്ത്രണമായിരുന്നു ബ്രിട്ടീഷുകാർ ഉദ്ദേശിച്ചത്. അപ്പോൾ ഈ നിയമമൊക്കെ കൊണ്ടുവന്ന ലിട്ടൺ പ്രഭു കുറേയേറെ പരാതികളും വിഭവങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുകയായിരുന്നു ഉണ്ടായത്. എന്നിട്ട് അയാൾ രാജിവെച്ച് പോവുമായിരുന്നു ചെയ്തത് ഗവർണർ ജനറൽ സ്ഥാനത്ത് നിന്ന്. ഈ 1809 എന്ന് പറയുന്നത് നമുക്ക് പരിചയമുള്ള വർഷമാണ്. തിരുവിതാംകൂർ കുണ്ടറ വിളംബരം നടന്ന വർഷമാണ് 1809. ഈ കുണ്ടറ വിളംബരത്തിന് ശേഷം ഇതേ വർഷം തന്നെയാണ് വേലുത്തമ്പി ദളവ മരിക്കുന്നത്. എവിടെ വെച്ചാൽ മരിക്കുന്നതെന്ന് ചോദിച്ചാൽ പത്തനംതിട്ട ജില്ലയിൽ മണ്ണടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് മരിച്ചത്. മരിക്കുകയല്ലായിരുന്നു, ആത്മഹത്യ ചെയ്യുമായിരുന്നു. ബ്രിട്ടീഷുകാരുടെ പെടാതെ അദ്ദേഹം തന്നെ സ്വയം മരിക്കുകയായിരുന്നു ചെയ്തത്. തിരുവിതാംകൂർ ആ സമയത്ത് ഭരിച്ചിരുന്നവരായിരുന്നു അവിട്ടം തിരുന്ന ബാലരാമവർമ്മയായിരുന്നു. ഈ 1885 എന്താണ്? ഇത് കോൺഗ്രസ് രൂപീകൃതമായ വർഷമാണ്. അപ്പോൾ INCയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആരായിരുന്നു? ആദ്യത്തെ പ്രസിഡന്റ് WC ബാനർജി ആയിരുന്നു. ഇനി സെക്രട്ടറി ആരായിരുന്നു? അത് ഒരു ബ്രിട്ടീഷ് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനായിരുന്ന A.O. ഹ്യൂം ആയിരുന്നു. A.O. ഹ്യൂമിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്. അയാളെന്താണ് ഇന്ത്യൻ പക്ഷിശാസ്ത്രം, അതായത് ഇന്ത്യൻ ഓർണിത്തോളജിയുടെ പിതാവെന്ന് അറിയപ്പെടുന്ന ആളാണ്. കൂടാതെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഒരു സ്ഥാപക അംഗം കൂടെയാണ് അയാൾ. 1924 എന്താണ് വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം. ഇനി സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് നടന്ന വർഷം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ 1951 തൊട്ട് 52 വരെയാണ്. ആ നടന്ന തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരായിരുന്നു? അത് സുകുമാർ സെന്നാണ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വോട്ടർ എന്ന് പറയുന്നത് ആരാ? ശ്യാം ശരൺ നേഗി എന്ന് പറഞ്ഞൊരു മനുഷ്യനാണ്. ഹിമാചൽ പ്രദേശിലെ കിന്നൗർ മണ്ഡലത്തിലെ നടന്ന വോട്ടെടുപ്പിലാണ് ഇയാൾ ആദ്യം വോട്ട് ചെയ്തത്. ആ തെരഞ്ഞെടുപ്പ് ഡിസൈൻ ചെയ്തതെന്ന് വെച്ചാൽ മഞ്ഞ് വീഴുന്ന സ്ഥലങ്ങളിൽ നേരത്തെ നടത്താനാണ് ഉദ്ദേശിച്ചത്. ഹിമാചൽ പ്രദേശ്, കാശ്മീർ പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ ആദ്യം തന്നെ തെരഞ്ഞെടുപ്പ് നടത്തി വിട്ടു. അല്ലെങ്കിൽ എന്താണ് മണ്ണിടിച്ചിലും മണ്ണിടിച്ചിലും ഒക്കെ കൊണ്ട് എന്താണ് തെരഞ്ഞെടുപ്പ് മുടങ്ങി പോകാതിരിക്കാൻ മഞ്ഞ് വീഴുന്നതിന് മുമ്പ് തന്നെ 51 അങ്ങനെ സ്ഥലങ്ങൾ ആദ്യം വോട്ടെടുപ്പ് നടത്തി. 28ാമത്തെ ക്വസ്റ്റ്യൻ എന്താ? ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാന പുനർസംഘടനാ കമ്മീഷൻ രൂപീകരിച്ചപ്പോൾ ചെയർമാനും മറ്റംഗങ്ങളും ആരെല്ലാമായിരുന്നു എന്നാണ് ചോദിച്ചേക്കുന്നത്. ആരൊക്കെയായിരുന്നു? ഫസൽ അലി കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നു. അതുപോലെ മലയാളിയായ KM പണിക്കർ, പിന്നെ HN കുൻസും. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഈ KM പണിക്കർ എന്താണ് ഹൈദരാബാദ് നിസാമിൻ്റെയൊക്കെ ദിവാനായിട്ട് പ്രവർത്തിച്ചിരുന്ന മനുഷ്യനായിരുന്നു ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ്. ഇനി ഇതേ KM പണിക്കർ തന്നെയാണ് പഴശ്ശിരാജാവിനെ കേരള സിംഹം എന്നൊക്കെ വിശേഷിപ്പിച്ചത്. സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന സംഭവങ്ങളുടെ കാലഘടന ക്രമത്തിലാക്കുക എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇത് 1809 നമ്മൾ നേരത്തെ പറഞ്ഞു. വൈക്കം സത്യാഗ്രഹം 1924, മാപ്പിളകൾ 1924, മലയാളി മെമ്മറിൽ 1991. 1991 1891. അതായത് ആദ്യം കുണ്ടറ വിളംബരം വരും. 1, 2 ഏതാ വരുന്നത്? മലയാളി മെമ്മോറിയൽ. 3 ഇത് മാപ്പിളകൾ 1921 കേട്ടോ. 1921 അപ്പം പിന്നെ 1923 ഇത് 3 ഇത് വരും.
നാലാമത്തെ വൈക്കം സത്യാഗ്രഹം. ആൻസർ 1, 4, 3, 2 ഇതാണ് കറക്റ്റ് ആൻസർ വരുന്നത്. ഞാൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. സ്വാതന്ത്ര്യാനന്തരം ബഹിരാകാശ ഗവേഷണ രംഗത്ത് ഇന്ത്യയുടെ പര്യവേഷണങ്ങളെ പറ്റിയുള്ള ശരിയായ പ്രസ്താവനകളായിരുന്നു ഇത് ചെയ്യുന്നത്. ഇത് ഒറ്റ നോട്ടത്തിൽ നമുക്ക് കണ്ട തെറ്റാന്ന് അല്ലെങ്കിൽ ശരിയാണെന്ന് തിരിച്ചറിയാൻ പറ്റുന്ന സ്റ്റേറ്റ്മെൻ്റ് ഏതാ? ഇത് ശരിയാണെന്ന് നമുക്ക് മനസ്സിലായി. 1969 ISRO സ്ഥാപിച്ചെന്ന് നമ്മൾ പഠിക്കുന്ന സംഭവമാണ്. ഈ ആര്യഭട്ട എന്ന ഉപഗ്രഹം വിക്ഷേപിച്ച് എന്നാണ് 1975. ഇതും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. പിന്നെ കുറച്ചും കൂടി അറിയാവുന്നവർക്ക് എന്താണ് ഇന്ത്യയുടെ ആദ്യ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം വിശാഖപട്ടണത്തല്ലെന്നറിയാം. ഇതെവിടെയാണ്? നമ്മുടെ തിരുവനന്തപുരത്ത് തുമ്പയിലാണ്. അതായത് ദ തുമ്പ ഇക്വറ്റോറിയൽ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ TERLS. ഇതാണ് ISROയുടെ ഫസ്റ്റ് റോക്കറ്റ് ലോഞ്ചിങ് സൈറ്റ്. വിശാഖപട്ടണത്തല്ല. ഈ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. മോളിൽ കൊടുത്തേക്കുന്ന എല്ലാ സ്റ്റേറ്റ്മെൻറ്റ് ഉത്തരമായിട്ട് വരത്തില്ല. അപ്പോൾ ഇത് വരത്തില്ല. ബാക്കി എല്ലാത്തിനും 3 സ്റ്റേറ്റ്മെൻറ്റ് വെച്ച് തന്നിട്ടുണ്ട്. ഒരെണ്ണം തെറ്റാണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ശരിയായത് 1, 2, 3 ഇതാണ് കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. 1, 3, 4 കറക്റ്റ് ആൻസർ വരുന്നത്. ഓപ്ഷൻ ബി. കഥയെല്ലാം തുടങ്ങുന്നത് ആദ്യം നിന്ന സ്റ്റേറ്റ്മെൻറ്റ് 1962 ഇന്ത്യ ഗവൺമെൻറ് ഇന്ത്യൻ നാഷണൽ കമ്മിറ്റി ഫോർ സ്പേസ് റിസർച്ച്, അതിൻ്റെ ഷോർട്ട് ഫോം എന്താ? INCOSPAR എന്ന് പറയും. ഒരു മിനിറ്റ് നമുക്ക് മാറ്റി എഴുതാം. ഇന്ത്യൻ നാഷണൽ കമ്മിറ്റി ഫോർ സ്പേസ് എന്നുള്ളതിൻ്റെ SPA റിസർച്ച് 6 ഇതാണ് അതിൻ്റെ ഷോർട്ട് ഫോം. INCOSPAR അന്നത്തെ അതിൻ്റെ ഡയറക്ടറായിരുന്നു വിക്രം സാരാഭായി ആയിരുന്നു. ഇനി INCOSPARൻ്റെ നേതൃത്വത്തിലായിരുന്നു ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം, അതായത് തുമ്പ ഇക്വറ്റോറിയൽ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ, അതായത് ഈ TERLS എന്ന് പറയുന്നത് സ്ഥാപിച്ചത്. അതിനുശേഷം INCOSPAR എന്ന് പറഞ്ഞ പേര് മാറ്റി 1969 ISRO രൂപീകരിച്ചു. ISRO രൂപീകരിച്ചതിന് ശേഷം അങ്ങനെയല്ല, INCOSPARന് ശേഷം ISRO ആയി പേര് മാറ്റി കഴിഞ്ഞപ്പോഴും അതിൻ്റെ ഫസ്റ്റ് ചെയർമാൻ ആരായിരുന്നു? INCOSPARൻ്റെ തന്നെ ചെയർമാനായിരുന്ന ഡോക്ടർ വിക്രം സാരാഭായി തന്നെയായിരുന്നു. അതുകൊണ്ടെന്താ വിക്രം സാരാഭായിനെ ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവെന്ന് അറിയപ്പെടുന്നുണ്ട്. 1969 രൂപീകരിച്ച ISROയുടെ കീഴിലാണ് ആദ്യത്തെ റോക്കറ്റായിട്ടുള്ള 1975 ആര്യഭട്ട എന്ന് പറയുന്ന ഉപഗ്രഹം വിക്ഷേപിച്ചത്. 1975 ആദ്യത്തെ ഉപഗ്രഹം വിക്ഷേപിച്ചപ്പോൾ ISROയുടെ ചെയർമാനായിരുന്ന, അതായത് UR റാവു ആയിരുന്നു. ഇയാളെന്നാണ് സാറ്റലൈറ്റ് മാൻ ഓഫ് ഇന്ത്യ എന്നൊക്കെ അറിയപ്പെടുന്ന മനുഷ്യനാണ്. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. നമുക്ക് അറിയാവുന്ന സ്റ്റേറ്റ്മെൻറ്റൊക്കെ ഏതൊക്കെയാണെന്ന് നോക്കാം. 1, 1993 ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകൃതമായെന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. 93 നമ്മളെ ഡേറ്റ് പഠിക്കുന്നത്. ഇനി 3ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ആദ്യ ചെയർമാൻ എന്ന് പറയുന്ന രംഗനാഥ് മിശ്ര എന്ന് പറയുന്നത് നമ്മൾ പഠിക്കുന്നതാണ്. ഈ 2ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താ? കമ്മീഷനിൽ 5 അംഗങ്ങളാണ് ഉള്ളതെന്ന് പറയുന്നത് കറക്റ്റായിട്ട് സ്റ്റേറ്റ്മെൻറ്റാണ്. ഇനിയാണ് പ്രശ്നം തുടങ്ങുന്നത്. ഇനി PSC കൊടുത്തേക്കുന്ന ആൻസർ എന്ന് പറയുന്നത് 1, 2, 3 പ്രസ്താവനകൾ ശരി, 4ാമത്തെ തെറ്റുമെന്നാണ് ആൻസർ കൊടുത്തേക്കുന്നത്. പക്ഷെ ഞാൻ നോക്കിയപ്പം മനസ്സിലായത് പരാതികളുടെ അടിസ്ഥാനത്തിൽ കേസെടുക്കുന്നതിന് കമ്മീഷൻ അധികാരം ഉണ്ടെന്ന് പറയുന്നത് ശരിയായ പ്രസ്താവനയാണ്. അതുപോലെ ഇവരുടെ സൈറ്റിൽ പോയി നോക്കിയപ്പം കാണാൻ സാധിച്ചത് എന്താണ്? കംപ്ലൈൻറ്റ് ലോഞ്ച് ചെയ്യാനുള്ള ലിങ്ക് എനിക്ക് കാണാൻ പറ്റി. അപ്പോൾ പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസെടുക്കുന്നതിന് കമ്മീഷന് അധികാരം ഇല്ലെങ്കിൽ അവിടെ എന്താണ് ആ ലിങ്ക് കാണുമോ? കൂടാതെ നമ്മൾ പത്രത്തിലൊക്കെ വായിക്കാറുള്ളതാണ് ഒരു കേസൊക്കെ നടക്കുമ്പോൾ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു എന്ന് മിക്കപ്പോഴും ന്യൂസിലും വാർത്തയിലും ഒക്കെ നമ്മൾ കാണാറുള്ളതാണ്. ഞാനിവിടെ എഴുതുവാണെങ്കിൽ എല്ലാ പ്രസ്താവനയും ശരിയാണെന്ന് ഞാൻ എഴുതുള്ളൂ. പ്രൊഫഷണൽ ആൻസർ കീ കൊടുത്തേക്കുന്ന ഈ 4ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണെന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. ഇനി പരാതി സ്വീകരിക്കുന്ന കേസെടുക്കുന്ന 2 വ്യത്യസ്ത രീതിയിലാണെന്ന് അറിയില്ല. അതായത് പരാതി സ്വീകരിക്കാൻ മാത്രമേ അവകാശമുള്ളൂ, കേസെടുക്കാൻ അവകാശം ഇല്ലയെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അതൊന്ന് കമൻറ്റിൽ അറിയാവുന്നവർ കമൻറ്റിൽ എഴുതിയിടുക. അതായത് ഞാൻ മനസ്സിലാക്കിയത് കമ്മീഷന് പരാതി സ്വീകരിക്കാൻ അവകാശമുണ്ട്, അതുപോലെ സ്വീകരിച്ച പരാതി കേസെടുക്കാൻ അവകാശമുണ്ട്, അത് അന്വേഷിക്കാൻ അവകാശമുണ്ട്, വേണ്ടതായ നടപടികൾ സ്വീകരിക്കാനും അവകാശമുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഇനി 32ാമത്തെ ക്വസ്റ്റ്യൻ, 6 വയസ്സിനും 14 വയസ്സിനും ഇടയിൽ
പ്രായമുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം ലഭിക്കുന്നതിനുള്ള സൗകര്യം ഒരുക്കേണ്ടത് രക്ഷിതാക്കളുടെ കടമയാണ് എന്നത് മൗലിക കടമകളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി ഏതാണെന്ന് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻ ബി 2002 86 ഭേദഗതിയാണ്. ഈ ഭേദഗതി നടന്നത് ആര് PM ആയിരിക്കുന്ന സമയത്തായിരുന്നു? AB വാജ്പേയി PM ആയിട്ടിരിക്കുന്ന സമയത്തായിരുന്നു ഈ ഭരണഘടനാ ഭേദഗതി നടന്നത്. 2002 നടന്നതെങ്കിലും 8 വർഷത്തിന് ശേഷം 2010 ഇത് നിലവിൽ വരുന്നത്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് സ്റ്റേറ്റ് ലിസ്റ്റിൽ പെടുന്നൊരു സംഭവമാണ് വിദ്യാഭ്യാസം എന്നുള്ളത്. അപ്പം എല്ലാ സ്റ്റേറ്റിലും ഇതിനുള്ള നിയമനിർമ്മാണമൊക്കെ ചെയ്തു വന്നപ്പം അത്രയും താമസമെടുത്തു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട് ശരിയായത് ഏതെന്ന് ചോദിച്ചേക്കുന്നത്. ഇന്ത്യൻ പ്രസിഡന്റ് 352 വകുപ്പ് അനുസരിച്ച് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചാൽ 19 വകുപ്പ് പ്രകാരമുള്ള മൗലിക അവകാശങ്ങൾ മരവിക്കപ്പെടുന്നു എന്നാണ് സ്റ്റേറ്റ്മെൻറ്റ് തന്നിരിക്കുന്നത്. ഇത് ശരിയായൊരു പ്രസ്താവനയാണ്. ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് മൗലികാവകാശങ്ങൾ വാദാർഹങ്ങളാണെന്ന് പറഞ്ഞാൽ എന്താ? ഇത് ലംഘിക്കപ്പെട്ടാൽ നിങ്ങൾക്ക് കോടതി ഈസിയായിട്ട് സമീപിച്ചിട്ട് ഈസിയായിട്ട് അർഹിക്കപ്പെട്ട അവകാശങ്ങളൊക്കെ നേടിയെടുക്കാം. അതാണ് ന്യായവാദാർഹങ്ങളിൽ പെടുന്നു എന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശം. ഇനി മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താ? 2002 86 ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം മൗലികാവകാശങ്ങളിലൂടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയെന്ന് പറയുന്നത് കറക്റ്റായിട്ട് സ്റ്റേറ്റ്മെൻറ്റ്. തൊട്ട് മുമ്പത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞത്. ഈ ഭരണഘടനയുടെ 21 വകുപ്പ് എന്ന് പറയുന്നത് എന്താണ്? അഭിപ്രായ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നുള്ളത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. 21 ഭേദഗതി എന്തിനെപ്പറ്റി പറയുന്നത്? ഇന്ത്യൻ ഭരണഘടനയിൽ 21 അനുച്ഛേദം ജീവൻ്റെയും വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെയും സംരക്ഷണത്തിനെക്കുറിച്ചാണ് പറയുന്നത്. അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച 21 20 മാത്രമേ നിലനിൽക്കുകയുള്ളൂ. ബാക്കിയെല്ലാ മൗലിക അവകാശങ്ങൾ എന്താണ്? ക്യാൻസൽ ചെയ്ത് പോകും, റിവോക്കായി പോകും. അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് കഴിഞ്ഞ് ഈ മൗലികാവകാശങ്ങളൊന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞ് കോടതിയിൽ പോയാൽ ചിലപ്പം അത് അവകാശങ്ങൾ പുനഃസ്ഥാപിച്ചെടുക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. ഏതിനെ മാത്രമേ പ്രത്യേകതയുള്ളൂ? 20-21 മാത്രമേ പ്രത്യേകതയുള്ളൂ. 20 എന്താ? കുറ്റം ചെയ്തതിന് മാത്രം ശിക്ഷ എന്നുള്ള മൗലികാവകാശമാണ്. എന്താണ് ഒരാൾ കുറ്റം ചെയ്താൽ കുറ്റം ചെയ്തതിന് മാത്രമേ ശിക്ഷ കൊടുക്കാവുള്ളൂ എന്നുള്ള ആർട്ടിക്കിളാണ് 20. ഇനി ആർട്ടിക്കിൾ 19(1)(a) ആണ് എന്ത്? അഭിപ്രായ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറയുന്നത്, അല്ലാതെ 21 അല്ല. ആൻസർ ഏതാ? ഈ നാലാമത്തെ ഒഴിച്ച് ബാക്കിയെല്ലാം ശരിയാണ്. 1, 2, 3 എന്ന പ്രസ്താവന മാത്രം ശരിയാണ്. ഓപ്ഷൻ ഡി. ഇനി വിവരാവകാശ നിയമം 2005-ൻ്റെ 19 ഭേദഗതിയുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ആദ്യം അറിയാവുന്ന സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. അതായത് ഇന്ത്യൻ വിവരാവകാശ നിയമം നിലവിൽ വന്ന എന്നാണ് 2005 ഒക്ടോബർ 12 എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് വളരെയധികം ശരിയാണ്. ഒക്ടോബർ 12 നമ്മൾ വേറൊരു ആക്ട് സെയിം കണ്ടു. ഈ ഡേറ്റ് അതേതാണ്? ശ്രദ്ധിച്ചിരുന്നെങ്കിൽ മനസ്സിലാവും. താഴെ കമൻറ്റ് ചെയ്യാം. അപ്പം ഇനി നാലാം സ്റ്റേറ്റ്മെൻറ്റ് നോക്കി. അതായത് വിവരാവകാശ നിയമത്തിൻ്റെ പരിപാലനം നിരീക്ഷിക്കുക, സർക്കാർ വകുപ്പുകളിൽ പബ്ലിക് വിവരങ്ങൾ ലഭ്യമാക്കുന്നത് ഉറപ്പാക്കൽ എന്നിവയാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷണറുടെ മുഖ്യ ചുമതലകൾ എന്ന് പറയുന്നത് എന്താണ്? വളരെ കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. നമുക്ക് വായിക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും എന്താ അത് കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. അപ്പോൾ ഇവിടെ ഈ ഓപ്ഷൻ വരത്തില്ല, ഈ ഓപ്ഷൻ വരത്തില്ല, ഈ ഓപ്ഷനും വരത്തില്ല. ബാക്കിയുള്ള ഓപ്ഷൻ ബി ആണ്. ഇത് മാത്രമാണ് തെറ്റ്. ഇതാണ് തെറ്റ്, ബാക്കിയെല്ലാം ശരിയാണ്. ഇനി മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കിയാൽ പ്രധാനമന്ത്രി ചെയർമാനായ സെലക്ഷൻ കമ്മിറ്റി നാമനിർദ്ദേശം ചെയ്യുന്ന വ്യക്തിയാണ് പ്രസിഡന്റ് കേന്ദ്ര വിവരാവകാശ കമ്മീഷനായി തിരഞ്ഞെടുക്കുന്നതെന്നും കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. എങ്ങനെയാണോ ബാക്കിയുള്ള എല്ലാ കമ്മീഷൻ്റെയും പ്രസിഡൻറ്റിനെയും അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത്, അതുപോലെ തന്നെയാണ് വിവരാവകാശ കമ്മീഷൻ്റെ പ്രസിഡൻറ്റിനെ ചെയർമാനെ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. യാതൊരു വ്യത്യാസമില്ല. ഇവിടെ ഈ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റായിട്ടെന്ന് പറയാൻ കാരണം എന്താ? 2019 വരെ എന്താണ് ഇങ്ങനെ തന്നെയായിരുന്നു. ഏതാ? കേന്ദ്ര വിവരാവകാശ കമ്മീഷണറുടെ കാലാവധി എന്ന് പറയുന്നത് 5 വർഷം അല്ലെങ്കിൽ 60 വയസ്സ് തികയുന്നവരെ ആയിരുന്നു അവരുടെ കാലാവധി. പക്ഷേ പുതിയ 2019 അമെൻമെൻറ്റ് പ്രകാരം അങ്ങനെ ഒരു കാലാവധിയെപ്പറ്റി പ്രത്യേകിച്ച് പറയുന്നില്ല. ദ ടെന്യൂർ ഓഫ് ബോത്ത് ദ ചെയർമാൻ ആൻഡ് മെമ്പേഴ്സ് ഓഫ് നാഷണൽ ഇൻഫർമേഷൻ കമ്മീഷൻ only in the likes of central government. The authority to remove or disqualify any members or chairman in a national information commission is purely vested on the central government itself. ആണ് 2019 ഭരണഘടനാ ഭേദഗതിയായിട്ട് വന്നത്. ഒരു
കാലാവധി ഉണ്ടായിരുന്നു, അതെടുത്ത് കളഞ്ഞു, അത്രേ ഉള്ളൂ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ, ഇന്ത്യൻ ഭരണഘടനയിൽ പ്രതിപാദിക്കുന്ന സ്വകാര്യ സ്വത്തവകാശവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ് ചോദിച്ചേക്കുന്നത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുമ്പോൾ സ്വകാര്യ സ്വത്തവകാശ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയത് ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായ കാലയളവിലാണെന്ന് പറഞ്ഞേക്കുന്നത്. ഇത് തെറ്റായിട്ടുള്ള പ്രസ്താവന. പിന്നെ ആര് പ്രധാനമന്ത്രി ആയിരിക്കുന്ന സമയത്തായിരുന്നു ഇത് മാറ്റിയത്? 44ാം ഭരണഘടന ഭേദഗതിയാണ് സ്വകാര്യ സ്വത്തവകാശം നിർത്തലാക്കിയത്. അന്ന് പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്നത് മൊറാർജി ദേശായി ആയിരുന്നു. ഇനി പറയാൻ പോകുന്ന കാര്യം രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റായിട്ട് കിടപ്പുണ്ട്. 1978 44ാം ഭരണഘടന ഭേദഗതിയിലൂടെയാണ് സ്വകാര്യ സ്വത്തവകാശ മൗലികാവകാശ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തതെന്ന് പറഞ്ഞാൽ കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്, നിലവിൽ ഭരണഘടനയുടെ 300A വകുപ്പിലാണ് സ്വകാര്യ സ്വത്തവകാശത്തെക്കുറിച്ച് പറയുന്നതെന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് ശരിയായ സ്റ്റേറ്റ്മെൻറ്റ്. ആൻസർ വരുന്നത് 2, 3 ആണ് കറക്റ്റായിട്ട് വരുന്നത്. ഇന്ദിരാഗാന്ധി കൊണ്ടുവന്ന 42ാം ഭരണഘടനാ ഭേദഗതി എന്നാണ്, അത് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് അറിയപ്പെടുന്നത്. അടിയന്തരാവസ്ഥയ്ക്ക് ഇടയ്ക്ക് അമെൻമെൻറ്റ് ചെയ്ത സംഭവമാണ് അതിനകത്ത്. 42 എന്തൊക്കെയാണ് ചെയ്തതെന്ന് നമ്മൾക്കറിയാം. എന്താണ്? 1, മൗലിക കടമകൾ ചേർത്തതിനകത്ത്. അതുപോലെ തന്നെ എന്താണ്, പ്രിയാമ്പിൾ, അതായത് ആമുഖത്ത് വ്യത്യാസം വരുത്തി, അതായത് സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഇൻറ്റഗ്രിറ്റി എന്ന് പറഞ്ഞ വാക്കുകൾ എഴുതി ചേർത്തു. അതുപോലെ തന്നെ എന്താണ്, ലോക്സഭയുടെ സംസ്ഥാന നിയമസഭകളുടെയും കാലാവധി 5 വർഷത്തിൽ നിന്ന് 6 വർഷമാക്കി ദീർഘിപ്പിച്ചു. കൂടാതെ ആർബിട്രേഷനൊക്കെ നടന്ന കോടതികളുടെയും ട്രിബ്യൂണലുകളുടെയൊക്കെ അധികാരങ്ങൾ നല്ലപോലെ വെട്ടിക്കുറച്ചു. ഇതൊക്കെയാണ് 42ാം ഭരണഘടനാ ഭേദഗതിയിൽ അഴിച്ചുപെടുന്നത്. 42ാം ഭരണഘടനാ ഭേദഗതി എന്താണ്? ഒരു മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് അറിയപ്പെടുന്നത്. മിനി കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് എന്നാണ് പറയപ്പെടുന്നത്. ഇപ്പം മനസ്സിലായല്ലോ എന്തുകൊണ്ടായിരിക്കും അത്രയും അതിനകത്ത് തിരുത്തലുകൾ വരുത്തിക്കൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അതിനകത്ത് ഒരു പരിധി വരെ റിവേഴ്സൽ ചെയ്യാൻ എന്താണ് 44th അമെൻമെൻറ്റ് ചെയ്യാൻ സാധിച്ചു. 42ാം ഭരണഘടനാ ഭേദഗതിയിൽ വന്ന് കുറേ തട്ടുകേടുകളൊക്കെ 44ാം ഭരണഘടനാ ഭേദഗതി വെച്ച് അവർ പാച്ചപ്പ് ചെയ്തു. അതായത് ജനതാ ഗവൺമെൻറ് ആദ്യത്തെ അമെൻമെൻ്റ് ആയിരുന്നു എൻ്റെ 44th അമെൻമെൻറ്റ്. 36ാമത്തെ ക്വസ്റ്റ്യൻ എന്നാണ്, ജനഗണമന ഇന്ത്യയുടെ ദേശീയ ഗാനമായി അംഗീകരിച്ചതെന്ന് ചോദിച്ചിരിക്കുന്നത്. ഇത് നമ്മൾ സ്റ്റേജ് 1 ക്വസ്റ്റ്യനിൽ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ ആയിരുന്നു. 1950 ജനുവരി 24 അത് അംഗീകരിച്ചത്. സ്റ്റേജ് 1 എന്തായിരുന്നു ചോദിച്ചത്? സ്റ്റേജ് 1 ചോദിച്ചത് ഫ്ലാഗിൻ്റെ കാര്യമായിരുന്നു. നാഷണൽ ഫ്ലാഗ് എന്നാണ് അംഗീകരിച്ചതെന്നായിരുന്നു ചോദിച്ചത്. 37ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയിൽ ഏത് വകുപ്പിലാണ് ദേശീയ പതാകയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ചോദിച്ചിരിക്കുന്നത്? അതായത് 51A വകുപ്പാണ്. നമ്മളിവിടെ പറഞ്ഞു 51A എന്താ? 51A ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസാണ്. ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിൻ്റെ ഫസ്റ്റ് ക്ലോസ് തന്നെ എഴുതി വെച്ചേക്കുന്നത് എന്താ? ടു അബൈഡ് ബൈ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് റെസ്പെക്ട് ഇറ്റ്സ് ഐഡിയൽസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ദ നാഷണൽ ഫ്ലാഗ് ആൻഡ് നാഷണൽ ആന്തം എന്നാണ് 51A പറഞ്ഞേക്കുന്നത്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ് 86ാം ഭേദഗതി, ഇവിടെ തന്നെ പറഞ്ഞായിരുന്നു. അത് ആഡ് ചെയ്തേക്കുന്നത് എവിടെയാണ്? അത് ആഡ് ചെയ്തേക്കുന്നത് 51A(K)യിലാണ് അത് ആഡ് ചെയ്തേക്കുന്നത്. 6 തൊട്ട് 16 വയസ്സ് വരെയുള്ള പിള്ളേർക്ക് എഡ്യൂക്കേഷൻ നിർബന്ധിതമാക്കണം എന്ന് വളരെ വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൽ തന്നെ വേറെ ആർട്ടികളുണ്ടെന്നത് 51A(I) ഉണ്ട്. അതിനെന്താ പറയുന്നത്? പബ്ലിക് പ്രോപ്പർട്ടി ഒന്നും അടിച്ചു പൊട്ടിക്കല്, അതെന്താണ്? അതൊക്കെ സേഫ് ഗാർഡ് ചെയ്യണം. ടു സേഫ് ഗാർഡ് പബ്ലിക് പ്രോപ്പർട്ടി ആൻഡ് ടു അബ്ജർ വയലൻസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ തന്നെ ആർട്ടിക്കിൾ 51AH ഇതിനു മുമ്പ് ചോദിച്ചു കണ്ടിട്ടുണ്ട്. അവിടെ എന്താ പറയുന്നത്? അതിൽ പറയുന്നതെന്ന് വെച്ചാൽ ഇന്ത്യയിലെ എല്ലാ പൗരന്മാരും സയൻറ്റിഫിക് ടെമ്പർ, അതായത് മാനവികത, അന്വേഷണ മനോഭാവം, പരിഷ്കരണം എന്നിവയൊക്കെ പ്രോത്സാഹിപ്പിക്കാൻ മുൻകൈ എടുക്കണമെന്നാണ് ഈ 51AH പറയുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റിനിൽ പോകാം. ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേമാതരം ആദ്യമായി പൊതുവേദിയിൽ പാടിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഏത് സമ്മേളനത്തിലാണ് ചോദിച്ചിരിക്കുന്നത്? ഓപ്ഷൻ എ 1896 കൊൽക്കത്ത സമ്മേളനത്തിൽ വെച്ചാൽ. കഴിഞ്ഞ സ്റ്റേജിലുണ്ടായിരുന്നു ആനന്ദമഠം ബങ്കിംചന്ദ്ര ചാറ്റർജിയെ പറ്റിയൊക്കെ ചോദ്യം ഉണ്ടായിരുന്നു. ഇത്തവണ എന്താണ് അത് എവിടെ ആലപിച്ചതെന്നാണ് ചോദിച്ചത്. ഇത് ആരെ ആലപിച്ചെന്ന്? അന്ന് ആലപിച്ച രവീന്ദ്രനാഥ് ടാഗോറാണ്. രവീന്ദ്രനാഥ് ടാഗോർ എഴുതിയ ജനഗണമന ഏത് സെഷനിൽ ആദ്യമായിട്ട് ആലപിച്ച്?
പാടിയത് ഒരു കൊൽക്കത്ത സെഷനിൽ വെച്ച് തന്നെയാണ്. പക്ഷേ ഏതാ 1996 1911 1896 കൊൽക്കത്ത സമ്മേളനത്തിൽ വെച്ചാണ് ജനഗണമന ആദ്യമായിട്ട് ആലപിച്ചത്. ഈ ഓപ്ഷൻ സി തന്നിരിക്കുന്ന 1924 ബെൽഗാം സമ്മേളനത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഗാന്ധിജി ആദ്യമായിട്ടും ഒരേ ഒരു തവണ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റ് ആയിട്ടുള്ളൂ. അതേത് സെഷനിൽ? 1924 ബെൽഗാം സെഷനിൽ. ഓപ്ഷൻ ബി കൊടുത്തിരിക്കുന്ന 1916 ലക്നൗ സമ്മേളനത്തിൻ്റെ പ്രത്യേകത എന്താ? 1907 കോൺഗ്രസ്സിൽ സ്പ്ലിറ്റ് ഉണ്ടായ അത് അവർ റീജോയിൻ ചെയ്ത്, അതായത് എക്സ്ട്രീമിസ്റ്റും ടെററിസ്റ്റും, അതായത് മിതവാദികളും തീവ്രവാദികളും തിരിച്ച് റീജോയിൻ ചെയ്ത സമ്മേളനം 1916 ലക്നൗ സമ്മേളനത്തിൽ വെച്ചാൽ. കൂടാതെ ഗാന്ധിജി നെഹ്റു ആദ്യമായിട്ട് ഒന്നിച്ച് പാർട്ടിസിപ്പേറ്റ് ചെയ്ത സമ്മേളനം എന്താണ്? 1916 ലക്നൗ സമ്മേളനം. 1929 ലാഹോർ സമ്മേളനത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞതിൻ്റെ കാര്യമില്ലോ. എന്താണ്? പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ച ലാഹോർ കോൺഗ്രസ് സമ്മേളനം അതാണ്. ജവഹർലാൽ നെഹ്റുവിൻ്റെ പ്രസിഡൻസിയിലാണ് അന്ന് ആ സമ്മേളനം നടന്നത്. അന്ന് ആ കോൺഗ്രസ് സെഷനിൽ പൂർണ്ണ സ്വരാജിൻ്റെ പ്രമേയം, അതായത് റെസൊല്യൂഷൻ അവതരിപ്പിച്ചത് ആര് തന്നെയാണ്? ജവഹർലാൽ നെഹ്റു തന്നെയാണ്. ഇനി 39ാമത്തെ ക്വസ്റ്റ്യൻ എന്താ? അവസര സമത്വത്തെക്കുറിച്ച് പ്രതിപാദിപ്പിക്കുന്ന ഭരണഘടനാ ഭേദഗതി ഏതാണെന്ന് ചോദിച്ചാൽ 16ാം വകുപ്പാണ്. ആർട്ടിക്കിൾ 14 എന്താ പറയുന്നത്? ഇന്ത്യൻ ടെറിട്ടറിയിൽ എല്ലാവരും ഒരേപോലെയാണ് നിയമത്തിന് മുമ്പിൽ എന്ന് പ്രസ്താവിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 14. ആർട്ടിക്കിൾ 24 എന്താ പറയുന്നത്? ഇത് നമ്മുടെ ബാലവേല നിരോധിക്കുന്ന നിയമമാണ്. അതായത് 14 വയസ്സിന് താഴെയുള്ള കുട്ടികളെ അപകടകരമായ സ്ഥലത്ത് ജോലി ചെയ്യുന്നത് പൂർണ്ണമായും നിരോധിച്ചുകൊണ്ടുള്ള ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 24. ഇതിന് തൊട്ട് പുറകിലത്തെ ആർട്ടിക്കിൾ 23 എന്താ? 23 പറയുന്നത് നിർബന്ധിത തൊഴിലാണ്. നിർബന്ധിച്ച ഒരാളെ കൊണ്ട് തൊഴിൽ ചെയ്യിക്കാൻ പറ്റത്തില്ല. അതുപോലെ മനുഷ്യക്കിടത്ത് നിരോധിച്ചുകൊണ്ടുള്ള ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 24. ഇനി ആർട്ടിക്കിൾ 18 എന്താ പറയുന്നത്? സ്ഥാനപ്പേരിനെ പറ്റി പറയുന്നത്. അതായത് ഒരാൾക്കും പ്രത്യേക സ്ഥാനപ്പേരുകൾ നൽകാൻ പാടില്ല. അതുപോലെ തന്നെ ഇന്ത്യയിലെ പൗരന്മാർക്ക് വിദേശ രാജ്യങ്ങളിൽ നിന്ന് സ്ഥാനപ്പേരുകൾ സ്വീകരിക്കാനും പാടില്ല. ഇതിനെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 18. സ്ഥാനപ്പേര് ഉദ്ദേശിക്കുന്നത് രാജ, മഹാരാജ, ദിവാൻ, സുൽത്താൻ അതുപോലത്തെയൊക്കെ സ്ഥാനപ്പേരുകളുടെ കാര്യമാണ് പറഞ്ഞത്. എന്നാലും വിദ്യാഭ്യാസപരമായി ഇപ്പം IAS എന്ന് ചേർക്കുന്നതിനോ ഡോക്ടർ എന്ന് ചേർക്കുന്നതിനോ മേജർ എന്ന് ചേർക്കുന്നതിനോ കുഴപ്പമില്ല. എഴുതിയെടുക്കുന്നതല്ല, വിദ്യാഭ്യാസപരമായി നേടിയെടുക്കുന്ന സ്ഥാനപ്പേരുകൾ ചേർക്കുന്നതിന് കുഴപ്പമില്ല. 40ാമത്തെ ക്വസ്റ്റ്യൻ എടുക്കുമ്പം ഇന്ത്യയുടെ ദേശീയ ചിഹ്നമായ ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏതാണ് അതിനകത്ത് ചോദിച്ചിരിക്കുന്നത്? സത്യമേവ ജയതേ എന്ന് മുണ്ടകോപനിഷത്തിൽ നിന്നെടുത്ത മുദ്രാവാക്യമാണ് ദേശീയ ചിഹ്നത്തിൻ്റെ അടിഭാഗത്ത് ആലേഖനം ചെയ്തിരിക്കുന്നത് കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. അതുപോലെ സിംഹം, കാള, കുതിര, ആന എന്നീ മൃഗങ്ങളുടെ രൂപമാണ് ദേശീയ ചിഹ്നത്തിലുള്ളതെന്ന് പറഞ്ഞേക്കുന്നത് കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. 1947 ഓഗസ്റ്റ് 15 ദേശീയ ചിഹ്നം ഔദ്യോഗികമായി അംഗീകരിച്ചതെന്നുള്ളത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. ഇനി സാരാനാഥിലെ അശോക സ്തംഭത്തിലെ സിംഹത്തെയാണ് ഇന്ത്യയുടെ ദേശീയ ചിഹ്നമായി സ്വീകരിച്ചെന്നുള്ളത് എന്താണ്? അതും കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. ഇപ്പം 3 മാത്രമേ തെറ്റുള്ളൂ. ഓപ്ഷൻ സി 3 മാത്രമേ തെറ്റുള്ളൂ. ഇത് എന്നാണ്? 1950 ജനുവരി 26, അതായത് ഇന്ത്യ റിപ്പബ്ലിക്കായ ദിവസം തന്നെയാണ് നാഷണൽ എംബ്ലം ഔദ്യോഗികമായി അംഗീകരിച്ചത്. അതുപോലെ ഇനി സ്റ്റേറ്റ്മെൻറ്റ് സെക്കൻഡിൽ കൊടുത്തേക്കുന്ന സിംഹം, കാള, കുതിര, ആന എന്നുള്ളത് കാണാൻ പഠിച്ചു വെച്ചേക്കുക. അത് ഇതിനു മുമ്പ് ചോദിച്ചിട്ടുണ്ട്. ആ കാള എന്നുള്ളത് മാറ്റി ചിലപ്പം പുലി എന്നൊക്കെ തരും. നമ്മൾ ടൈഗർ നാഷണൽ ആനിമലാണല്ലോ. അപ്പം എന്തായാലും ഔദ്യോഗിക ചിഹ്നത്തിൽ ഉണ്ടാകുമെന്ന് നമ്മൾ പോയി എഴുതും, തെറ്റിച്ചും കളയും. അപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ കായൽ എന്താണെന്നാണ് 41ാമത്തെ ക്വസ്റ്റ്യൻ. അതേതാ? വേമ്പനാട്ട് കായലാണ് കറക്റ്റ് ആൻസർ. കൂടാതെ ഏറ്റവും നീളം കൂടിയ കായലും അത് തന്നെയാണ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കായലും അത് തന്നെയാണ്. ഈ വേമ്പനാട്ട് കായൽ എന്താ? കേരളത്തിലെ 3 ജില്ലയിൽ ഇവിടെ വ്യാപിച്ച് കിടക്കുന്ന കായലാണ്. ഏതൊക്കെയാണ്? ഒന്ന് കോട്ടയം, എറണാകുളം, ആലപ്പുഴ. ഈ 3 ജില്ലയിലാണ് ഇത് വ്യാപിച്ച് കിടക്കുന്നത്. ഇനി കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന തണ്ണീർമുക്കം ബണ്ട് ഏത് കായലിന് കുറുകെയാണ് പണിതേക്കുന്നതെന്ന് ചോദിച്ചാൽ ഏത് കായലിന് കുറുകെയാണ്? വേമ്പനാട്ട് കായലിന് കുറുകെയാണ് തണ്ണീർമുക്കം ബണ്ട് പണിത വർഷം എത്ര? 1975 ഇത് പണി തീർത്തത്. കുറേ കാലം മുമ്പ് ഇവർ പണി തുടങ്ങിയതാണ്. എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. കാരണം ഞാൻ പറയാൻ കാരണം ഇത് 2ാം പഞ്ചവത്സര പദ്ധതി കാലത്ത് വിഭാവന ചെയ്ത
പ്രോജക്റ്റാണ്. അത് കേന്ദ്ര സർക്കാരിൻ്റെ സാമ്പത്തിക സഹായമൊക്കെ അതിൽ നിന്ന് ലഭിച്ചിരുന്നു. ഇതെന്തിനാണ് ഈ ബണ്ട് പണിതെന്ന് ചോദിച്ചാൽ എന്താണ്, കുട്ടനാട്ടിലെ നെൽകൃഷി സംരക്ഷിക്കാനാണ് ഈ ബണ്ട് പണിത്. ശരിക്കും വേമ്പനാട്ടുകായലിനെ കറക്റ്റ് നടുക്ക് വെച്ച് മുറിച്ചിട്ട് തെക്കൻ കുട്ടനാട്ടിലെ സ്ഥലങ്ങളിലേക്ക് ഉപ്പുവെള്ളം കയറാതെ തടഞ്ഞു വെച്ചേക്കുന്ന എന്താണ്, തണ്ണീർമുക്കം ബണ്ടാണ്. അത് കൃഷിയോടൊപ്പം മാത്രമേ ഉപ്പുവെള്ളം കയറാൻ സമ്മതിക്കുള്ളൂ. അല്ലാത്ത സമയത്തൊക്കെ അതിൽ എന്താണ് കൂടുതൽ ഫ്രഷ് വാട്ടർ തന്നെയാണ്. തെക്കൻ കുട്ടനാട് എന്ന് പറഞ്ഞാൽ കോട്ടയം ജില്ലയിലെ എന്താണ് കുമരകം ഭാഗം, അതുപോലെ തന്നെ കുട്ടനാട് ഭാഗം, അതുപോലെ ആലപ്പുഴ ജില്ല മുഹമ്മ ആ ഭാഗം, അതൊക്കെയാണ് തെക്കൻ കുട്ടനാട്. അവിടെ മാത്രമേ ബണ്ടിൻ്റെ ഇൻഫ്ലുവൻസ് ഉള്ളൂ. മുകളിലേക്ക് ഫുള്ള് ഉപ്പുവെള്ളം തന്നെയായിരിക്കും. വൈക്കം ചേർത്തല ആ ഭാഗത്തൊന്നും എന്താണ് ഫ്രഷ് വാട്ടർ ഒരിക്കലും കിട്ടില്ല. എപ്പോഴും ഉപ്പുവെള്ളം തന്നെയായിരിക്കും. അതിനിപ്പോഴാണ് ബണ്ട് ചെയ്യുന്നത്. ഞാൻ അറിയാൻ വേണ്ടി ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ഇത് ചോദിച്ചിരിക്കുന്നത് ദക്ഷിണ ഭാഗീരഥി എന്നറിയപ്പെടുന്ന നദി ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഈസിയാണ്, പമ്പ. മഞ്ചേശ്വരം പുഴയ്ക്കുള്ള പ്രത്യേകത എന്താ, അത് കേരളത്തിൻ്റെ ഏറ്റവും വടക്കേ അറ്റത്തെ പുഴയാണ് മഞ്ചേശ്വരം പുഴ. അത് ഏറ്റവും ചെറിയ പുഴ അത് തന്നെയാണ്, 16 കിലോമീറ്റർ ഉള്ളത്. ഇനി കിഴക്കോട്ട് ഒഴുകുന്ന പുഴകളിൽ ഏറ്റവും ചെറിയതാണ് പാമ്പാറാണ്. ബാരിസ് എന്നറിയപ്പെടുന്ന നദി ഏതാണ്, അത് ഇതേ നദി തന്നെയാണ്, പമ്പ തന്നെയാണ് ബാരിസ് എന്നറിയപ്പെടുന്നത്. ഇനി ശോകനാശിനി എന്നറിയപ്പെടുന്ന പുഴ ഏതാണ്, ഭാരതപ്പുഴയാണ് ശോകനാശിനി എന്നറിയപ്പെടുന്നത്. പെരിയാറിൻ്റെ ഒരു അപരനാമമുണ്ട്, എന്താണ് അത്, ലൈഫ് ലൈൻ ഓഫ് കേരള എന്നാണ്. കേരളത്തിൻ്റെ ജീവനാഡി എന്നറിയപ്പെടുന്ന പെരിയാറാണ്. ഇനി 43 കേരളത്തിൻ്റെ ഔദ്യോഗിക പക്ഷി ഏതാ, മഴമുഴക്കി വേഴാമ്പലാണ് കേരളത്തിൻ്റെ ഔദ്യോഗിക പക്ഷി. ഇനി വേറെ ഏത് സംസ്ഥാനത്തിനാണ് മഴമുഴക്കി വേഴാമ്പൽ ഔദ്യോഗിക പക്ഷിയായിട്ടുള്ളത്, അത് കമൻറ്റ് ചെയ്യുക ആൾക്കാർ അടിയിൽ. മഴമുഴക്കി വേഴാമ്പലിൻ്റെ എന്താണ് സയൻറ്റിഫിക് നെയിം ഇതിനു മുമ്പ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അതെന്താ, ബ്യൂസോറസ് ബൈക്കോർണീസ് എന്നാണ് അതിൻ്റെ സയൻറ്റിഫിക് നെയിം. പറയുമ്പോൾ ആദ്യം പറയുന്ന പേരുണ്ട്, അതാണ് ജീനസിൻ്റെ പേരാണ്. രണ്ടാമത് പറയുന്ന പേര് സ്പീഷീസിൻ്റെ പേരാണ്. ഹോമോ സാപ്പിയൻസ് എന്നല്ലേ, ഹോമോ സാപ്പിയൻസ് എന്ന് പറയുമ്പോൾ ഹോമോ എന്താണ് ജീനസിൻ്റെ പേരാണ്, സാപ്പിയൻസ് ആണ് എന്ത് സ്പീഷീസിൻ്റെ പേര്. പറയുമ്പോൾ എന്താ, ബ്യൂസോറിസ് ബൈക്കോർണീസ് എന്നാണ് മഴമുഴക്കി വേഴാമ്പലിൻ്റെ ശാസ്ത്രീയ പേര്. ഈ മയിലിൻ്റെ ഇതിനു മുമ്പ് ചോദിച്ചിട്ടുണ്ട്, എന്താണ്, പാവോ ക്രിസ്റ്റാറ്റസ് എന്നാണ് മയിലിൻ്റെ ശാസ്ത്രീയ പേര്, പേരുള്ള ശാസ്ത്രീയ നാമം. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ എന്താ, കേരളത്തിലെ ആദ്യ വന്യജീവി സങ്കേതം ഏതാണെന്ന് ചോദിച്ചേക്കുന്നത്. ഇനിയുള്ളൂ 42ാമത്തെ ക്വസ്റ്റ്യനിൽ ഈ നദികളുടെയൊക്കെ നീളം കൂടെ പഠിച്ചു വയ്ക്കുക. അപ്പോൾ പമ്പയുടെ നീളം എത്രയാണ്, പമ്പയുടെ 176ആണ്. ഇത് കേരളത്തിലെ 3ാമത്തെ നദിയാണ്. 5 വരെയുള്ള നദിയെങ്കിൽ എന്തെങ്കിലും പഠിച്ചു വയ്ക്കണം. 146 കിലോമീറ്റർ. 5 സ്ഥാനം വരെയുള്ള നദികളുടെ കിലോമീറ്റർ എന്തായാലും പഠിച്ചു വയ്ക്കണം. 44ാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം എന്ന് പറയുന്നത് എന്താണ്, പെരിയാർ വന്യജീവി സങ്കേതമാണ്. ഫസ്റ്റ് പേജിൻ്റെ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തപ്പോൾ അവിടെ പറഞ്ഞു പോയ സംഭവമാണ്. സെയിം ക്വസ്റ്റ്യൻ തന്നെ അവിടെ വന്നെന്ന് തോന്നുന്നു, സംശയമുണ്ട്, ഞാൻ മറന്നുപോയി. ഈ പെരിയാർ വന്യജീവി സങ്കേതം നിലവിൽ വന്നത് 1934 ഇതിന് മുമ്പ് പെരിയാർ വന്യജീവി സങ്കേതം അറിയപ്പെട്ടിരുന്ന പേരെന്താണ്, നെല്ലിക്കാൻപെട്ടി വന്യജീവി സങ്കേതം എന്നായിരുന്നു ഇത് ആദ്യകാലം അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. ഇത് നിലവിൽ വന്നപ്പോൾ തിരുവിതാംകൂർ മഹാരാജാമാരായിരുന്നു. അത് ശ്രീ ചിത്ര തിരുനാളായിരുന്നു. സോറി, എനിക്ക് തിരിഞ്ഞു പോയി. 1934 നിലവിൽ വന്നപ്പോഴാണ് ഇത് നെല്ലിക്കാൻപെട്ടി ഗെയിം സാഞ്ചുറി എന്ന് പറഞ്ഞത്. പിന്നെ 1950 ഇത് പെരിയാർ എന്ന് പറഞ്ഞ് പേര് മാറ്റിയത്. ഇനി ഇവിടെ പെരിയാർ വന്യജീവി സങ്കേതത്തെ 1978 പിടിച്ച് പെരിയാർ ടൈഗർ റിസർവ് ആക്കിയിട്ടുണ്ടായിരുന്നു. 1978 ഇതെന്താണ്, ഇത് പ്രോജക്റ്റ് ടൈഗറിൻ്റെ ഭാഗമായിട്ട്. പ്രോജക്റ്റ് ടൈഗർ 1973 പ്രോജക്റ്റ് ടൈഗർ ആരംഭിച്ചത്. പ്രോജക്റ്റ് ടൈഗറിൻ്റെ ഭാഗമായിട്ടാണ് പെരിയാർ വൈൽഡ് ലൈഫ് സാഞ്ചുറിനെ പിടിച്ച് ടൈഗർ റിസർവ് ആക്കിയത്. ഇവിടെ പെരിയാർ ടൈഗർ റിസർവിൻ്റെ ഏരിയ ഒന്ന് പഠിക്കാവുന്നതാണ്. 925 സ്ക്വയർ കിലോമീറ്ററാണ് ഇതിൻ്റെ ഏരിയ വരുന്നത്. ഇതെന്ന് പറയുമ്പോൾ വലിയൊരു ഏരിയയാണ് ശരിക്കും പറഞ്ഞാൽ. ഇപ്പം കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ലയായ ആലപ്പുഴ ജില്ലയുടെ വിസ്തീർണം എന്ന് പറഞ്ഞത് 1415 സ്ക്വയർ കിലോമീറ്ററുള്ളൂ. ഒരു ആലപ്പുഴ ജില്ലയുടെ 3/4 ഭാഗമെങ്കിലും വരും ഈ കാട് തന്നെ. കേരളത്തിൽ ഇത് ഇടുക്കി ജില്ലയിലും പത്തനംതിട്ട ജില്ലയിലും ഒക്കെ ആയിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ശബരിമലയൊക്കെ സ്ഥിതി ചെയ്യുന്ന കാട് ഏതാണ്, അതൊക്കെ ടൈഗർ റിസർവ്, പെരിയാർ ടൈഗർ റിസർവിൻ്റെ ഭാഗമായിട്ടുള്ള കാടാണ്. ഈ 925 സ്ക്വയർ കിലോമീറ്റർ ഭാഗം കൂടാതെ തമിഴ്നാടിൻ്റെ ഭാഗത്തും ഉണ്ട്. അതായത് മേഘമല ടൈഗർ റിസർവ് എന്ന് പറയുന്നത് തമിഴ്നാടിൻ്റെ ഭാഗത്തും ഉണ്ട്. എല്ലാം കൂടെ കൂട്ടി വരുമ്പോൾ എന്താണ് 10,400 സ്ക്വയർ കിലോമീറ്ററുകൾ വരും. ആലപ്പുഴ ജില്ലയുടെ അത്രയും വലിയൊരു കാടാണ്. ഇനി ഇന്ത്യയിലെ ഏറ്റവും വലിയ
ഏറ്റവും വലിയ ടൈഗർ റിസർവ് ഏതാണെന്ന് ചോദിച്ചാൽ എന്താണ്, അത് 5000 സ്ക്വയർ കിലോമീറ്ററിന് മുകളിൽ വരുന്ന 5000 സ്ക്വയർ കിലോമീറ്ററിന് മുകളിൽ വരുന്നതാണ്. അതെവിടെ സ്ഥിതി ചെയ്യുന്നതെന്ന് വെച്ചാൽ ആന്ധ്രാപ്രദേശിലാണ്. അത് നാഗാർജുന ഡാമിൻ്റെ അടുത്ത് സ്ഥിതി ചെയ്യുന്നത്. നാഗാർജുന സാഗർ ശ്രീശൈലം എന്നാണ് ആ ടൈഗർ റിസർവിൻ്റെ പേര്. ഇവിടെ ഓപ്ഷൻ ഡി പറമ്പിക്കുളം എന്താണ്, ഇതൊരു വൈൽഡ് ലൈഫ് സാങ്ച്വറി തന്നെയാണ്. ഇത് 2009 ഇതിനെ ടൈഗർ റിസർവായിട്ട് പ്രഖ്യാപിച്ചു. ഇത് സ്പ്രെഡ് ചെയ്ത് കിടക്കുന്ന ജില്ല എന്ന് പറയുന്നത് ഏതാണ്, ഒന്ന് പാലക്കാട് ജില്ല, മറ്റേ തൃശ്ശൂർ ജില്ല. തൃശ്ശൂർ പാലക്കാട് ജില്ലയിൽ സ്പ്രെഡ് ചെയ്ത് കിടക്കുന്നവരാണ് പറമ്പിക്കുളം. ഇതിനൊരു പ്രത്യേകത ഉണ്ട്, ഇത് കേരളത്തിൽ കൂടെ പ്രവേശിക്കാൻ പറ്റത്തില്ല, തമിഴ്നാട്ടിൽ കൂടെ പ്രവേശിക്കാൻ പറ്റത്തുള്ളൂ. ഇനിയിപ്പോൾ അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. 45ാമത്തെ ക്വസ്റ്റ്യൻ, കൊച്ചിയിലെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതമാണ് ഇത് ചെയ്യുന്നത് മംഗളവനമാണ്. വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യനാണ്, എല്ലാവർക്കും ആൻസർ ചെയ്യാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ എടുത്താൽ വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ജില്ല ഏതെന്ന് വെച്ചാൽ തിരുവനന്തപുരമാണ്. വിഴിഞ്ഞം തുറമുഖത്തെ പറ്റി ഇതിന് മുമ്പത്തെ സ്റ്റേജിൽ നമ്മൾ പറഞ്ഞായിരുന്നു. വിഴിഞ്ഞം തുറമുഖം 2025 മെയ് 2-നാണ് കമ്മീഷൻ ചെയ്തത്. നരേന്ദ്രമോദിയാണ് വന്ന് ഉദ്ഘാടനം ചെയ്തത്. ഇതിൻ്റെ പ്രത്യേകത എന്താ, ആദ്യത്തെ മെഗാ ട്രാൻസ്ഷിപ്മെൻറ്റ് കണ്ടെയ്നർ ടെർമിനലാണ് വിഴിഞ്ഞം പോർട്ട്. അതുപോലെ ഇന്ത്യയിൽ ഏറ്റവും ആഴമുള്ള തുറമുഖം, അതായത് ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത്, കപ്പലിന് ഡ്രാഫ്റ്റായിട്ടാണ് ആഴം കൂട്ടുന്നത്. കപ്പലുകൾക്ക് ഏറ്റവും കൂടുതൽ ഡ്രാഫ്റ്റ് ലഭിക്കുന്ന പോർട്ട് എന്താണ്, അത് തിരുവനന്തപുരത്ത് വിഴിഞ്ഞം പോർട്ടാണ്. കേരള കായിക ദിനം എന്താണെന്ന് ചോദിച്ചിരുന്നത് ഒക്ടോബർ 13-ആണ്. ഈ ദിവസത്തിന് പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് ജി വി രാജയുടെ പിറന്നാളായതുകൊണ്ടാണ് കേരളത്തിൽ കായിക ദിനമായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ജി വി രാജയുടെ പേരിൽ സ്റ്റേഡിയമൊക്കെ ഉണ്ട്. എവിടെയാണ്, ട്രിവാൻഡ്രത്താണ് അത്. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്, പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി. ഇത് രാജ്യത്തിന് സമർപ്പിച്ചത് 1940-ലാണ് ഇത് രാജ്യത്തിന് സമർപ്പിച്ചത്. അന്ന് തിരുവിതാംകൂർ രാജാവാരായിരുന്നു, ചിത്തിര തിരുനാളായിരുന്നു തിരുവിതാംകൂർ രാജാവ്. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ നിത്യഹരിത വനം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം അതായത് ഓപ്ഷൻ എ സൈലൻറ്റ് വാലിയാണ് കറക്റ്റ് ആൻസർ. 1984-ലാണ് സൈലൻറ്റ് വാലി നാഷണൽ പാർക്കായിട്ട് പ്രഖ്യാപിക്കുന്നത്. പക്ഷെ ഉദ്ഘാടനം ചെയ്യുന്നതാണ് 85-ന് മാത്രമേ ഉദ്ഘാടനം ചെയ്തു. ഇനി സൈലൻറ്റ് വാലിയിൽ കൂടെ ഒഴുകുന്ന പുഴ ഏതാണ്, അത് സൈലൻറ്റ് വാലിയിൽ കൂടെ ഒഴുകുന്ന പുഴ കുന്തിപ്പുഴ. സൈലൻറ്റ് വാലിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന പുഴ ഏതാണ്, അത് തൂതപ്പുഴയാണ്. ഇവിടെ സൈലൻറ്റ് വാലിയിൽ സംരക്ഷിച്ചു പോരുന്ന മൃഗവേദ, ഇത് സിംഹവാലൻ കുരങ്ങനാണ്. അതുങ്ങളെന്ന് പറയുന്നത് IUCN റെഡ് ലിസ്റ്റിൽ വംശനാശന ഭീഷണി നേരിടുന്ന വിഭാഗത്തിൽപ്പെടുന്ന ജീവികളാണ് സിംഹവാലൻ കുരങ്ങൻ. ഇനി ഇരവികുളത്ത് സംരക്ഷിക്കുന്ന ഏതാണ്, അത് നീലഗിരി താർ എന്ന് പറയും, വരയാടുകളെയാണ് സംരക്ഷിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ ഗവർണറായ ആദ്യ മലയാളി ആരാണെന്ന് ചോദിച്ചിരിക്കുന്നത്. വി വിശ്വനാഥനാണ് കറക്റ്റ് ആൻസർ. ഇവിടെ വി വിശ്വനാഥൻ കേരളത്തിലെ 5ാമത്തെ ഗവർണറാണ്. അയാൾ 1967 മുതൽ 73 വരെയായിരുന്നു ഗവർണർ സ്ഥാനത്ത് ഉണ്ടായിരുന്നത്. കേരളത്തിൻ്റെ ആദ്യത്തെ ഗവർണർ ആരായിരുന്നു, അത് വി രാമകൃഷ്ണ റാവു ആയിരുന്നു ആദ്യത്തെ ഗവർണർ. ഇനി 51ാമത്തെ ക്വസ്റ്റ്യൻ, തിരുവിതാംകൂർ സർക്കാർ പണ്ടാരപ്പാട്ട് വിളംബരം നടത്തിയ വർഷം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് 1965-ആണ് കറക്റ്റ് ആൻസർ. ഇനി കേരളത്തിലെ ആദ്യമായി രൂപം കൊണ്ട സ്വകാര്യ ബാങ്ക് ഏതാണെന്ന് ചോദിച്ചാൽ എന്താണ്, നെടുങ്ങാടി ബാങ്കാണ് കറക്റ്റ് ആൻസർ. ഇതെന്നാ രൂപം കൊണ്ടത്, 1913-ലാണ് ഇത് രൂപം കൊണ്ടത്. ഇത് കേരളത്തിലെ മാത്രമല്ല, ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ ബാങ്ക് ഇത് തന്നെയായിരുന്നു. സ്വകാര്യ ബാങ്ക് കേട്ടോ, അല്ലാതെ കേരളത്തിലെ ആദ്യത്തെ രൂപം കൊണ്ട സ്വകാര്യ ബാങ്ക് ഇത് തന്നെയാണ്, ദക്ഷിണേന്ത്യയിലെ ഇത് തന്നെയാണ്. സ്റ്റാർട്ട് ചെയ്ത ആളുടെ പേരെന്താണ്, അപ്പു നെടുങ്ങാടിയാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. 53ാമത്തെ ക്വസ്റ്റ്യൻ എന്താ, താഴെ പറഞ്ഞതിൽ മലബാറിലെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധമില്ലാത്ത സംഭവം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബന്ധമില്ലാത്ത സംഭവം എന്താണ്, 1936-ലെ ഇലക്ട്രിസിറ്റി സമരമാണ് ബന്ധമില്ലാത്തത്. 1936-ലെ ഇലക്ട്രിസിറ്റി സമരം തൃശ്ശൂർ നഗരത്തിലാണ് നടന്നത്. കൊച്ചി ദിവാനായിരുന്ന RK ഷൺമുഖം ചെട്ടി തൃശ്ശൂരിലെ വൈദ്യുതി വിതരണം ഒരു സ്വകാര്യ കമ്പനിയെ ഏൽപ്പിക്കുന്നതിനാണ് മെയിനായിട്ടുള്ള കാരണം. ഈ സമരത്തിന് നേതൃത്വം കൊടുത്ത ആരാ, ഇക്കണ്ട വാര്യർ ആണ്. ഇക്കണ്ട വാര്യർ ഒരാളായിരുന്നു. അതുപോലെ ഡോക്ടർ AR മേനോൻ ഉണ്ടായിരുന്നു. CR ഉണ്ണി വേറൊരാളായിരുന്നു. നേതൃത്വത്തിലാണ് ഇലക്ട്രിസിറ്റി സമരം നടന്നത്. ഇത് മലബാറുമായിട്ട് യാതൊരു ബന്ധമില്ലായിരുന്നു. ഇവിടെ 1916-ലെ ആനി ബസിൻ്റെ കഥ പറയുന്നത് എന്താ, ഇത് പാലക്കാട് വെച്ച് നടന്ന ആദ്യത്തെ മലബാർ കോൺഗ്രസിൻ്റെ സമ്മേളനമായിരുന്നു. 16 തൊട്ട് 17, 18, 19, 20
വരെ നടന്നിട്ടുള്ളത്. കീഴരിയൂർ ബോംബ് കേസ് എന്താണ് മലബാറുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട ആളാണ് എന്ത് KB മേനോൻ. ഈ കീഴരിയൂർ ബോംബ് കേസ് ഉത്തരേന്ത്യയിൽ നടന്ന ഏത് പ്രക്ഷോഭവുമായിട്ട് ബന്ധപ്പെട്ട പ്രക്ഷോഭമാണെന്ന് ചോദിച്ചാൽ എന്താണ് അത് ക്വിറ്റ് ഇന്ത്യ സമരം. 1942 ക്വിറ്റ് ഇന്ത്യ സമരം നടക്കുന്നത്. കീഴരിയൂർ ബോംബ് കേസും 1942 തന്നെയാണ് നടന്നത്. ഇനി മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബിൻ്റെ നേതൃത്വത്തിൽ നടന്ന ഉപ്പ് നിയമ ലംഘന സമരം നമ്മൾ കഴിഞ്ഞ സ്റ്റേജിൻ്റെ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞായിരുന്നു. കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന കേളപ്പൻ അറസ്റ്റ് വരിച്ചതിന് ശേഷം ഉപ്പ് സത്യാഗ്രഹം മുമ്പോട്ട് കൊണ്ടുപോയത് ആരാണ്? അബ്ദുൾ റഹ്മാൻ സാഹിബാണ്. കേരളത്തിൻ്റെ സുഭാഷ് ചന്ദ്രബോസ് എന്നറിയപ്പെടുന്ന ആരാണ്? ഇതേ ആൾ തന്നെയാണ്, അബ്ദുൾ റഹ്മാൻ സാഹിബ് തന്നെയാണ്. പക്ഷെ ഇത് പയ്യന്നൂരിൽ നടന്ന് ഇദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ കോഴിക്കോടാട്ടോ നടന്നു. അതോർത്തിരുന്നാൽ മതി. ചിലപ്പം സ്റ്റേറ്റ്മെൻറ്റ് ചിലപ്പോൾ അങ്ങനെ ചോദിക്കും, ചിലപ്പോൾ അതിനിടയ്ക്ക് അവർ പയ്യന്നൂരിട്ട് വയ്ക്കും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കാതെ പോയി കഴിഞ്ഞാൽ തെറ്റിപ്പോകും. ഇനി അടുത്ത ചോദ്യം എന്താ? 54 1932 നിവർത്തന പ്രക്ഷോഭവുമായി ബന്ധമില്ലാത്ത ആരെന്ന് ചോദിച്ചത് കേളപ്പനാണ് കറക്റ്റ് ആൻസർ. ഇതിൽ പങ്കെടുത്ത വേറൊരു മെയിൻ നേതാവായിരുന്നു IC ചാക്കോ എന്ന് പറയുന്ന പുള്ളിയാണ് ഈ നിവർത്തന പ്രക്ഷോഭം എന്ന് പറഞ്ഞ പേര് നിർദ്ദേശിച്ച്. അപ്പോൾ IC ചാക്കോ, NV ജോസഫ്, PK കുഞ്ഞ്, C കേശവനൊക്കെ ആയിരുന്നു നിവർത്തന പ്രക്ഷോഭത്തിൻ്റെ മെയിൻ നേതാക്കൾ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ഏത് കോൺഗ്രസ് സമ്മേളനത്തിൻ്റെ ഭാഗമായാണ് കേരളത്തിലെ ആദ്യ മഹിളാ സമ്മേളനം നടന്നതെന്ന് ചോദിച്ചാൽ എന്താണ്? ഓപ്ഷൻ C വടകരയാണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 1921 നടന്ന 1ാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനത്തിൻ്റെ അധ്യക്ഷനാരാണെന്ന് ചോദിച്ചാൽ T പ്രകാശനാണ് കറക്റ്റ് ആൻസർ. 55ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇത് വടകര ഏത് വർഷമാണ് നടന്നത്? 1942 നടന്നത്. ആനി മസ്കലിനാണ് ഈ സമരത്തിൽ അധ്യക്ഷത വഹിച്ചത്. 56ാമത്തെ ക്വസ്റ്റ്യൻ ഈ T പ്രകാശം അധ്യക്ഷനായി എവിടെ വെച്ചാണ് നടന്നത്? ഇത് പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലത്ത് വെച്ചാണ് ഇന്ന് നടന്നത്. ഇനി ശ്രീനാരായണ ഗുരുവുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഇതിനകത്ത് ഏതാണെന്ന് ചോദിച്ചിരുന്നത്. ഈ C സ്റ്റേറ്റ്മെൻറ്റാണ് ബന്ധമില്ലാത്ത, ബാക്കി എല്ലാ സ്റ്റേറ്റ്മെൻറ്റും ബന്ധമുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. മേൽമുണ്ട് ധരിക്കാതെ അല്ലെങ്കിൽ മാറുമറയ്ക്കൽ സമരമായിട്ട് ബന്ധപ്പെട്ട ആളാരാണ്? അതായത് വൈകുണ്ഠസ്വാമികളാണ്. അടുത്ത ക്വസ്റ്റ്യൻ പ്രത്യക്ഷ രക്ഷ ദൈവസഭ സ്ഥാപിച്ച ആരാണെന്ന് ചോദിച്ചത് കുമാരഗുരുദേവനാണ്. നമ്മളിത് ഫസ്റ്റ് ഇതിൽ പറഞ്ഞിരുന്നു, സ്റ്റേജിൽ നടന്ന പരീക്ഷ ഡിസ്കസ് ചെയ്തായിരുന്നു. എവിടെ പുള്ളി സ്ഥാപിച്ചത്? 1909 ഇത് സ്ഥാപിച്ചത്. ഇനി 1615 കേരളത്തിൽ സാമൂതിരിയുമായി വ്യാപാര ഉടമ്പടി ഒപ്പുവെച്ച ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പ്രധാനി ആരായിരുന്നാണ് ചോദിച്ചത്? വില്യം കില്ലിംഗ് ആണ് കറക്റ്റ് ആൻസർ. ഈ സെയിം ക്വസ്റ്റ്യൻ തന്നെ അപ്പുറത്തും ഉണ്ടായിരുന്നു. ഫസ്റ്റ് സ്റ്റേജിൽ ഈ സെയിം ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഫസ്റ്റ് സ്റ്റേജ് ഇതിപ്പം ഓപ്ഷനെല്ലാം എടുത്ത് വെച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഇനി 6ാമത്തെ ക്വസ്റ്റ്യൻ വയനാട്ടിലെ കുറിച്യ കലാപവുമായി ബന്ധപ്പെട്ട പ്രസ്ഥാനങ്ങൾ ഏതെല്ലാം എന്ന് ചോദിച്ചത്? ബ്രിട്ടീഷുകാർ അമിത നികുതി ചുമത്തിയത് എന്നാണ് കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. അതുപോലെ നികുതി പണമായി അടയ്ക്കാൻ നിർബന്ധിച്ചു, അതും കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. നികുതി അടയ്ക്കാൻ കഴിയാത്തവരുടെ കൃഷിഭൂമി പിടിച്ചെടുത്തു, അതും കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. അപ്പം ഓപ്ഷൻ 4 എല്ലാം ശരിയാണെന്നാണ് കറക്റ്റ് ആൻസർ. കുറിച്യർ ലഹളയുടെ ഒരു സമരവാചകം ഉണ്ടായിരുന്നു. വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക. സമരം നടന്ന വർഷം 1812 നടന്നത്. ഇതിന് നേതൃത്വം കൊടുത്തത് രാമനമ്പി എന്ന് പറഞ്ഞ് ഒരു മനുഷ്യനാണ് ഇതിന് നേതൃത്വം കൊടുത്തത്. ഇത് ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ഒരു ജനകീയ പ്രക്ഷോഭമായിരുന്നു. അവസാനം ബ്രിട്ടീഷുകാർ കലാപകാരികളെ പെട്ടെന്ന് തന്നെ അടിച്ചമർത്ത് പഴയ സ്ഥിതിയിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്ത അവസാനം. 61ാമത്തെ ക്വസ്റ്റ്യൻ വംശനാശ ഭീഷണി നേരിടുന്ന സസ്യങ്ങളും ജന്തുക്കളെയും വിവരങ്ങൾ ഉൾപ്പെടുത്തി വർഷാവർഷം റെഡ് ഡേറ്റ ബുക്ക് പുറപ്പെടുവിപ്പിക്കുന്നവരാണ് IUCN ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ കാണുമ്പോൾ തന്നെ യുനെസ്കോ വരില്ലെന്നറിയാം. വേൾഡ് ഫുഡ് പ്രോഡക്റ്റ് WFP വരത്തില്ല, അത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ. ഇനി 62ാമത്തെ ക്വസ്റ്റ്യൻ എന്താ? പഴങ്ങളും പച്ചക്കറികളും പാകം ചെയ്യുമ്പോൾ അടച്ചു വെക്കണം എന്ന് പറയുന്നത് ഏത് വിറ്റാമിൻ നഷ്ടപ്പെടാതിരിക്കാനാണെന്ന് ചോദിച്ചാൽ വിറ്റാമിൻ C ആണ്. നമ്മൾ വിറ്റാമിൻ പഠിക്കുമ്പോൾ തന്നെ വിറ്റാമിൻ എന്ന് പറഞ്ഞ ടോപ്പിക് എടുത്ത് പഠിക്കുമ്പോൾ തന്നെ പറയുന്നതാണ് ചൂടാക്കിയാൽ നഷ്ടപ്പെടുന്ന വിറ്റാമിൻ എന്ന് പറയുന്നത് വിറ്റാമിൻ C ആണ്.
കണ്ടൽക്കാടുകളെ സംബന്ധിച്ച് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായത് തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് തീരപ്രദേശത്തെ മണ്ണ് പിടിച്ചു നിർത്തുന്നു എന്നുള്ള കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. അതുപോലെ സുനാമിയെ തടയുന്നു എന്ന് പറയുന്നത് കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. മത്സ്യസമ്പത്ത് കുറയ്ക്കാൻ കാരണമാകുന്നു എന്ന് പറയുന്നതാണ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. സിമ്പിളായിട്ട് പറയാൻ പറ്റും എന്താണ് ഓപ്ഷൻ സി 1ഉം 2ഉമാണ് ശരി. ഇനി 64ാമത്തെ ക്വസ്റ്റ്യൻ കാൽമുട്ടുകളിൽ കാണപ്പെടുന്ന അസ്ഥി ഇവയിൽ ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഇനി 64 എന്താ കാൽമുട്ടിൽ അടങ്ങിയിരിക്കുന്ന അസ്ഥി എന്ന് പറയുന്നത് എന്താ ഒരു വിജാഗിരി സന്ധിയാണ്, ഹിഞ്ച് ജോയിൻ്റ് ആണ്. കൈമുട്ടിൽ അടങ്ങിയിരിക്കുന്ന സന്ധി എന്താണ് അത് ഹിഞ്ച് ജോയിൻ്റ് തന്നെയാണ്. ഈ വിജാഗിരി സന്ധിക്ക് എന്താണ് മൂവ്മെൻറ്റ് 360 ഡിഗ്രി പോസിബിൾ ആവത്തില്ല, 180 ഡിഗ്രിയേ പോസിബിൾ ആവത്തുള്ളൂ. അതായത് ലീനിയറായിട്ട് ഈ 180 ഡിഗ്രിയേ പോസിബിൾ ആവത്തുള്ളൂ. വണ്ടിയുടെയൊക്കെ വൈപ്പറൊക്കെ വർക്ക് ചെയ്യുന്ന പോലെ എന്താണ് ഇതാണ് വിജാഗിരി സന്ധിയുടെ മൂവ്മെൻറ്റ്. ഇനി ഗോളരസന്ധി ആണെങ്കിലോ, ഗോളരസന്ധി എന്ന് പറഞ്ഞാൽ ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻ്റാണ്. ഇവിടെ ഒരു ബോളുണ്ട്, ഇതൊരു സോക്കറ്റ് ഉണ്ട്. ഇത് 360 ഡിഗ്രി എവിടെ വേണമെങ്കിലും മൂവ്മെൻറ്റ് പോസിബിളാണ്. ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻറ്റിൻ്റെ എക്സാമ്പിൾ എന്താണ്? ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻറ്റ്, ഷോൾഡർ, അതുപോലെ ഹിപ്പ് ജോയിൻറ്റ്, ഇതൊക്കെ എന്താണ് ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻറ്റിൻ്റെ എക്സാമ്പിളാണ്. ഇനി കിലാസന്ധി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് പിവോട്ട് ജോയിൻറ്റിൻ്റെ മലയാളമാണ് കിലാസന്ധി. പിവറ്റ് ജോയിൻറ്റിൻ്റെ എക്സാമ്പിൾ എന്താ? ഇതെന്ന് പറയുന്നത് നമ്മുടെ കഴുത്തിലൊക്കെ കാണപ്പെടുന്ന, നെക്കിലൊക്കെ കാണപ്പെടുന്ന ജോയിൻ്റാണ് എന്ത് പിവറ്റ് ജോയിൻറ്റ്. ഇനി ഇവിടെ ഓപ്ഷൻ ഡി എന്താ സ്ലൈഡിങ് ജോയിൻ്റാണ്. സ്ലൈഡിങ് ജോയിൻറ്റ് എക്സാമ്പിൾ എന്താ? അത് ജോയിൻറ്റ് ബിറ്റ്വീൻ നമ്മുടെ കാലിലെ കാർപ്പൽസ്, റിസ്റ്റ്, കൈക്കടയിലുള്ള റിസ്റ്റ്, അതുപോലെ ടാർസൽ ആംഗിളിനിടയ്ക്ക് ഉള്ള ബോൺസ്, അതൊക്കെയാണ് എന്ത് തെന്നി മാറുന്ന സ്ലൈഡിങ് ജോയിൻറ്റ്സിന് എക്സാമ്പിൾ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അങ്ങനെയാണ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഭൗമസൂചിക പദവിയിൽ വെച്ച് കുറ്റ്യാട്ടൂർ മാങ്ങ ഉൽപ്പാദിപ്പിക്കുന്ന പ്രദേശം ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ബി കണ്ണൂരാണ്. അതുപോലെ ഈ ഇടയ്ക്ക് കറണ്ട് അഫയേഴ്സിൽ വന്നതാണ് എന്താണ് അട്ടപ്പാടി തൂവാര എന്ന് പറയുന്നത് എന്താണത്? GI ടാഗ് കിട്ടിയതാണ്, റെഡ് ഗ്രാമാണ്. ഇത് തുവരപ്പരിപ്പാണ് കേട്ടോ, ചുമന്ന തുവരപ്പരിപ്പാണ്. അട്ടപ്പാടി തുവര, അതാണ് ഇടയ്ക്ക് GI ടാഗ് കിട്ടിയത്. അതുപോലെ എന്താ കൊടുങ്ങല്ലൂർ പൊട്ടുവെള്ളരി എന്ന് പറയുന്നത് GI ടാഗ് കിട്ടി. അതെന്താ? അത് ഒരു തരത്തിലുള്ള പൊട്ടുവെള്ളരിയാണ്, വെള്ളരി ആണ്. വേറൊരു GI ടാഗ് കിട്ടിയതാണ് എന്ത് ഓണാട്ടുകര എള്ളെന്ന് പറയും. ഈ ഇടയ്ക്ക് GI ടാഗ് കിട്ടി. വേറൊരു സംഭവമുണ്ട് എന്താണ് കാന്തല്ലൂർ വട്ടവട വെളുത്തുള്ളി, ഗാർലിക്കിന് GI ടാഗ് കിട്ടി. എന്താണ് കാന്തല്ലൂർ വട്ടവട വെളുത്തുള്ളിക്ക് GI ടാഗ് കിട്ടി. ഇതൊക്കെ കറണ്ട് അഫയേഴ്സ് ഉള്ളതാണ് കേട്ടോ, കറണ്ട് അഫയേഴ്സിൽ പെടുന്ന സാധനം. പണ്ട് GI ടാഗ് കിട്ടിയത് കുറേ സംഭവമുണ്ട്. ഒന്ന് നിലമ്പൂർ തേക്കിന് GI ടാഗ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ എന്താ തിരൂർ വെറ്റില, അതിന് GI ടാഗ് കിട്ടിയിട്ടുണ്ട്. പിന്നെ എന്താ നമ്മുടെ ആലപ്പുഴ കയറിന് GI ടാഗ് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ആറന്മുളയിലെ എന്താണ് ആറന്മുള കണ്ണാടിക്ക് GI ടാഗ് കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ പണ്ട് GI ടാഗ് കിട്ടിയതാണ്. ഇനി 66ാമത്തെ ക്വസ്റ്റ്യൻ താഴെ കൊടുത്തിരിക്കുന്നതിൽ വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ അല്ലാത്തവ ഏതാണെന്ന് ചോദിച്ചേക്കുന്നത്. COVID-19 വില്ലൻ ചുമ എന്തായാലും പകരുന്നറിയാം, അപ്പം ഇതല്ല. COVID-19 പോലെ തന്നെ ഒരു രോഗമാണ് ഇൻഫ്ലുവൻസ, ഇതും അല്ല. ചിക്കൻ ബോക്സ് ഇൻഫ്ലുവൻസ അല്ല. ഈ ക്ഷയം എന്ന് പറയുന്നത് എന്താണ്? ഇത് ട്യൂബർകുലോസിസ് ആണ്. ഇത് വായുവിലൂടെ പകരുന്ന ഒരു രോഗം തന്നെയാണ്. മനസ്സിലായത്? കോളറയും ടൈഫോയിഡും ഇത് വെള്ളത്തിൽ കൂടെ പകരുന്ന, കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള വെള്ളത്തിൽ കൂടെ പകരുന്ന രോഗമാണ്. പിന്നെ ഒരു പ്രത്യേകത കൂടെ, ഇത് രണ്ടും എന്താണ്? ഇത് ബാക്ടീരിയ രോഗമാണ്. ഒന്ന് വിബ്രിയോ കോളറ എന്നാണ് ഇതിൻ്റെ ബാക്ടീരിയയുടെ പേര്. പിന്നെ എന്താണ് ടൈഫോയിഡ് സാൽമോണല്ല ടൈഫിയാണ്. ഇനി ഇതിനകത്ത് വേറെ ബാക്ടീരിയ രോഗങ്ങൾ ഏതാ? ഒന്ന് വില്ലൻ ചുമ ബാക്ടീരിയ രോഗമാണ്. അതുപോലെ ക്ഷയം എന്താണ് ഒരു ബാക്ടീരിയൽ ഡിസീസാണ്. വില്ലൻ ചുമ ഉണ്ടാക്കുന്ന ബാക്ടീരിയയുടെ പേരെന്താ? ഒന്ന് ബോർഡറ്റെല്ല പെർട്ടൂസിസ് എന്നാണ് അതിൻ്റെ പേര്. ഇനി ക്ഷയം ഉണ്ടാക്കുന്നത് മൈക്രോബാക്ടീരിയം ട്യൂബർകുലോസിസ് എന്നാണ് ക്ഷയം ഉണ്ടാക്കുന്നതിൻ്റെ പേര്. ബാക്കിയെല്ലാം എന്താണ്? ബാക്കിയെല്ലാം വൈറസ് രോഗങ്ങളാണ്. ഈ അഞ്ചാമനി എന്നുള്ളതിൻ്റെ ഇംഗ്ലീഷ് എന്താണ്? മീസിൽസ് ആണ്. ഇനി ഈ ചിക്കൻ ബോക്സ് വൈറസ് രോഗമാണ്. ഉണ്ടാക്കുന്ന വൈറസിൻ്റെ പേര് വേരിസെല്ല എന്നാണ്. COVID-19 ഉണ്ടാക്കുന്ന എന്താണ്? കോവിഡ് വൈറസ്, കൊറോണ വൈറസ്. ഇനി 67ാമത്തെ ക്വസ്റ്റ്യൻ എന്താ? മോണയിൽ നിന്നും രക്തവും പഴുപ്പും വരുന്ന രോഗലക്ഷണങ്ങൾ കാണിക്കുന്ന ഒരാളുടെ ഭക്ഷണത്തിൽ നിർബന്ധമായി ഉൾപ്പെടുത്തേണ്ട ഭക്ഷണ പദാർത്ഥങ്ങൾ ഏതൊക്കെയാണ് തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞത്. അപ്പോൾ മോണയിൽ നിന്നും രക്തവും പഴുപ്പും വരുന്നുണ്ടെങ്കിൽ എന്താണ്? അത് സ്കർവിയാണ്. സ്കർവി
മാറ്റാൻ എന്താണ് വിറ്റമിൻ സി ആണ് കഴിക്കുന്നത്. നെല്ലിക്ക, നാരങ്ങ തുടങ്ങിയ പഴങ്ങളിൽ നിന്നാണ് വിറ്റമിൻ സി ധാരാളമുണ്ട്. സ്കർവിയുടെ വേറെ ലക്ഷണങ്ങൾ എന്താണ്? മുറിവുകൾ പതുക്കെ ഉണങ്ങുക, അതുപോലെ ക്ഷീണം തുടങ്ങിയവയൊക്കെയാണ് സ്കർവിയുടെ വേറെ ലക്ഷണങ്ങൾ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ? മനുഷ്യൻ്റെ ലിംഫ് വ്യവസ്ഥ ലിംഫാറ്റിക് സിസ്റ്റമായിട്ട് സംബന്ധിച്ച് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവന തെറ്റായത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. തെറ്റായിട്ടുള്ള പ്രസ്താവന എന്താ? ലിംഫിൽ എല്ലാ രക്തകോശങ്ങളും വലിയ പ്രോട്ടീനുകൾ കാണപ്പെടുന്നു എന്നുള്ള തെറ്റായിട്ടുള്ള പ്രസ്താവന. ഇപ്പോൾ എന്താണ് ലിംഫ് എന്ന് നോക്കാം. ലിംഫ് എന്നത് എന്താ? ലിംഫ് എന്നത് രക്തത്തിൽ നിന്ന് രൂപം കൊള്ളുന്ന ഒരു ദ്രാവകമാണ്. അപ്പം ഈ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. രക്തത്തിൽ നിന്ന് പുറന്തള്ളുന്ന ചെറിയ അളവിലുള്ള പ്ലാസ്മയും കോശങ്ങളുമാണ് ലിംഫ് എന്ന് അറിയപ്പെടുന്നത്. അപ്പം ലിംഫ് എന്നാണ് രക്തത്തിൽ നിന്ന് രൂപം കൊള്ളുന്ന സംഭവമാണ്. ഈ സംഭവം രക്തത്തിൻ്റെ ഒരു സ്ഥലത്ത് ഉണ്ടാകുന്നതല്ല. ലിംഫ് ദ്രാവകം ശരീരത്തിൽ എല്ലായിടത്തും ഉണ്ടാകുന്ന ഇത് രക്തത്തിൽ നിന്ന് കോശങ്ങളിലേക്ക് കടക്കുന്നു. അതിനുശേഷം ഇത് ലിംഫ് ധമനികളിലൂടെയാണ് ഒഴുകുന്നത്. ധമനികൾ എന്ന് പറഞ്ഞാൽ ലിംഫാറ്റിക് സിസ്റ്റം എന്നത് ഒരു കുറേ ഓർഗൻസ് ചേർന്നാണ്. അതായത് ലിംഫ് ഗ്രന്ഥികൾ, ലിംഫ് ധമനികൾ, പ്ലീഹ, തൈമസ് ഗ്രന്ഥി എല്ലാം അതിനകത്ത് പെടും. ഇതിനകത്തൂടെ സർക്കുലേറ്റ് ചെയ്യുന്ന ഒരു ഫ്ലൂയിഡാണ് ഈ ലിംഫ് ഫ്ലൂയിഡ്. അതുപോലെ തന്നെ ലിംഫ് കൊഴുപ്പിൻ്റെ ദഹന മൂലമുണ്ടാകുന്ന ലഘുഘടകങ്ങൾ ആഗിരണം ചെയ്യാൻ സഹായിക്കുന്നു. അതുപോലെ തന്നെ ഈ ലിംഫ് ഫ്ലൂയിഡുകൾ എന്താണ്? ലിംഫ് വ്യവസ്ഥ രോഗപ്രതിരോധത്തിന് സഹായിക്കുന്നത്. കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. ഇനി 69ാമത്തെ ക്വസ്റ്റ്യൻ. മഴക്കാലത്ത് വ്യാപകമായി കൊതുകുജന്യ രോഗങ്ങൾ തടയാൻ ഫലപ്രദമായ മാർഗം തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞിരിക്കുന്നത്. വെള്ളം കെട്ടിക്കിടക്കാൻ അനുവദിക്കാതിരിക്കുക കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റാണ്. കെട്ടിടങ്ങൾ ചുറ്റുമുള്ള പാഴ്ചെടികളും മാലിന്യങ്ങളും നീക്കം ചെയ്യുക എന്ന് പറഞ്ഞ് കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. ആഴ്ചയിലൊരിക്കൽ ഡ്രൈ ഡേ ആചരിക്കുക കറക്റ്റാണ്. അപ്പോൾ മുകളിൽ പറഞ്ഞ എല്ലാമാണ് കറക്റ്റ് ആൻസർ. ഇനി 70ാമത്തെ ചോദ്യം എന്താ ചോദിച്ചിരിക്കുന്നത്? ഈ ഭക്ഷ്യ ശൃംഖലയിൽ തൃതീയ ഉപഭോക്താവ് ആരാന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം കഴുകനാണ്. അപ്പം പുല്ല് നോക്കുമ്പം പുല്ലെന്താണ്? ഇത് പ്രൊഡ്യൂസേഴ്സാണ്. അതായത് സൺലൈറ്റിൽ നിന്ന് ഡയറക്റ്റ് ഫുഡ് ഉണ്ടാക്കുന്നതാണ് പുല്ല് ചെയ്യുന്നത്. അപ്പം പുല്ല് പ്രൊഡ്യൂസേഴ്സാണ്. ഇത് ഫസ്റ്റ് കൺസ്യൂമർ എന്ന് പറയുന്നത് മാന്, സെക്കൻഡ് കൺസ്യൂമർ എന്ന് പറയുന്നത് കടുവ ചത്ത് ചീഞ്ഞ് കഴിയുമ്പോൾ എന്താണ്? കഴുകൻ ഭക്ഷണം കഴിക്കും, അത് ഭക്ഷണമാകും. അപ്പോൾ കഴുകൻ എന്ന് പറയുന്നത് എന്താ? ഈ ശൃംഖലയിലെ തൃതീയ ഉപഭോക്താവാണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ഏത് ശാസ്ത്രജ്ഞനുമായി ബന്ധപ്പെട്ടാണ് താഴെ തന്നിരിക്കുന്ന പ്രസ്താവന എന്ന് പറഞ്ഞിരിക്കുന്നത്? ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് വായിക്കും തന്നെ അറിയാം. ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെൻ്റ് ആരുടെയാണ്? ഏണിസ്റ്റ് റൂദർഫോർഡിൻ്റെയാണ്. ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെൻറ്റിലൂടെ എന്താ അയാൾ കണ്ടെത്തി? ആറ്റത്തിൻ്റെ ന്യൂക്ലിയസ് കണ്ടെത്തി, ആറ്റത്തിൻ്റെ സൗരയുധ മാതൃക അവതരിപ്പിച്ചു. അതുപോലെ കേന്ദ്ര ഭൗതികത്തിൻ്റെ പിതാവുമാണ് ഏണിസ്റ്റ് റൂദർഫോർഡ്. കൂടാതെ എന്താ കണ്ടുപിടിച്ചത്? കൂടാതെ ആറ്റത്തിൻ്റെ ഭൂരിഭാഗം സ്പേസുകളും വേക്കൻ്റാണ് പുള്ളിയെ കണ്ടുപിടിച്ച്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ? താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായത് ഏതെല്ലാമാണ് ചോദിച്ചിരിക്കുന്നത്? 17ാം ഗ്രൂപ്പ് മൂലകങ്ങൾ ഹാലോജനുകൾ എന്നറിയപ്പെടുന്നു. കറക്റ്റാണ്. അപ്പോൾ 14ാം ഗ്രൂപ്പ് മൂലകങ്ങളെയാണ് സംക്രമ മൂലകങ്ങൾ എന്നറിയപ്പെടുന്നതെന്ന് പറഞ്ഞത് തെറ്റായിട്ടുള്ള പ്രസ്താവന. ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പിനെ നമുക്ക് ട്രാൻസിഷൻ എലമെൻറ്റ്സ് എന്ന് വിളിക്കാൻ പറ്റത്തില്ല. ഒരു കൂട്ടം ഗ്രൂപ്പുകളെയാണ് ട്രാൻസിഷൻ എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. എന്താണ്? ഡി ബ്ലോക്ക് എലമെൻറ്റ്സ് ആണ് ട്രാൻസിഷൻ എലമെൻറ്റ്സ്. 3 മുതൽ 12 ഗ്രൂപ്പ് വരെയുള്ള എലമെൻറ്റ്സിനെയാണ് ട്രാൻസിഷൻ എലമെൻറ്റ്സ് എന്ന് വിളിക്കുന്നത്. എസ് ബ്ലോക്കിനും ഡി ബ്ലോക്കിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ബ്ലോക്കാണ് ഡി ബ്ലോക്ക്. അനോമലീസ് എന്താണെന്ന് വെച്ചാൽ ഇവരെന്താണ്? പല ഓക്സിഡേഷൻ നമ്പർ കാണിക്കും. അതുപോലെ തന്നെ നിറമുള്ള സംയുക്തങ്ങൾ ഉണ്ടാക്കുന്ന ഒക്കെ ഈ എലമെൻറ്റ്സ് കൂടുതലാണ്, ബിഹേവിയർ കൂടുതലാണ്. ഇനി 3ാമത് തന്നേക്കുന്ന പ്രസ്താവന എന്താ? ഹെൻറി മോസ്ലിയാണ് ആധുനിക പീരിയോഡിക് നിയമത്തിൻ്റെ ആവിഷ്കർത്താവ് എന്ന് പറയുന്നത് കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. ലാസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് തൃതീയങ്ങൾ എന്ന പേരിൽ മൂലകങ്ങളെ വർഗീകരിച്ചത് മെൻഡലീഫാണെന്ന് പറഞ്ഞിരിക്കുന്നത് തെറ്റായിട്ടുള്ള പ്രസ്താവന കേട്ടോ. മൂലകങ്ങളെ ട്രയാഡുകളായിട്ട് അല്ലെങ്കിൽ തൃതീയങ്ങളായിട്ട് ആവിഷ്കരിച്ച ആരാണ്? ഡൊബറേനറാണ്. ഇയാളല്ല, മെൻഡലീഫ് അല്ല. ഇനി ആദ്യമായിട്ട് മൂലകങ്ങളെ ക്രമീകരിക്കാൻ ശ്രമിച്ച ആരാണ്? മെൻഡലീഫാണ്. അതുകൊണ്ട് തന്നെ എന്താണ്? ആവർത്തന പട്ടികയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് മെൻഡലീഫ് തന്നെയാണ്. ഇയാൾ അന്ന് എന്താണ്? അറ്റോമിക് മാസിൻ്റെ
ഓർഡറിലാണ് ആദ്യമായിട്ട് ഇയാൾ അറേഞ്ച് ചെയ്യാൻ നോക്കിയത്. ഇവിടെ 73ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? നമ്മൾ കണ്ണാടിയിൽ നോക്കുമ്പോൾ വലതുഭാഗം ഇടതുഭാഗവും ഇടതുഭാഗം വലതുഭാഗമായി കാണും. അതിൻ്റെ കാരണം എന്താ? ഫിനോമിനയുടെ കാരണം ലാറ്ററൽ ഇൻവേർഷനാണ്. അതിൻ്റെ മലയാളമാണ് ഈ എഴുതി വെച്ചേക്കുന്നത്. പാർശ്വിക വിപര്യം എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഇനി പ്രവർത്തിയുടെ SI യൂണിറ്റ് ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. സിമ്പിൾ ക്വസ്റ്റ്യനാണ്, ജൂളാണ്. ഇവിടെ എന്താ? ന്യൂട്ടൺ ഫോഴ്സിൻ്റെയാണ്. പാസ്കൽ എന്താണ്? പ്രഷറിൻ്റെയാണ്. മീറ്റർ എന്ന് പറയുന്നത് ഡിസ്റ്റൻസിൻ്റെയാണ്. ഇനി വൈദ്യുതി മോട്ടോറിൽ എന്താ സംഭവിക്കുന്നത് ചോദിച്ചേക്കുന്നത്? വൈദ്യുതികോർജം യാന്ത്രികോർജ്ജമായി മാറുന്നു. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഇനി 76ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ തന്നിരിക്കുന്നതിൽ അയിരിൻ്റെ സാന്ദ്രീകരണം, അതായത് ഡെൻസിഫിക്കേഷൻ ഓഫ് ഓറുമായിട്ട് ബന്ധമില്ലാത്ത ഇതിനകത്ത് ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ലീച്ചിങ് ഉപയോഗിക്കാറുണ്ട്, പ്ലവനം അതായത് പ്ലവന പ്രക്രിയ ഉപയോഗിക്കാറുണ്ട്, മാഗ്നറ്റിക് സെപ്പറേഷൻ ഉപയോഗിക്കാറുണ്ട്, ഉത്പാദനം ഉപയോഗിക്കാറില്ല. ഇതാണ് കറക്റ്റ് ആൻസർ വരുന്നത്. ഈ പ്ലവന പ്രക്രിയയുടെ ഇംഗ്ലീഷ് എന്താ? ഇത് ഫ്ലോട്ടേഷനാണ്. നമ്മൾ ഫ്ലോട്ടേഷനെ പറ്റി പഠിക്കാറില്ലേ? ഓറെടുക്കുമ്പോൾ ഫ്ലോട്ടേഷൻ ചെയ്തിട്ട് ഓറെടുക്കുന്ന പരിപാടി പഠിക്കാറില്ലേ? അതാണ് ഈ പ്ലവന പ്രക്രിയ. ഇനി ഇവിടെ ഉത്പാദനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിൻ്റെ ഇംഗ്ലീഷ് പേര് സബ്ലിമേഷൻ എന്നാണ്. അതായത് ഒരു കരവസ്തു നേരിട്ട് വാതകമായി പോകുന്നതിന് പറയുന്ന പേരാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കർപ്പൂരം അല്ലെങ്കിൽ എന്താണ് പാറ്റ ഗുളിക, അതൊക്കെ ഉത്പാദനം ആവുന്ന ഇതിൻ്റെ എക്സാമ്പിളാണ്. താഴെ പറയുന്നതിൽ കത്തുന്ന വാതകം ഏതാണ്? ഹൈഡ്രജനാണ് കത്തുന്ന വാതകം. അതുപോലെ കത്തുന്നതിന് സഹായിക്കുന്ന വാതകമാണ് ഓക്സിജൻ. 78ാമത്തെ ചോദ്യം എന്താ? പ്രകൃതിദത്ത പോളിമറായ റബ്ബറിൻ്റെ മോണോമർ ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഇതിനകത്ത് ആൻസർ വരുന്നത് ഐസോപ്രിനാണ്. ഐസോപ്രിൻ നാച്ചുറലി ഫൗണ്ട് ചെയ്യുന്ന റബ്ബറിൻ്റെ മോണോമറാണ്. നിയോപ്രിൻ എന്താണ്? നിയോപ്രിൻ സിന്തറ്റിക്കായിട്ട് ഉണ്ടാക്കുന്ന റബ്ബറിൻ്റെ മോണോമറാണ് നിയോപ്രിൻ എന്നറിയപ്പെടുന്നത്. ഇനി മനുഷ്യർക്ക് ആദ്യമായി ഉണ്ടാക്കിയെടുത്ത പോളിമർ എന്താണ്? ഇത് ബേക്കലൈറ്റ് ആണ്. ബേക്കലൈറ്റ് എന്ന് പറയുന്നത് ഒരു സൈസ് പ്ലാസ്റ്റിക് ആണ്. ഇതാണ് മനുഷ്യൻ ആദ്യമായിട്ട് കണ്ടുപിടിച്ച പോളിമർ. ഈ ബേക്കലൈറ്റിൻ്റെ പ്രത്യേകത എന്താ? ഇത് തീ പിടിക്കത്തില്ല. തീ പിടിക്കാത്തതുകൊണ്ട് ഇതെന്താ സ്വിച്ച് ബോർഡുകളിലും മറ്റേ ഇലക്ട്രിക്കൽ കമ്പോണൻസിലൊക്കെ ഉപയോഗിക്കുന്ന എന്താണ് ഈ പോളിമറാണ് ബേക്കലൈറ്റ് എന്ന് പറയുന്ന പോളിമർ. താഴെ തന്നിരിക്കുന്നവയിൽ മാസിനെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാമെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പം ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രാവകത്തിൻ്റെ അളവാണ് മാസ് എന്നുള്ളത് എന്താണ് കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. അതുപോലെ കോമൺ ബാലൻസ് ഉപയോഗിച്ചാണ് മാസ് അളക്കുന്നത്, ഇതും കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. സ്പ്രിംഗ് ബാലൻസ് ഉപയോഗിച്ചാണ് മാസ് അളക്കുന്നത് എന്നുള്ളതിന് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. ഇത് വെയിറ്റ് അളക്കുന്നതാണ്, അതായത് മാസ് ഇൻറ്റു ജി ആക്സലറേഷൻ ടു ഗ്രാവിറ്റി ചെയ്യുമ്പോഴാണ് വെയിറ്റ് കിട്ടുന്നത്. ഈ വെയിറ്റ് അളക്കാൻ ഉപയോഗിക്കുന്നതാണ് എന്ത് സ്പ്രിംഗ് ബാലൻസ്. ഇനി യൂണിറ്റ് ന്യൂട്ടൺ ആണെന്നുള്ളതിൻ്റെ പരമ തെറ്റായ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. ന്യൂട്ടൺ എന്താണ് ഫോഴ്സിൻ്റെയാണ്. ഫോഴ്സ് ഈ വെയിറ്റിൻ്റെ വേറൊരു വെയിറ്റിന് കിലോഗ്രാം, അതുപോലെ തന്നെ ഈ ഫോഴ്സിൻ്റെ യൂണിറ്റ് നമുക്ക് എടുക്കാം. കാരണം അത് mg എന്നുള്ള ഈ ജി എന്താ ആക്സലറേഷനാണ്, ma എന്നുള്ള ആണ് ന്യൂട്ടൻ്റെ. അതായത് ഞാൻ പറഞ്ഞു വരുന്നത് അതായത് കിലോഗ്രാം യൂണിറ്റിന് പകരം എന്താണ് ഫോഴ്സിൻ്റെ യൂണിറ്റ് ഉപയോഗിക്കാം, ന്യൂട്ടൺ ഉപയോഗിക്കാം. ഈ ന്യൂട്ടൺ എന്നുള്ള എന്താണ് ഫോഴ്സ് അല്ലെങ്കിൽ വെയിറ്റിൻ്റെ യൂണിറ്റാണ്. ഇത് രണ്ടുമാണ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. 3, 4 തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. ഇവിടെ പറഞ്ഞതിൽ ചെറിയൊരു തെറ്റുണ്ട്. അതായത് മാസിൻ്റെ യൂണിറ്റാണ് എന്ത് ന്യൂട്ടൺ, അല്ല മാസിൻ്റെ വെയിറ്റിൻ്റെ യൂണിറ്റാണ് എന്ത് ന്യൂട്ടൺ. മാസിൻ്റെ യൂണിറ്റ് വരുമ്പം ഗ്രാം കിലോഗ്രാമൊക്കെ ഉപയോഗിക്കുന്നു. ഇനി 80ാമത്തെ ക്വസ്റ്റ്യൻ. സാധാരണ അവസ്ഥയിൽ മനുഷ്യൻ്റെ ശരീര താപനില എത്രയാണ് ചോദിച്ചിരിക്കുന്നത്? 98.6 ഫാരൻഹീറ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം 37.5 ഡിഗ്രി സെൽഷ്യസ് വരും. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പോൾ നമ്മളോട് ചോദിച്ചേക്കുന്നത് എന്താ? റൂട്ട് 5625 ബാക്കി 75 തന്നിട്ടുണ്ട്. അങ്ങനെയാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത് എന്താ? റൂട്ട് 0.5625 പ്ലസ് റൂട്ട് 56.25 എന്നാണ് ചോദിച്ചേക്കുന്നത്. നമുക്ക് റൂട്ട് 56.25 എങ്ങനെ എഴുതാൻ പറ്റും? 56.25 ഡിവൈഡഡ് ബൈ 100 എഴുതാൻ പറ്റും. എന്നിട്ട് ഇതിൻ്റെ അങ്ങ് റൂട്ട് എടുത്തോളുക, ഇങ്ങനെ റൂട്ട് എടുത്തോളുക.
അപ്പോൾ എന്താ സംഭവിക്കുന്നത്? 56,625 റൂട്ട് നമുക്ക് എത്രയാണെന്നറിയാം? 75 75 ഈ 100 റൂട്ടിന് പുറത്ത് വരുമ്പോൾ എത്രയാണ്? 10 വരും. അപ്പോൾ ആൻസർ തരാം 7.5 ആണ് ഏത് 56.25 റൂട്ട് വരുന്നത്. അതായത് ഇത്രയും ഭാഗത്തിൻ്റെ റൂട്ട് 7.5 ആണ്. ഇനി ഒന്നുമില്ല, ഓപ്ഷനിലേക്ക് നോക്കിയാൽ മതി. 82.5 ഒരിക്കലും ഇമ്പോസിബിൾ ആയിട്ടുള്ള വാല്യൂ. 70.5 അതുപോലെ 75.5 അതുപോലെ തന്നെ. അപ്പം 56.25 റൂട്ട് തന്നെ 7.5 കിട്ടി. ഇനി ഇതും കൂടെ ആഡ് ചെയ്യണം. അപ്പം ഇതിൻ്റെ മുകളിലേക്ക് വരത്തുള്ളൂ. ഈ 7.5 വരത്തില്ല, അതിൻ്റെ മുകളിലേക്ക് വരത്തുള്ളൂ. ആൻസർ എത്രയാണ്? 8.25 ആണ്. ഇതുപോലെ തന്നെ റൂട്ട് 0.5625 എങ്ങനെ എഴുതാൻ പറ്റും? റൂട്ട് 56.25 ഡിവൈഡഡ് ബൈ 1 2 3 4 0 ഇടണം. ഈ 56.25 റൂട്ടിന് പുറത്ത് വരുമ്പോൾ എത്ര? 75 നമുക്ക് തന്നിട്ടുണ്ട്. 75/1000 റൂട്ട് എത്രയാണ്? 100 × 100 ചെയ്യുമ്പോഴാണ് 10,000 വരുന്നത്. അപ്പം ഈ 10,000 റൂട്ടിന് പുറത്ത് വരുമ്പോൾ 100 വരും. അപ്പോൾ 0.75 ആണ് ഉത്തരം വരുന്നത്. 0.75 ആണ് ഉത്തരം വരുന്നത്. അപ്പോൾ 7.5 + 0.75 ചെയ്യുമ്പോൾ എത്ര? 8.25 കിട്ടും. 81ാമത്തെ ചോദ്യം, ഇതിനകത്ത് ഏറ്റവും വലുത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ 3/4 എന്നുള്ളത് എന്താണ്? 0.75 ആണ്. അതുപോലെ 5/6 എന്നുള്ളത് എന്താ? 0.83 ആണ് വരുന്നത്. അപ്പം ഇതിനകത്ത് 0.56 ആണ് വലുതെന്ന് എനിക്ക് മനസ്സിലായി. ഇനി 5/6 ആണോ അതോ 2/13 ആണോ വരുന്നത് എങ്ങനെയാണ് നോക്കുന്നത്? 5/6 ആണോ 2/13 ആണോ വരുന്നത് എങ്ങനെ നോക്കുന്നത്? ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതായത് 6 × 2 വരുമ്പോൾ ഇവിടെ 12 വരും. ഇനി 5 × 13 ചെയ്യുമ്പോൾ 65 എന്ന് വരും. വലിയ സംഖ്യ വന്നേക്കുന്നത് ഏതാ? ഈ 5/6ൻ്റെ ഭാഗത്താണ്. എനിക്ക് മനസ്സിലായി 5/6 ആണ് വരുന്നത്. ഇനി 5/6നെ 9/17 കൂടെ കമ്പയർ ചെയ്യണം. ഇപ്പോൾ 5/6നെ 9/17 കൂടെ കമ്പയർ ചെയ്യുമ്പോൾ എത്രയാണ്? 6 × 9 ചെയ്യുമ്പോൾ ഇവിടെ 54 വരും. ഇനി 5 × 17 ചെയ്യുമ്പോൾ എത്രയാണ്? 85 വരും. ഇവിടെ വലിയ സംഖ്യ വന്നേക്കുന്നത് ഏതാ? 5/6 സ്ഥലത്ത് വലിയ സംഖ്യ വന്നേക്കുന്നത്. ഇവിടെ ആൻസർ എത്രയാണ്? 5/6 ആണ് കറക്റ്റായിട്ട് വരുന്നത്. എനിക്കിവിടെ 5/6ൻ്റെ വാല്യൂ അറിയാവുന്ന ഞാൻ 0.3 എടുത്തു. അല്ലെങ്കിൽ എന്താണ്? അല്ലെങ്കിൽ 3/4നെ 5/6നെ ഞാനിപ്പം ഇവിടെ കമ്പയർ ചെയ്ത പോലെ കമ്പയർ ചെയ്താൽ മതി. ഇവിടെ ഈ ക്വസ്റ്റ്യൻ ഉണ്ടാവുന്നത് 5 വർഷം മുമ്പ് അച്ഛൻ്റെയും മകൻ്റെയും വയസ്സിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് 5:1 തന്നിട്ടുണ്ട്. ഇപ്പോൾ അവരുടെ വയസ്സിൻ്റെ ആകെ തുക തന്നിരിക്കുന്നത് എത്ര? 58. അങ്ങനെയാണെങ്കിൽ മകൻ്റെ ഇപ്പോഴത്തെ വയസ്സ് എത്രയെന്ന് ചോദിച്ചത്. അപ്പം മകൻ്റെ അച്ഛൻ്റെ വയസ്സ് എന്താ? 5K എന്ന് എടുക്കാം. മോൻ്റെ വയസ്സ് എന്താ? 1K എന്ന് എടുക്കാം. ഇത് 5 വർഷം മുമ്പത്തെ കാര്യം. ഇപ്പം 5 ഇയർ എഗോയാണ് ഇത്. ഇനി ഇപ്പോഴത്തെ കാര്യം എടുക്കുകയാണെങ്കിൽ അറ്റ് പ്രസൻ്റ് ആണെങ്കിൽ അവരുടെ എന്താ? 5K + 5 5 കൂടി. ഇവിടെ 1K + 5 കൂടി. രണ്ടുപേർക്കും 5 തന്നെ കൂടുള്ളൂ. കാരണം എന്താണ്? ഇത് 5 വർഷം, കറക്റ്റ് 5 വർഷമാണ് ഗ്യാപ്പ്. ഇനി നമുക്ക് തന്നിരിക്കുന്നത് 5K + 5 + 1K + 5 എന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്നത് എത്ര? 58 ഈ കെക്ക് വേണ്ടി സോൾവ് ചെയ്താൽ മതി. അതായത് 5K + 1K എന്താ? 6K വരും. 6K + 10 എന്ന് പറയുന്നത് 58 വരും. 6K + 10 എന്ന് പറയുന്നത് 58 വരും. 6K എന്ന് പറഞ്ഞാൽ എത്രയാണ്? 58 - 10 എത്രയാണ്? 48 വരും. എന്ന് പറഞ്ഞാൽ എത്രയാണ്? 48/6 എന്ന് പറയുന്നത് എത്രയാണ്? 48/6 വരും. അപ്പോൾ 6 8 48. അപ്പോൾ കെയുടെ വാല്യൂ 8 എന്ന് കിട്ടി. കെയുടെ വാല്യൂ ഇവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ അച്ഛൻ്റെ മകൻ്റെ 5 വർഷം മുമ്പുള്ള പ്രായം കിട്ടും. അപ്പോൾ 8 5 40. അച്ഛന് 40 വയസ്സുണ്ടായിരുന്നു. അപ്പം മകൻ എത്ര? 8 വയസ്സുള്ളൂ. ഇപ്പോഴത്തെ വയസ്സ് കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്? അതിൻ്റെ കൂടെ 5 കൂടെ കൂട്ടിക്കോളുക. അപ്പം 8 5 13 ആൻസർ കിട്ടും. അതാണ് കറക്റ്റ് ആൻസർ, ഓപ്ഷൻ ബി. ഈ അടുത്ത വരുന്ന ശ്രേണിയിലുള്ള അക്കം കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ 2 എന്നുള്ള 5 ആയി. എന്താ? 3 കൂടി. ഇവിടെ 5 എന്നുള്ള 11 ആയി. എത്ര? 6 കൂടി. ഇവിടെ 11 എന്നുള്ള 23 ആയി. അപ്പോൾ എത്ര? 12 കൂടി. 23 എന്നുള്ള
47 എത്ര 24 കോടി. അപ്പോൾ തന്നെ കാര്യം മനസ്സിലായി എന്താണ് ഇവിടെ 3 കോടി 6 കോടി 12 കോടി 24 കോടി ഇരട്ടിയാണ് കൂടി വരുന്നത്. അപ്പോൾ 45ൻ്റെ കൂടെ 24 ഇരട്ടി കൂട്ടണം. 47 48 കൂടെ കൂട്ടുമ്പോൾ എത്രയാണ്? 95 കറക്റ്റ് ആൻസർ വരുന്നത്. അപ്പോൾ 85ാമത്തെ ക്വസ്റ്റ്യൻ 6 സെക്കൻഡ് 8 സെക്കൻഡ് 12 സെക്കൻഡ് ഇടവേളകളിൽ 3 മണിക്കൂർ മുഴങ്ങുന്നു ഇരിക്കട്ടെ. എത്ര സെക്കൻഡ് കഴിയുമ്പോഴാണ് ഈ 3 മണികളും ഒന്നിച്ചടിക്കുന്നതാവുകയും? ഇവിടെ എന്താ 6 സെക്കൻഡ് 8 സെക്കൻഡ് 12 സെക്കൻഡ് LCM കണ്ടാൽ മതി. ഇതിൻ്റെ LCM കാണാൻ എളുപ്പമാണ്. 6ൻ്റെയും 12ൻ്റെ LCM എന്താണ്? 6 × 2 ചെയ്യുമ്പോൾ 12 തന്നെയാണ് 6ൻ്റെ 12 LCM വരുന്നത്. ഇനി 12 × 2 ചെയ്യുമ്പോൾ 24 വരും. ഈ 24 എന്താണ് 8ൻ്റെ മൾട്ടിപ്പിൾ 8 3s ആണ് 24. അപ്പോൾ 24 ഇവരുടെ 3 പേരുടെയും LCM വരുന്നത്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഇനി ഈ ടൈം എന്നുള്ളതിനെ GRNV എന്ന് എഴുതിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ബുക്ക് എന്നുള്ളതിനെ എങ്ങനെ എഴുതുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് ഓരോ ലെറ്ററിൻ്റെ ന്യൂമറിക്കൽ ഫോം എഴുതാം. T എന്താണ് 20 വരും, I എന്താണ് 9, M 13, E എന്ന് പറയുന്നത് 10. ഇനി G എന്താണ് 7, R എന്നുള്ള എന്താണ് 18, N എന്ന് പറയുന്നത് 14, V എന്ന് പറയുന്നത് 22. ഇത് വേറൊന്നുമല്ല, ഇതിൻ്റെ ഓപ്പോസിറ്റാണ്. അതായത് ഇപ്പോൾ ഐയുടെ ഓപ്പോസിറ്റാണ് 6 വരുന്നത്, എമ്മിൻ്റെ ഓപ്പോസിറ്റാണ് N വരുന്നത്, ഇയുടെ ഓപ്പോസിറ്റാണ് V വരുന്നത്. ഓപ്പോസിറ്റായിട്ട് എങ്ങനെ കണ്ടുപിടിക്കുന്നു വെച്ചാൽ ABCDEGHIJKM. ഇനി ഇവിടുന്ന് തിരിച്ചെഴുതിക്കോളാം. NOPQRSTUVWXYZ. എയുടെ ഓപ്പോസിറ്റ് Z വരും, വൈയുടെ ഓപ്പോസിറ്റ് B വരും, സിയുടെ ഓപ്പോസിറ്റ് X വരും, ഡിയുടെ ഓപ്പോസിറ്റ് V വരും. അങ്ങനെയാണ് ഓപ്പോസിറ്റ് ലെറ്റർ കണ്ടുപിടിക്കുന്നത്. അല്ലെങ്കിൽ എന്താ ഇതിൻ്റെ സമ്മം 27 വരുന്ന പോലെ ആക്കിയാലും മതി. ഇപ്പോൾ 20 7 കൂടെ കൂട്ടി 27 വരും, 18 9 കൂടെ കൂട്ടിയാൽ 27 വരും. എല്ലാത്തിൻ്റെയും സമ്മം തരിക്കും 27 തന്നെയായിരിക്കും. പിന്നെ ഈ ബുക്ക് എന്നുള്ളതിനെ എങ്ങനെ എഴുതാൻ പറ്റും? ബിയുടെ ഓപ്പോസിറ്റ് എന്താണ്? ബിയുടെ ഓപ്പോസിറ്റ് Y വരും, ഓയുടെ ഓപ്പോസിറ്റ് L വരും, പിന്നെ L തന്നെ വരും. കെയുടെ ഓപ്പോസിറ്റ് എന്താ? P വരും. YLLP ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ B. സിംപ്ലിഫൈ ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞേക്കുന്നത്. ആദ്യം എന്താണ് ബോർഡ് മാസ് ഉപയോഗിച്ച് ഡിവൈഡ് ചെയ്യണം. അപ്പം 6/2 എന്നുള്ള 3 വരും. അപ്പം 12 + 3 × 3 -4 വരും. ഇനി അടുത്ത മൾട്ടിപ്ലിക്കേഷൻ ചെയ്യേണ്ടത്. അപ്പം 3 × 3 ചെയ്യുമ്പോൾ 9 വരും. 9 - 4 എന്ന് പറയുന്നത് 5 വരും. 12 5 കൂടെ കൂട്ടി 17 ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? മണിക്കൂറിൽ 90 കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു ട്രെയിൻ 225 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കാൻ എത്ര സമയം എടുക്കുന്നത് ചോദിച്ചായിരുന്നു. അപ്പം മൊത്തം ദൂരം എത്ര? 225 കിലോമീറ്റർ / 90 ചെയ്താൽ മതി സമയം കിട്ടാൻ. മുകളിൽ താഴെ 5 കൊണ്ട് വെട്ടുമ്പോൾ 225/5 ചെയ്യുമ്പോൾ എത്രയാണ്? 45 വരും. 90 / 5 ചെയ്യുമ്പോൾ 18 വരും. 45 / 3 ചെയ്യുമ്പോൾ എത്രയാണ്? 18 വരും. ഇത് / 3 ചെയ്യുമ്പോൾ 6 3s are 18 വരും. 6 വരും. ഇവിടെ 2 കൊണ്ട് വെട്ടാം. അപ്പം ഇത് 9 വരും, ഇവിടെ 3 വരും. ഒരു ചെറിയ അബദ്ധം പറ്റി. 45 / 3 ചെയ്യുമ്പം 18 അല്ല 15 വരുന്നത് കേട്ടോ. അപ്പം 45 / 3 ചെയ്യുമ്പോൾ 15 വരും. ഇവിടെ 18 / 3 ചെയ്യുമ്പം 6 വരും. ഇനി വെട്ടി പോകത്തില്ല. എന്താണ് 6 2s are 12 വരും. പിന്നെന്താണ് 3/6 വരും. അതായത് 2 and 1/2 വരും. ഇതാണ് കറക്റ്റ് ആൻസർ. 2.5 മണിക്കൂർ 2 മണിക്കൂർ 30 മിനിറ്റ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ഒരു കച്ചവടക്കാരൻ്റെ കയ്യിൽ 24 പേനയും 36 പെൻസിലും 60 നോട്ട്ബുക്കുകളും ഉണ്ട്. ഇവയിലെല്ലാം ഐറ്റങ്ങൾ ഉൾപ്പെടുത്തി ഒന്നും അവശേഷിക്കാതെ പാക്കറ്റിലാക്കണമെങ്കിൽ ഇയാൾക്ക് ഉണ്ടാക്കാൻ കഴിയുന്ന പരമാവധി പാക്കറ്റുകളുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. വേറെ ഒന്നുമല്ല, HCF എടുത്താൽ മതി. HCF
24, 36, 60. അതായത് ഒന്നുമില്ല, ഓപ്ഷനിൽ ഇതിൻ്റെ HCF ഉണ്ട്. അപ്പം ഓപ്ഷനിൽ ഇതെല്ലാം കൂടെ ഡിവൈഡായി പോകുന്ന ഏറ്റവും വലിയ സംഖ്യ കണ്ടുപിടിച്ചാൽ മതി. നോക്കുമ്പോൾ ഏറ്റവും വലിയ സംഖ്യ ഏതാ? 18ആണ്. പക്ഷേ 18 36 കൊണ്ട് മാത്രമേ 36 മാത്രമേ ഡിവൈഡ് ചെയ്ത് പോകത്തുള്ളൂ. 24, 60 അങ്ങനെ തന്നെ കിടക്കും. പിന്നെ അടുത്ത ഏറ്റവും വലിയ സംഖ്യ ഏതാ? 12ആണ്. അപ്പോൾ 12 24 ഡിവൈഡ് ചെയ്ത് പോകും, 36 ഡിവൈഡ് ചെയ്ത് പോകും. അതായത് 12 × 3 ചെയ്യുമ്പോൾ എത്രയാണ്? 36 വരും. ഇനി 12 × 5 ചെയ്യുമ്പോൾ എത്ര? 60 വരും. അതായത് 12 × 2 ചെയ്യുമ്പോൾ 24, 12 × 3 ചെയ്യുമ്പോൾ 36, 12 × 5 ചെയ്യുമ്പോൾ 60 വരും. ആൻസർ എത്രയാണ്? 12ആണ് കറക്റ്റ് വരുന്നത്. ഇനി 90ാമത്തെ ക്വസ്റ്റ്യൻ എന്താ? ഇതെന്ന് പറയുന്നത് 4 സ്ക്വയറാണ്. ഇത് 6 സ്ക്വയർ, ഇത് 8 സ്ക്വയർ, ഇത് 9 സ്ക്വയർ. 125 എന്നുള്ളത് അതിൻ്റെ സ്ക്വയർ അല്ല, വേണമെങ്കിൽ ക്യൂബായിട്ട് എഴുതാം. 5 ക്യൂബാണ് 125. ഒറ്റയാണ് ഏതാ? 125 ആണ് കറക്റ്റ് ആൻസർ, ഓപ്ഷൻ ഡി. അടുത്ത ക്വസ്റ്റ്യൻ, അതായത് 3/5/9/10 എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പം ഇത് തിരിഞ്ഞ് മൾട്ടിപ്ലൈ ആയി പോകും. അപ്പോൾ ഇൻറ്റു 10/9 ചെയ്താൽ മതി. ഇൻറ്റു 10/9 1 3. അതായത് എന്താ? 10/15. 5 കൊണ്ട് വിടുമ്പോൾ 2/3 വരും. ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇനി ഒരു കച്ചവടക്കാരൻ ഒരു ഡസൻ 50 രൂപ നിരക്കിൽ ആപ്പിൾ വാങ്ങുന്നു. ഇനി അയാളത് ഒരെണ്ണത്തിന് 5 രൂപ നിരക്കിൽ വിൽക്കുന്നു എങ്കിൽ താഴെ പറയുന്ന ശരിയായ പ്രസ്താവന ഏതെന്നാണ് ചോദിച്ചത്. അവിടെ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് എന്താ? 12 ആപ്പിളിനാണ് 50 രൂപ. അപ്പോൾ ഒരു ആപ്പിളിന് എത്രയാണ്? 50 രൂപ/12. അപ്പോൾ ഇത് വെട്ടിക്കളയുമ്പോൾ എത്ര വരുന്നത്? 25/6 വരും. അപ്പോൾ ഇത് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര വരുന്നത്? 6 4s are 24 വരും. അപ്പം 4 and 1/6 ആണ് ഒരു ആപ്പിളിൻ്റെ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ആപ്പിളിന് വിൽക്കുന്നത് എത്രയാണ്? 5 രൂപയ്ക്ക് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ ആപ്പിൾ കോസ്റ്റ് ചെയ്തേക്കുന്നത് എത്രയാണ്? 4 രൂപ. 4 and 1/6 രൂപയാണ് കോസ്റ്റ് ചെയ്തേക്കുന്നത്. ഇനി 1/6ൻ്റെ വാല്യൂ എത്രയാണ്? 1/6ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0.16666 എന്ന് പറഞ്ഞ് പോകും. അതായത് ഇതാണ് ശരിക്കും ഈ ആപ്പിളിൻ്റെ കോസ്റ്റ് പ്രൈസ്. ഇനി ലാഭം കിട്ടണമെങ്കിൽ എത്ര? ഈ 5-ൽ നിന്ന് 4.1666 കുറയണം. അപ്പോൾ എത്രയാണ്? 0.83 കിട്ടും. 0.83 ഒരു ആപ്പിളിന് ലാഭമാണ് കിട്ടുന്നത്. ആൻസർ എത്രയാണ്? ഓരോ ആപ്പിളിനും അയാൾക്ക് 0.833 ലാഭം കിട്ടും. അതാണ് കറക്റ്റ് ആൻസർ. ഇനി ഈ 1.6 എന്നുള്ള വാല്യൂ 0.666 എന്ന് പറഞ്ഞ വാല്യൂ 1.6ൻ്റെ വാല്യൂ 0.666 എന്ന് പറഞ്ഞ വാല്യൂ ആണെന്ന് അറിയത്തില്ലെങ്കിലും ആൻസർ കിട്ടും. എന്താണ്? നമുക്ക് ലാഭമാണെന്നറിയാം. അപ്പം ഈ നഷ്ടമാവുമെന്ന് പറഞ്ഞ ഓപ്ഷൻ രണ്ടും കട്ട് ചെയ്ത് കളയാം. ഇനി 1.2 ലാഭം കിട്ടണമെങ്കിൽ എത്രയാണ്? ഈ 3 രൂപ. ഈ ഓപ്ഷൻ കട്ട് ചെയ്ത് കളയാം. പിന്നെ ആകെ ഒരു ഓപ്ഷനേ ഉള്ളൂ, അത് ഓപ്ഷൻ എ ആണ്. അതാണ് ആൻസർ. 93ാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? 5 സുഹൃത്തുക്കളുടെ ശരാശരി ഭാരം എന്ന് പറയുന്നത് 55 കിലോഗ്രാമാണ്. ആ കൂട്ടത്തിൽ നിന്ന് 70 കിലോഗ്രാം ഭാരമുള്ള ഒരാൾ പിന്മാറിയാൽ ബാക്കിയുള്ളവരുടെ ശരാശരി എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞു. അപ്പോൾ തന്നെങ്കിൽ എത്ര? 5 പേരുടെ ശരാശരി എന്ന് പറഞ്ഞാൽ 55 കിലോയാണ്. അപ്പോൾ ഇവരുടെ സം എത്രയാണ് വരുന്നത്? 55 × 5 ചെയ്യുമ്പോൾ 275 വരും. ഈ 275 ആണ് മൊത്തത്തിൽ സം വരുന്നത്. ഇതിനകത്തുനിന്ന് 70 കിലോഗ്രാം ഉള്ള ഒരാൾ പിന്മാറുക. അപ്പം 70 കിലോഗ്രാം ഉള്ള ആൾ പിന്മാറി എന്ന് പറഞ്ഞാൽ 70 മൈനസ് ചെയ്തിട്ടാൽ മതി. ബാക്കി എത്ര വരുന്നത്? 275 നിന്ന് 270 പോയാൽ 205 വരും. ഈ 205 ആണ് ബാക്കിയുള്ള 4 പേരുടെയും കൂടെ സമ്മ്. ഇനി ആവറേജ് കണ്ടുപിടിക്കാൻ എന്താ ചെയ്യണ്ടേ? ആ എത്ര പേരുണ്ടോ അതുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഒരാൾ പോയി ബാക്കി എത്രയാണ്? 4 പേരുണ്ട്. അപ്പം ഇവിടെ 5 4s are 20 വരും. 5 കാട്ടോ, 4 5s are 20 വരും. പിന്നെ 4 1s are 4 വരും. റിമൈൻഡർ 1 വരും. 51 and 1/4 ആണ് കറക്റ്റ് ആൻസർ. 51 and 51.25 ആണ് കറക്റ്റ് ആൻസർ. ഒരു പെട്ടിയുടെ 3/5 ഭാഗം ആപ്പിളുകളും ബാക്കി എന്താ ഓറഞ്ചുകളുമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആകെ 40 ഓറഞ്ചുകളാണ് ഉള്ളെങ്കിൽ ആ പെട്ടിയിൽ അടങ്ങിയിട്ടുള്ള ആപ്പിളുകളുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചത്.
ഒന്നുമില്ല, വളരെ സിമ്പിളായിട്ട് ചെയ്യാം. ഇപ്പം 5 മൊത്തം 5 ഉണ്ട്. മൊത്തം ആപ്പിളും ഓറഞ്ചും കൂടെ കൂട്ടി മൊത്തം 5 ഉണ്ട്. അതിനകത്ത് 3 യൂണിറ്റ് ആപ്പിളാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബാക്കി എത്രയാണ്? ബാക്കി 2 യൂണിറ്റ് ഓറഞ്ചാണ്. ഈ 2 യൂണിറ്റിൻ്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? 40 തന്നിട്ടുണ്ട്. 1 യൂണിറ്റിൻ്റെ വാല്യൂ 20ആണ്. അപ്പം 3 യൂണിറ്റിൻ്റെ വാല്യൂ എത്രയാണ്? 3 × 20 60 എന്ന് കിട്ടും. മൊത്തം 60 ആപ്പിളുകളാണ് ആ പെട്ടിക്കകത്തുള്ളത്. 95ാമത്തെ ക്വസ്റ്റ്യൻ എന്താ? ഒരു കടയുടെ മുന്നിൽ 15 പേർ ക്യൂ നിൽക്കുന്നുണ്ട്. രഘു മുന്നിൽ നിന്നും 9ാമതാണ്. ക്യൂവിൻ്റെ പിന്നിൽ നിന്ന് നോക്കിയാൽ രഘുവിൻ്റെ സ്ഥാനം എത്രാമെന്നാണ് ചോദിച്ചത്. അപ്പം മുമ്പിൽ നോക്കുമ്പോൾ എന്താണ്? രഘുവിൻ്റെ മുമ്പിൽ 8 പേരുണ്ട്. കാരണം എന്താ? രഘു 9ാമതാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇത് രഘു ആണെങ്കിൽ രഘുവിൻ്റെ മുമ്പിലേക്ക് 8 പേരുണ്ട്. അപ്പം 8 × 1 9, 15 ന്ന് 9 പോയാൽ എത്രയാണ്? 6ആണ്. അപ്പോൾ പുറകിലേക്ക് 6 പേരുണ്ട്. അപ്പോൾ പുറകിൽ നിന്ന് നോക്കുമ്പോൾ രഘു എത്രാമതാണ്? 7ാമതാണ് രഘു. അപ്പോൾ ആൻസർ എത്ര? 7ആണ് കറക്റ്റ് ആൻസർ. അപ്പം ഇത് 96ാമത്തെ ക്വസ്റ്റ്യൻ എന്താ? ഈ ക്വസ്റ്റ്യൻ മാർക്കിന് ഇടയ്ക്ക് ഇതിനകത്ത് ഏത് ചിഹ്നം വരുന്നതാണ് ചോദിച്ചേക്കുന്നത്. ഇപ്പോൾ ചെയ്ത് നോക്കുമ്പോൾ ഓപ്ഷൻ ഡി ആണ് വരുന്നത്. 30 / 5 × 3 ചെയ്യണം. ഇപ്പം ബോട്ട് മാസ് വെച്ച് ആദ്യം 30 / 5 ചെയ്യുമ്പോൾ എത്രയാണ്? 6 വരും. 6 × 3 എന്ന് പറയുന്നത് 18 വരും. അപ്പം ഇതാണ് കറക്റ്റ്, ഓപ്ഷൻ ഡി. അപ്പോൾ ഇവിടെ 97ാമത്തെ ക്വസ്റ്റ്യൻ എന്താ? 3.6 / 0.12 വാല്യൂ എത്രയാണെന്ന് ചോദിച്ചായിരുന്നു. അപ്പോൾ ഇവിടെ × 100 ചെയ്തോടെ പോയിൻ്റ് മാറ്റാനാണ്. അതായത് മുകളിലും ചെയ്യണം. അപ്പം മുകളിൽ എന്താ വരുന്നത്? മുകളിൽ താഴെ 360/12 വരുന്നത്. 360/12 എന്ന് വരും. ഇനി 12 × 3 ചെയ്യുമ്പോൾ എത്രയാണ്? 30 വരും. അപ്പോൾ ആൻസർ എത്രയാണ്? 30ആണ് എക്സിൻ്റെ വാല്യൂ. ഓപ്ഷനെ 30. അപ്പോൾ ഇത് അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ഈ തന്നേക്കുന്ന ഫ്രാക്ഷൻ ആരോഹണ ക്രമത്തിൽ അറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പം ആരോഹണ ക്രമം എന്ന് പറഞ്ഞാൽ അസെൻഡിങ് ഓർഡറാണ്. ഏറ്റവും വലുത് ഇങ്ങേറ്റത്ത് വരണം, ഏറ്റവും ചെറുത് ഇങ്ങേറ്റത്ത് വരണം. ഇവിടെ ഈ 2/3 വാല്യൂ എന്താ? 2/3 വാല്യൂ എനിക്കറിയാം. അതായത് 66.666 ആണ്. ഇനി എനിക്ക് 3/5 വാല്യൂ എനിക്ക് കാണാനറിയാം. അതെന്താ? അത് 0.6 ആണ്. 0.60 ആണ്. ഇനി എനിക്ക് അറിയേണ്ടത് 5/8 3/5 വലുതാണോ ചെറുതാണോ എന്ന്. അപ്പം 5/8 3/5 വലുതാണോ ചെറുതാണോ എന്ന് അറിയാൻ ഞാൻ എന്ത് ചെയ്യേണ്ടത്? ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 25 വന്നു, ഇവിടെ 8 3 24 വന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി 5/8 ആണ് വലുതെന്ന് മനസ്സിലായി. ഈ ആൻസർ കിട്ടിക്കഴിഞ്ഞു. എന്താണ്? ഏറ്റവും വലുത് എനിക്ക് 2/3 ആണ് മനസ്സിലായി. അതിന് തൊട്ട് താഴെ 5/8 വരുന്നുണ്ട്, ഏറ്റവും താഴെ 3/5 വരുന്നുണ്ട്. ആൻസർ ഓപ്ഷൻ ബി ആണ് വരുന്നത് കറക്റ്റായിട്ട്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ഡയറക്ഷൻ ബേസ് ചെയ്തൊരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ ആദ്യം വരയ്ക്കാം. ഇത് നോർത്ത്, സൗത്ത്, വെസ്റ്റ്, ഈസ്റ്റ്. അതിനും തെക്കോട്ട് 6 മീറ്റർ നടന്നതാണ്. തെക്കോട്ട് 6 മീറ്റർ നടന്നു. അപ്പം ഇത് 6 മീറ്റർ. ഈ ഇടത്തോട്ട് തിരിഞ്ഞ് 8 മീറ്റർ നടന്നതാണ്. ഇത് 8 മീറ്റർ. വീണ്ടും ഇടത്തോട്ട് തിരിഞ്ഞ് 6 മീറ്റർ നടന്നു. പിന്നീട് വലത്തോട്ട് തിരിഞ്ഞ് 10 മീറ്റർ നടന്നതാണ്. ഇപ്പോൾ ഈസ്റ്റ് ഡയറക്ഷനിലാണ് പുള്ളികൾ. ചോദ്യം ചോദിച്ചേക്കുന്നത് ഇപ്പോൾ അവൾ ആരംഭ സ്ഥലത്ത് നിന്ന് താരതമ്യം ചെയ്യുമ്പോൾ ഏത് ദിശയിലാണെന്ന് ചോദിച്ചത്. ആൻസർ എന്താ? കിഴക്കോട്ടാണ് കറക്റ്റ് ആൻസർ. 100ാമത്തെ ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചേക്കുന്നത്? അപ്പോൾ ആദ്യം ചെയ്യേണ്ട ഈ ഏറ്റവും റൂട്ടിനകത്ത് കിടക്കുമ്പോൾ ഈ റൂട്ട് 576 എന്നുള്ളത് എന്താണ്? 24ൻ്റെ റൂട്ടാണ്. അപ്പം അത് മാറ്റി 24 ആയിരിക്കും. അപ്പോൾ റൂട്ടോളം 49 + 24 വരും. 49 24 കൂടെ ചേർത്തിട്ട് റൂട്ട് എടുത്താൽ 73 വരും. ഇതാണ് ആൻസർ. റൂട്ട് 73 ഓപ്ഷൻസ്. അപ്പോൾ ലാസ്റ്റ് ക്വസ്റ്റ്യനായിരുന്നു. ഫുള്ള് ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 1 പോലും വിടാതെ എല്ലാം ചെയ്തിട്ടുണ്ട്. മാത്സ് ആണ്.